ആത്മാവിൻ നന്മയിൻ സുവിശേഷം, ലോകത്തിൻ പാപത്തെ പോക്കിയ പുത്രന്റെ സ്നേഹത്തിൻ സുവിശേഷം, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ മഹിമയിൻ സുവിശേഷം. Glorious, glorious, glorious gospel, glorious, glorious, glorious gospel, glorious, glorious, glorious gospel, glorious, glorious, glorious gospel. Hi, Jaslyn and Vinny. Hi. Yeah, hi, Pastor. Hi, Vinny. എല്ലാ ഗ്ലോറിയസ് ഗോസ്പൽ പ്രേക്ഷകർക്കും ഗ്ലോറിയസ് ഗോസ്പലിന്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഗ്ലോറിയസ് ടീം നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി വന്നിരിക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾ പല ഇടങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ചില ആളുകൾ പല ചോദ്യങ്ങളും ചോദിക്കാതിരിക്കുന്നത് നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പല വിഷയങ്ങളും സംസാരിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എനിക്ക് അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പുതിയ കുറച്ച് ചോദ്യങ്ങളും എന്നാൽ തന്നെ പഴയ അതേ സംശയങ്ങൾ തന്നെ ആൾക്കാരെ ചോദിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളുടെയും നമുക്ക് ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരേ രീതിയിലുള്ള സ്വഭാവത്തിലുള്ള ചോദ്യങ്ങൾ ഒരുമിച്ച് ചോദിക്കാന്നുള്ള രീതിയിൽ തന്നെയാണ്. എല്ലാവർക്കും കൂടുതലും മെസ്സഞ്ചറിലും വാട്സപ്പിലാണ് മെസ്സേജ് വന്നിരിക്കുന്നത്, കമന്റ്സിനേക്കാളും കൂടുതൽ. എല്ലാവർക്കും അതിൽ ഒരുപാട് നന്ദി. ഇന്ന് നമുക്ക് മറുപടി പറയാൻ പ്രത്യേകിച്ച് ശുഭപീഡിക്കൽ പാസ്റ്ററും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ ഇതിനകത്തുണ്ട്. അപ്പൊ എല്ലാവർക്കും വെൽക്കം. പാസ്റ്റർ ജസ്ലിനോ എന്തെങ്കിലും നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കാല്ലേ? ആദ്യം തന്നെ നമുക്ക് സമയം കളയണ്ട. ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് തന്നെ കിടക്കാം എന്ന് തോന്നുന്നു. ഷുവർ അല്ലെ? ആദ്യത്തൊരു സാധാരണ ചോദിക്കുന്ന ഒരുപാട് ആളുകൾ സംശയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജസ്റ്റ് ഒരു കൺഫർമേഷൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. വിച്ച് ഈസ് ദ ഓതന്റിക് അപ്പോസ്തോലിക് ബൈബിൾ? ഹൗ മെനി ബുക്സ് ഇൻ ദാറ്റ് ബൈബിൾ? ഒരു മിസ്റ്റർ വർഗീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓതന്റിക് ആയിട്ടുള്ള അപ്പോസ്തോലിക് ബൈബിൾ ഏതാണ്? അല്ലെങ്കിൽ എത്ര പുസ്തകങ്ങളാണ് ബൈബിളിലുള്ളത്? പാസ്റ്റർക്ക് ഉത്തരം പറയാം. ബൈബിളിനെ സംബന്ധിച്ച് നമുക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് കാനനാണ് പ്രധാനം. സഭയെ സംബന്ധിച്ച് അത് അത്തനാസിയോസ് നൽകിയ ലിസ്റ്റാണ് സഭ പൊതുവെ അംഗീകരിക്കുന്നത്. അത് 27 പുസ്തകങ്ങൾ ഉൾപ്പെട്ട പുതിയ നിയമമാണ്. ലോകത്ത് ഒരു ക്രിസ്തീയ വിഭാഗത്തിനും ഇതിൽ ഡിസ്പ്യൂട്ടില്ല. ഈ പുതിയ നിയമത്തിന്റെ കാര്യത്തില് ഒരു സഭകൾക്കും ഡിസ്പ്യൂട്ടില്ല. സുറിയാനി സഭയുടെ ഓതന്റിക് പശിത്വ ബൈബിളിൽ 22 പുസ്തകമേ ഉള്ളൂ. എന്നാൽ സുറിയാനി സഭയും ആ 27 പുസ്തകങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെയുള്ളത് പഴയ നിയമ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചാണ്. അവിടുത്തെ വിവിധ സഭകൾക്ക് വിവിധ എണ്ണം പുസ്തകങ്ങളാണ്. ഏറ്റവും വലിയ കാനൻ ഉള്ളത് എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയ്ക്കാണ്, തൗഹീദോ ചർച്ച്. അവരുടെയാണ് ഏറ്റവും വലിയ. എൻ്റെ ഒരു ചിന്തയാണ് 84 ബുക്സോ മറ്റോ അവർക്കുണ്ട്. ചില ബുക്കുകൾ ചില അംഗീകരിക്കുന്നില്ല. അത് പഴയ നിയമ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചാണ്. പുതിയ നിയമത്തിലെ ഈ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് തർക്കമില്ല. നമ്മളെ സംബന്ധിച്ച് സുറിയാനി സഭയെ സംബന്ധിച്ച് അങ്ങനെ കാനോൻ ക്ലോസ്ഡ് അല്ല. അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നിക്കോളാസ് തിരുമേനിയുമായിട്ടുള്ള ആ സംഭാഷണത്തിൽ തിരുമേനി വളരെ വ്യക്തമാക്കിയായിരുന്നു. അത് കാനോൻ ഒരിക്കലും ക്ലോസ്ഡ് അല്ല. അങ്ങനെ ഒരു ക്ലോസ്ഡ് കാനോൻ. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സുറിയാനി സഭയുടെ ഈ കൂദാശകള്, 7 കൂദാശകള്, ഇതെല്ലാം കത്തോലിക്ക സഭയ്ക്കാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. കത്തോലിക്ക സഭയുമായിട്ടുള്ള ആ ഒരു സഹവർത്തിത്വം, സഹകരണം അങ്ങനെ വന്നപ്പോഴാണ് 7 കൂദാശകൾ എന്നുള്ള ഒരു സങ്കല്പം ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ കൃത്യമായിട്ട് 7 കൂദാശകൾ എന്ന് നിജപ്പെടുത്തിയിട്ടില്ല. പക്ഷെ 7 കൂദാശകളാണ്. 7 ഒരു പരിഭാവനമായ സംഖ്യ ആയതുകൊണ്ടും 7 കൂദാശകൾ എന്ന് പറയുന്നു. ഈ കൂദാശകളെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. ഇപ്പൊ കൂദാശകളെ സംബന്ധിച്ച് അടുത്ത ദിവസം തന്നെ ഒരു ലൈവ് നമ്മൾ വരുന്നുണ്ട് വെള്ളിയാഴ്ച. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. നമ്മളെ സംബന്ധിച്ച് കാനൻ എന്ന് പറഞ്ഞാൽ പുതിയ നിയമ കാനനാണ്. 27 പുസ്തകങ്ങളുടേതാണ്.
Yeah, ഇനി okay. അടുത്ത Thank you, ചോദ്യത്തിലേക്ക് Pastor. കിടക്കാം. ജസ്ലിൻ. ആക്ച്വലി നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് ഒരു പ്രമുഖ ചോദ്യമായിരുന്നു, നമ്മൾ ഒരുപാട് സുറിയാനി സഭയുടെ മഹത്വത്തെക്കുറിച്ചും വിശുദ്ധ മൂറോനെ കുറിച്ചും ആ മൂറോന്റെ അഭിഷേകത്തെക്കുറിച്ചും അതേപോലെ തന്നെ ആ സ്നാനത്തിലാണ് ഒരു വിശ്വാസിക്ക് ആ മൂറോന്റെ അഭിഷേകം കിട്ടുന്നത്. അപ്പോൾ സ്നാനം ക്രിസ്തീയ സഭയ്ക്ക് ഒരു വലിയ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആണ്, അല്ലെങ്കിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് സ്നാനം. അപ്പോ ഈ സ്നാനം ഈ ലോകത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ടയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്ത് സ്പെഷ്യാലിറ്റി ആണ്? നിങ്ങൾ ഈ സ്നാനം ഇപ്പൊ ഇതിനകത്ത് ചോദ്യം വന്നേക്കുന്ന ഒരു ന്യൂ ജനറേഷൻ സഭയിലെ ഒരു വ്യക്തിയിൽ നിന്നാണ്. പുള്ളി കാരണം ഈ ന്യൂ ജനറേഷൻ പെന്തക്കോസ്റ്റ് സഭകളിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അവിടെ സ്നാനത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ചിലരൊക്കെ പറയുന്നത് നിങ്ങൾ ചുമ്മാ ഏതെങ്കിലും ടബിലൊന്ന് മുങ്ങിയാലും മതി, അത് സ്നാനം ആയിക്കോളും എന്നൊക്കെ പഠിപ്പിക്കുന്ന ചില കൂട്ടരും ഉണ്ട്. സത്യമായിട്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ കുറെ കൂട്ടരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കൂട്ടരിൽ നിന്നാണ് ഈ ചോദ്യം വന്നെങ്കിൽ, ദൈവം നിങ്ങളെ സ്നേഹിക്കാൻ ഇങ്ങനൊരു സ്നാനത്തിന്റെ ആവശ്യമുണ്ടോ? ഇത് ചെയ്താലേ ദൈവത്തിന് സ്നേഹം വരത്തുള്ളൂ? എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി? വൈ ദ ചർച്ച് ഡസ് ദിസ്? ആ ചോദ്യത്തോട് ചേർന്ന് ഈ മൂറോനെ കുറിച്ച് പരാമർശിച്ചത് കൊണ്ട് കുറച്ച് ആൾക്കാരോട് അതേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരാൾ ചോദിച്ചിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഷിബു പാസ്റ്റർ ലൈവിൽ മൂറോനെ കുറിച്ചുള്ള പരാമർശം വളരെ ഹൃദ്യമായി, ഞങ്ങൾ ഇപ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം അറിയുന്നത്, മൂറോനെ കുറിച്ച് കൂടുതൽ പറയാമോ? അത് ചോദിച്ചിരിക്കുന്നത് കോട്ടയത്തു നിന്ന് ഒരു വർഗീസാണ്. അതുപോലെ മൂറോനെ കുറിച്ച് പറഞ്ഞത് വളരെ നന്നായിരുന്നു. UAE നിന്ന് ഒരു ബിജു, പിന്നെ ഇതേപോലെ തന്നെ ഒരു ആള് കൊട്ടാരക്കരയിൽ നിന്നൊരു ഐപ്പ് എബ്രഹാം, ഇങ്ങനെയുള്ള ആൾക്കാർ ഈ മൂറോൻ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചും കൂടിയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സ്നാനത്തെ കുറിച്ച് പറയുമ്പോൾ അതും കൂടെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ടോപ്പിക്കിലേക്ക് തീർക്കാം. മാസ്റ്റർ. അതെ, ഇത് പിന്നെ വളരെ വിചിത്രമായൊരു ചോദ്യമാണ്. കാരണം കർത്താവായ യേശുക്രിസ്തു കൽപ്പിച്ചതാണ് മാമോദീസ. വിശുദ്ധ പത്രോസ്ലീഹായും പെന്തക്കോസ്ത് നാളിൽ അതേ കൽപ്പനയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സഭയിൽ ഈ മാമോദീസയെ സംബന്ധിച്ച് യാതൊരു ഡിസ്പ്യൂട്ടും 1500 വർഷമൊന്നും ഇല്ലായിരുന്നു. ഈ 1500 വർഷങ്ങൾക്ക് ഇപ്പുറത്തുണ്ടായിട്ടുള്ള ഡിസ്പ്യൂട്ടുകളാണ്. ഇവരുടെ ചോദ്യം, ജസ്ലിൻ ചോദിച്ച ചോദ്യം എന്താണ്? സ്നാനം വേണോ വേണ്ടയോ എന്നാണോ, അതോ സ്നാനത്തിന് ഈ സ്നാനത്തിലൂടെ ദൈവത്തിന് എന്തെങ്കിലും പ്രത്യേക പാക്കേജ് ദൈവം തരുന്നുണ്ടോ? അത് ലോകത്തിനെ മൊത്തം ദൈവം സ്നേഹിക്കുന്നെങ്കിൽ ഈ സ്നാനം കൊണ്ട് എന്താണ് ക്രിസ്തീയ സഭ ഉദ്ദേശിക്കുന്നത്? സ്നാനം പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അപ്പൊ കർത്താവായ യേശുക്രിസ്തു യോർദാനിൽ സ്നാനമേറ്റു, യോഹന്നാന്റെ കൈക്കീഴ്. അപ്പൊ ഈ ലോകത്തിൽ ആർക്കെങ്കിലും ഒരു സ്നാനം ആവശ്യമില്ലായിരുന്നു എങ്കിൽ അത് കർത്താവായ യേശുവിനാണ്. സ്നാപകം തന്നെ വിലക്കാണ്, നീ സ്നാനപ്പെടണ്ട, നിന്നാ സ്നാനം ഏൽക്കേണ്ടത് എനിക്കാണ് ആവശ്യം എന്ന് സ്നാപകം തന്നെ പറയുമ്പോൾ ഈ സ്നാനാർത്ഥിയായിട്ട് ഇറങ്ങി നിൽക്കുന്ന കർത്താവ് പറയുകയാണ്, സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാണ്. അപ്പൊ കർത്താവ് സ്നാനപ്പെടുക. എന്നാ ആ സ്നാനത്തിന് ശേഷം കർത്താവ് പിന്നെയും പറയുന്നുണ്ട്, ഇനി എനിക്കൊരു സ്നാനം ഏൽക്കാനുണ്ട്. അത് തന്റെ കുരിശിലെ മരണത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സാക്ഷാൽ സ്നാനം ക്രൂശ് മരണമാണ്. പക്ഷേ കർത്താവ് യോഹന്നാനാൽ ഏറ്റ സ്നാനം ആ ക്രൂശ് മരണം അല്ല. സ്നാനത്തിന് ശേഷം വീണ്ടും പറയുകയാണ്. അപ്പൊ സകല മനുഷ്യവർഗത്തെയും രക്ഷയിലേക്ക് നയിച്ച ഏക മാമോദിസ കർത്താവായ യേശുക്രിസ്തു ഏറ്റ മാമോദിസയാണ്. അത് നിങ്ങൾക്കാർക്കും ഏൽക്കാൻ പറ്റത്തില്ലെന്നാണ് കർത്താവ് സെബദി മക്കളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ? ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾക്ക് ഏൽക്കാൻ പറ്റുമോ? അപ്പൊ അവര് ഏൽക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഏൽക്കും. കാരണം കർത്താവിന്റെ ആ മരണ സംസ്കാര പുനരുത്ഥാനത്തിൽ ഉള്ള പങ്കാളിത്തമാണ് കർത്താവ് അവിടെ പറയുന്നത്. കർത്താവിനോട് ജോയിനിങ് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോട് ചേരുക, ഏകീഭവിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ രക്ഷിക്കുന്ന പാപമോചനത്തിനുള്ള മാമോദിസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പിതാക്കന്മാർ ഏറ്റു പറയുമ്പം ആ മാമോദിസ കർത്താവായ യേശുക്രിസ്തു കുരിശിലേറ്റ മാമോദിസയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന അവസാനിക്കുമ്പോൾ പറയുന്നത്, നമ്മുടെ കർത്താവിന്റെ ജയമുള്ള സ്ലീബായാലും മാമോദിസയുടെ റൂഷ്മായാലും നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കാവുന്ന ഒരു പ്രസ്താവനയുണ്ട്.
പരിശുദ്ധ മാമോദീസായുടെ റൂഷ്മായാൽ മുദ്ര കുത്തപ്പെട്ടു വരും, നമ്മുടെ കർത്താവിന്റെ ജയമുള്ള സ്ലീവായാൽ രക്ഷ പ്രാപിച്ചു വരും. അതാണ് അതിന്റെ പ്രാധാന്യം. അതിനെ നമുക്ക് ഒരിക്കലും താഴ്ത്തി കാണാൻ പറ്റത്തില്ല. അപ്പൊ ഈ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് വരുന്ന ആളുകളാണ് ഇത് ഏൽക്കുന്നത്, ഈ മാമോദിസ ഏൽക്കുന്നത്. ഇപ്പം ലോകത്തിൽ വസ്ത്രം ധരിക്കാത്ത ആളുകളുണ്ട്. വസ്ത്രം ധരിച്ചില്ല എന്താ കുഴപ്പമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പം പല ആളുകൾക്കും ഇപ്പം ഭയങ്കര വികല്പമാണ് വസ്ത്രം ധരിക്കാൻ. പിന്നെ പ്രാകൃതത്വത്തിലേക്കാണ് ആധുനിക മനുഷ്യൻ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെയാണ് എന്തിനാ മാമോദിസ എന്ന് ചോദിക്കുന്നത്. അപ്പൊ അത് ആ ഒരു പ്രാധാന്യമേ ആ ചോദ്യത്തിനുള്ളൂ. പിന്നെ മൂറോനെ കുറിച്ച് പറയാം. ഒരുപാട് പേര് നല്ല മെസ്സേജുകളായിട്ട് വിട്ടിട്ടുണ്ട്. ചോദ്യം മാത്രമായിട്ടല്ല, മെസ്സേജുകളായിട്ട് മൂറോനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ള ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പാസ്റ്റർ ഒന്ന് വിശദീകരിക്കുകയാണ്. ഒരുപാട് പേരെ പേര് പറയണമെന്നുണ്ട്, പറയാത്തതാണ്. മൂറോൻ എന്ന് പറഞ്ഞാൽ ഈ പെന്തക്കോസ്തിന്റെ ആഴ്ചയിലാണ് പരിശുദ്ധ പത്രോസ്ലീഹ മൂറോൻ തൈലം. 3 കാര്യമാണ് പ്രധാനമായിട്ടും പെന്തക്കോസ്തിന്റെ ആഴ്ചയിൽ നടന്നത്. ഒന്ന്, പത്രോസ്ലീഹ മൂറോൻ തൈലം ഉണ്ടാക്കി. യാക്കൂബ് സ്ലീഹ വിശുദ്ധ ബലി അർപ്പിച്ചു. യോഹന്നാൻ സ്ലീഹ പരിശുദ്ധ അമ്മയെ മാമോദിസ നൽകി. അത് പരിശുദ്ധ മാതാവിനെ മാമോദിസ കൊടുക്കുന്നത് യോഹന്നാൻ സ്ലീഹയാണ്. അപ്പം അതേക്കുറിച്ച് നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ എഴുതിയിരിക്കുന്നത്, പരിശുദ്ധ അമ്മയ്ക്ക് യോഹന്നാൻ സ്ലീഹ മാമോദിസ കൊടുത്തപ്പം മാമോദിസ തൊട്ടിയിൽ നിന്ന് പരിശുദ്ധ അമ്മ ഇറങ്ങുമ്പോ ലാസറിന്റെ പെങ്ങൾ മറിയാണ് സ്വീകരിച്ചതെന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം കൃത്യമായിട്ട് ഈ 3 കാര്യങ്ങളാണ് ആഴ്ച നടന്നത്. അപ്പൊ തൂണുകളായി എണ്ണപ്പെട്ട് യാക്കോബും പത്രോസും യോഹന്നാനും എന്ന് പൗലോസ്ലീഹ എഴുതുന്നുണ്ട് ഗലാത്യ ലേഖനത്തിൽ. അപ്പൊ അതാണ് മൂറോന്റെ പ്രാധാന്യം. അപ്പൊ ഈ മൂറോൻ പത്രോസ്ലീഹ തയ്യാറാക്കുന്നത് യേശു കർത്താവിന്റെ ശരീരത്തിൽ നിന്ന് എടുത്ത ആ മൂറും അകിലും കൊണ്ടുള്ള സുഗന്ധവർഗം, അത് 100 റാത്തലുണ്ടായിരുന്നു. അത് കർത്താവിന്റെ ശരീരത്തിൽ പൊതിഞ്ഞു വെച്ചു നിക്കോദിമോസ്. അപ്പൊ കർത്താവിന്റെ ശരീരത്തിൽ നിന്നുള്ള രക്തവും ഇതിൽ കലർന്നു. അപ്പൊ ആ കർത്താവിന്റെ ശരീരത്തിൽ നിന്നുള്ള രക്തവും ഈ സുഗന്ധവർഗങ്ങളും ചേർത്ത് ഉണ്ടാക്കിയ മൂറോനാണ് പത്രോസ്ലീഹ തയ്യാറാക്കുന്നത്. അതാണ് സഭ നൂറ്റാണ്ടുകളായിട്ട് ഉപയോഗിക്കുന്നത്. ഈ മൂറോനെ സംബന്ധിച്ച് ധാരാളം ചരിത്രങ്ങളുണ്ട്. ഒരിക്കല് ഈ ഇസ്ലാം തീവ്രവാദികള് പള്ളി ആക്രമിക്കുന്ന സമയത്ത് ഒരു അച്ഛൻ, ഈ 2 ഓപ്ഷനാണ് അദ്ദേഹത്തിനുള്ളത്. ഒന്ന്, അദ്ദേഹത്തിന് തന്റെ വീട്ടിലോട്ട് ഓടിയാൽ ഭാര്യ മക്കളെ രക്ഷപ്പെടുത്താം. പള്ളിയിലോട്ട് ഓടിയാൽ മൂറാൻ രക്ഷപ്പെടുത്താം. മൂറാൻ പള്ളിയിൽ ഇരിപ്പുണ്ട്. അപ്പൊ അദ്ദേഹം സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് ഡിസിഷൻ എടുത്തു. കാരണം തന്റെ ഭാര്യയും മക്കളും മാമോദിസ മുങ്ങിയവരും അവര് മൂറാൻ അഭിഷേകം പ്രാപിച്ചവരും അവര് കർത്താവിൽ പ്രത്യാശയുള്ളവരുമാണ്. പക്ഷെ തലമുറകൾക്ക് വേണ്ടി ഈ മൂറോൻ ഇപ്പൊ താൻ സംരക്ഷിക്കുന്നില്ലെങ്കിൽ ആര് സംരക്ഷിക്കും? അതുകൊണ്ട് ആ മൂറോൻ രക്ഷിച്ചുകൊണ്ട് ആ അച്ഛൻ ഓടി. അങ്ങനെ അനേകര് ജീവൻ വരെ കൊടുത്ത് സംരക്ഷിച്ച ഒരു മൂറോനാണ് സഭയുടെ മൂറോൻ. അല്ലാതെ ഇത് ചുമ്മാ ആളുകളെ കളിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കലക്കി വെക്കുന്നതോ കളിപ്പിക്കുന്നതോ അല്ല, പല ആളുകളും പറയുന്നതല്ല. അപ്പം മൂറോന്റെ അഭിഷേകത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. മൂറോൻ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമ്മുടെ പലപ്പോഴും ഈ ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ അറിയത്തില്ല അവരുടെ മൂറോന്റെ ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന്. നമുക്ക് ആ മൂറോനെ പറ്റി വേണമെങ്കിൽ നമുക്കൊരു വരി വേണേൽ ശ്രദ്ധിക്കാം. കണ്ടേ
ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കും. ഓക്കെ, താങ്ക് യു പാസ്റ്റർ, നല്ലൊരു ആൻസർ ആയിരുന്നു. ഓക്കെ, ഒരു ചോദ്യം. നമ്മളിപ്പോ പറഞ്ഞു. ഒരു ചോദ്യം, ഒരു സാധാരണ ഒരു ചോദ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണോ ജസ്ലിൻ? ഞാൻ വേറൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതായത് വളരെ കണക്റ്റഡ്. പറഞ്ഞോ, പിന്നെ പറഞ്ഞു. കണക്റ്റഡ് ചോദ്യമാണെങ്കിൽ ജസ്ലിൻ ചോദിച്ചോളൂ. അല്ല, ഇപ്പൊ നമ്മള് ഈ പാരമ്പര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. മുഴുവൻ ഒരു പാരമ്പര്യമാണ്. അപ്പോ അതിനകത്ത് പാസ്റ്റർ ഇപ്പോ പത്രോസ് സ്ലീഹ ചെയ്തതും യാക്കോബ് സ്ലീഹ തക്സ എഴുതിയ കാര്യങ്ങളും അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അതിൽ ഒരു വ്യക്തി ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ്, പത്രോസിന് സിംഹാസനമുണ്ട് എന്നൊരു പാരമ്പര്യമുണ്ട്, പക്ഷെ ബൈബിളിൽ എങ്ങും നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. ബൈബിളിൽ നോക്കുമ്പോൾ പത്രോസും ബാക്കി എല്ലാ ശിഷ്യന്മാരും വളരെ ദാരിദ്ര്യത്തിലും അവര് വളരെ കഷ്ടത അനുഭവിച്ചാണ് സുവിശേഷ വേല ചെയ്തത്. അവർക്ക് അങ്ങനെ ഒരു സിംഹാസനം വെക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ഒരു റോൾ എടുക്കാനോ ആയിട്ടുള്ള സാഹചര്യം അന്നില്ലായിരുന്നു. അവർ പീഡകളിൽ കൂടെയാണ് കടന്നുപോയത്. ചിലർ പറയുന്ന ഒരു കൊരണ്ടിപ്പലക പോലും പത്രോസിന് സ്വന്തമായിട്ടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഇതിന്റെയൊക്കെ ചരിത്രം എന്താണ് ശരിക്കും? അത് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 2-ാമത്തെ വാക്യത്തില്, എൻ്റെ ഒരു ഓർമ്മയെ ഞാൻ നോക്കട്ടെ, അത് തന്നെയാണോ? മത്തായിയുടെ സുവിശേഷം 23:2 കറക്റ്റ് ആണ്. അതിൽ പറയുന്നത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു, ആകയാൽ അവർ നിങ്ങളോട് പറയുന്നൊക്കെയും പ്രമാണിച്ചു ചെയ്യുവിൻ. ഈ മോശയുടെ പീഠം എവിടെയാണ്? പഴയ നിയമത്തിൽ പറയുന്നത് മോശയ്ക്ക് ഒരു പീഠം ഉണ്ടായിരുന്നു. യേശു പറയാണ് മോശയുടെ പീഠത്തിൽ ശാസ്ത്രിമാരും പരീശന്മാരും ഇരിക്കുന്നു. അപ്പം ഈ ചോദ്യം ഉന്നയിക്കുന്ന ആളുകൾ, അതായത് പത്രോസിന് കൊരണ്ടി പോലും ഇല്ലെന്നും ഒക്കെ പറയുന്ന ആളുകള് പഴയ നിയമത്തിലെ 39 പുസ്തകത്തിൽ നിന്ന് മോശയുടെ പീഠം എവിടെയാണെന്ന് കാണിച്ചു തരണം. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു സോളാ സ്ക്രിപ്ചറ വിശ്വസിച്ചില്ലെന്ന് ഇവർ സമ്മതിക്കേണ്ടി വരും. കാരണം 39 പുസ്തകത്തില്ലാത്ത കാര്യം കർത്താവ് പറഞ്ഞു. അപ്പം പഴയ നിയമത്തിൽ ഇല്ലാത്ത മോശയുടെ പീഠത്തെ പറ്റി കർത്താവിന് പറയാമെങ്കിൽ പുതിയ നിയമത്തിൽ ഇല്ലാത്ത പത്രോസിന്റെ സിംഹാസനത്തെ പറ്റി പരിശുദ്ധ സുറിയാനി സഭയ്ക്ക് പറയാൻ പറ്റും. അതൊരു ഓറൽ ട്രഡീഷൻ ആണ്. അതെ, അത് ഒരു റിയാലിറ്റി ആണ്. ആക്ച്വലി അന്ത്യോക്യയിൽ പത്രോസ് സ്ലീഹ പ്രസംഗിക്കാൻ വരുമ്പം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാൽ അന്ത്യോക്യയിലെ ഗവർണർ ആയിരുന്ന തെയോഫിലോസിന്റെ മകൻ ഉയർത്തെഴുന്നേൽക്കാണ്. തെയോഫിലോസിന്റെ മകൻ മരിച്ചത്. അപ്പൊ അത് കഴിഞ്ഞ് തെയോഫിലോസ് ക്രിസ്ത്യ വിശ്വാസം സ്വീകരിക്കുകയും പട്ടണത്തിലെ ജനങ്ങൾ മുഴുവൻ കൂടി പത്രോസിന് പ്രസംഗിക്കാൻ വേണ്ടി പീഠം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അന്നത്തെ കാലത്ത് ഈ നിന്നുകൊണ്ട് വള്ളി പോലെ നിന്നല്ല പ്രസംഗിക്കുന്നത്, ഇരുന്നോണ്ടാ പ്രസംഗിക്കുന്നത്. കാരണം യേശു തമ്പുരാൻ മലയിൽ കയറി ഇരുന്നു, ജനങ്ങൾ പ്രസംഗം കേട്ടു. അപ്പൊ പാരമ്പര്യം അനുസരിച്ച് ഇരുന്നോണ്ടാ പ്രസംഗിക്കേണ്ടത്. അപ്പൊ ആ കാര്യം ഇവിടെ നടത്തുന്നത് ഞാൻ മാത്രമാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ ഇരുന്നോണ്ടാ പ്രസംഗിക്കുന്നത്. ഓരോരുത്തർ എന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ആദ്യമൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു, ഞാൻ AC റൂമിൽ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇവര് നിന്നുകൊണ്ട് ചെയ്യുന്നു. മനസ്സിലായോ? അതായത് മനുഷ്യൻ ഇരുന്നുകൊണ്ട് ചെയ്യും, മനുഷ്യനും മൃഗമായിട്ടുള്ള ഒരു വ്യത്യാസമാണ്. മൃഗങ്ങൾ നിന്നുകൊണ്ടാണ്. അപ്പൊ ഇത് ഇപ്പൊ പറഞ്ഞ് ഈ മനുഷ്യൻ മോശയുടെ പീഠം, അപ്പൊ തന്നെ ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ ചെയർ എന്നാ പറയുന്നത്. ചെയർമാൻ അല്ലെങ്കിൽ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ആ ചെയർ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് പുരാതന അക്കാഡമിയിൽ, ഗ്രീക്ക് അക്കാഡമിയിലൊക്കെ ഇരുന്നുകൊണ്ടാണ്. അപ്പൊ അതുപോലെ യേശു കർത്താവ് ഇരുന്നുകൊണ്ടാ പ്രസംഗിച്ചത്. അവൻ മലയിൽ കയറി ഇരുന്നു എന്ന് വ്യക്തമായിട്ട് തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഇവരാരും അതനുസരിച്ചില്ല ഇത്രയും നാള്? ഇവർ ഈ കർത്താവ് ചെയ്തതുപോലെ ചെയ്യണം, കർത്താവിനെ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞു. പെന്തക്കോസ്ത് നാളിൽ പത്രോസ് നിന്നുകൊണ്ട് പ്രസംഗിച്ചു. അതാണ് ഇവര് ഫോളോ ചെയ്യുന്നത്. പക്ഷെ യേശു തമ്പുരാൻ ഇരുന്നുകൊണ്ടാണ് പ്രസംഗിച്ചത്. അത് പ്രീച്ചിങ്ങും ടീച്ചിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. നമ്മൾ പ്രീച്ച് ചെയ്യുമ്പോൾ നിൽക്കാം, പക്ഷെ ടീച്ച് ചെയ്യുമ്പോൾ ഇരിക്കണം. വ്യത്യാസം പിടികിട്ടിയോ? പ്രീച്ചിങ് നിന്നുകൊണ്ടാണ്, ടീച്ചിങ് ഇരുന്നുകൊണ്ടാണ്. ടീച്ച് അപ്പൊ യേശു കർത്താവ് ഇരുന്നുകൊണ്ടാണ് പഠിപ്പിച്ചത്. അപ്പം ആ ഓതന്റിക് ആയിട്ടുള്ള എന്താ അതിന് പറയുന്നേ, ഡോക്ട്രിൻസ്, ആ ആധികാരം, അതിനെയാണ് ഈ കസേര കാണിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസിന്റെ സിംഹാസനം എന്ന് പറയുന്നത്. പത്രോസിന് അവിടെ അങ്ങനെ ഒരു സിംഹാസനം ഉണ്ടായിരുന്നു. അത് തന്നെയല്ല, റോമൻ കത്തോലിക്ക സഭ ഈ പത്രോസിന്റെ അന്ത്യോക്യയിലെ സിംഹാസനത്തിന്റെ ഒരു പെരുന്നാൾ ആഘോഷിക്കുന്നു. റോമൻ കത്തോലിക്ക സഭ എല്ലാ വർഷവും ഫെബ്രുവരി 22-ന് അവരുടെ
റാങ്ക് 2 ഫീസ്റ്റ് ആണ്. അതായത് റോമൻ കത്തോലിക്ക സഭയിൽ ഫീസ്റ്റുകൾക്ക് പല റാങ്ക് ഉണ്ട്. ആ ഫീസ്റ്റിന്റെ പ്രാധാന്യം അനുസരിച്ച് റാങ്ക് കൊടുത്തിട്ടുണ്ട്. കർത്താവായ യേശുവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഫീസ്റ്റുകളാണ് റാങ്ക് 1. ഈ അന്ത്യോക്യയിലെ സിംഹാസനത്തിന്റെ ഫീസ്റ്റ് ഓഫ് ചെയർ, ആ സിംഹാസനത്തിന്റെ ഫീസ്റ്റ് സെക്കൻഡ് റാങ്ക് ആണ് റോമൻ കത്തോലിക്ക സഭ കൊടുത്തിരിക്കുന്നത്. അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഓർക്കണം, റോമിലെ സിംഹാസനത്തിന്റെ അല്ല, അന്ത്യോക്യയിലെ സിംഹാസനത്തിന്റെ പെരുന്നാളാണ് റോമൻ കാത്തലിക് ചർച്ച് ആഘോഷിക്കുന്നത്. അത്രമാത്രം അത് ഒരു കെട്ടുകഥയൊന്നും അല്ല. കെട്ടുകഥയൊക്കെ ആണെങ്കിൽ അവരൊരിക്കലും അങ്ങനെ ആഘോഷിക്കത്തില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു പത്രോസിനും സിംഹാസനവുമായി ബന്ധപ്പെട്ട് വേറൊരു വിഷയത്തിൽ ഈ ചോദ്യം വരുന്നുണ്ട്. ഞാൻ അതിനകത്തോട് പിന്നെ വരാം. ഇതിനു മുമ്പ് ഒരു ചെറിയ സാധാരണ നോർമൽ ആളുകൾക്ക് ഉള്ളൊരു സംശയമാണ്. ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനും ഒരുവൻ, കർത്താവായ യേശു ക്രിസ്തു അപ്പോൾ മറ്റു മധ്യസ്ഥർ എന്തിനാണ് എന്ന് ചോദ്യം ചെയ്യുന്നു. പെന്തക്കോസ്തുകാർ ചോദ്യം ചെയ്യുന്നു എന്നുള്ള ചോദ്യവുമായിട്ട് ഇന്നത്തെ ലൈവിൽ അഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു NJ അന്ത്രയോസ് എന്ന് പറയുന്ന ഒരു അച്ചായൻ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ലൈവിൽ പറഞ്ഞിട്ടുള്ള, എന്നാലും ഒരു 1 ലൈൻ മറുപടി കൊടുക്കുന്നത് നന്നായിരിക്കും. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ യുണീക്ക് ആയിട്ടുള്ള മീഡിയേഷൻ, അത് ഒരിക്കലും ഇതുമായിട്ട് ബന്ധപ്പെടുത്തരുത്. ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹീസ് ദ മീഡിയേറ്റർ ആൻഡ് മീഡിയേഷൻ ഓഫ് ക്രൈസ്റ്റ്. മറ്റേത് ഇന്റർസെഷൻ ആണ്. അപ്പം മധ്യസ്ഥതയും ഉണ്ട്, പക്ഷപാതവുമുണ്ട്. നമ്മൾ മലയാളത്തിൽ ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നെങ്കിലും അത് യഥാർത്ഥത്തിൽ പക്ഷപാത പ്രാർത്ഥനയാണ്. അപ്പം ഈ സെയിന്റ് മേരി ആൻഡ് ഓൾ അതർ സെയിൻസ് അവര് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഇന്റർസെഷൻ ആണ്. പക്ഷപാത പ്രാർത്ഥന ചെയ്യുക, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമുക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്, അല്ലാതെ മധ്യസ്ഥത അല്ല അവര്. ക്രിസ്തുവിൻ്റെതാണ് മീഡിയേഷൻ ഓഫ് ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് യുണീക്ക്. വേറെ ആർക്കും അത് അവകാശപ്പെടാൻ പറ്റത്തില്ല. പക്ഷെ അത് ഭാഷയിൽ വന്നിരിക്കുന്ന ഒരു കൊണ്ട് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നുണ്ട്, ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ആ അണ്ടർസ്റ്റാൻഡ്, ഇപ്പൊ ആ വാക്ക് ഉപയോഗിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഇപ്പം ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ഈ കാലങ്ങൾ നീങ്ങുമ്പോൾ ഭാഷയിൽ ഓരോ വാക്കുകൾക്ക് ഓരോ അർത്ഥമാണ്. ഇന്ന് നമ്മൾ എന്ത് അർത്ഥം കൊടുക്കുന്നു എന്നുള്ളതാണ്. അല്ല വാക്കുകൾ തിരുത്താൻ വേണ്ടി ഓടേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോ നമ്മൾ പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഒരാൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലേ? അങ്ങനെ ആകുമ്പോ നമ്മള് ഈ മറ്റ് ഈ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഇല്ലാത്ത, വിശുദ്ധന്മാരില്ലാത്ത സഭയിലുള്ളവരും മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവിടുത്തെ ചോദ്യം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതല്ല അവിടുത്തെ വിഷയം. വാങ്ങിപ്പോയവർ സജീവരാണോ അല്ലയോ എന്നുള്ളതാണ് വിഷയം. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗങ്ങളാണ് അവര്. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗങ്ങൾ ഒരിക്കലും മരിക്കത്തില്ല. കാരണം ക്രിസ്തുവിന്റെ ശരീരം മരിച്ചു പോകത്തില്ല. അപ്പം അല്ലെങ്കിൽ വാദം ബാധിച്ചു, ക്രിസ്തുവിന്റെ ശരീരം പാരലൈസ്ഡ് ആയി, അല്ലെങ്കിൽ ഈ വാങ്ങിപ്പോകുന്നവര് ഫ്രീസ് ആയി പോവാണെങ്കിൽ, ഇപ്പൊ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഫ്രോസൺ ആണ്. 2000 ഇയർ വാങ്ങിപ്പോയവർ മുഴുവൻ ഫ്രോസൺ ആയിട്ടിരിക്കുകയും നമ്മൾ മാത്രം ആക്റ്റീവ് ആയിട്ടിരിക്കുക, എലൈവ് ആയിട്ടിരിക്കുകയും ചെയ്യും. ആ ബോഡിയെ പറ്റി ഒന്ന് ഓർത്ത് നോക്കി. ഒരാളുടെ ശരീരം ഫ്രീസർ കയറ്റി വെച്ചിരിക്കും, തലയും തോളും മാത്രം പുറത്തോട്ട് കാണാം, ബാക്കി മുഴുവൻ ഫ്രീസറിൽ ഇരിക്കാൻ അവസ്ഥ എന്തായിരിക്കും? അപ്പം ബോഡി ഓഫ് ക്രൈസ്റ്റ് അങ്ങനെ അല്ലല്ലോ ആക്റ്റീവ് ചെയ്യുന്നത്. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ആക്റ്റീവ്. ഒരിക്കലും ബോഡി ഓഫ് ക്രൈസ്റ്റിനെ ആർക്കും ഫ്രീസർ കയറ്റി വെക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് വെരി ആക്റ്റീവ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ നിന്ന് എപ്പോഴും വായിക്കുന്നത്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, നമുക്ക് ചുറ്റും നിൽക്കുകയാണ്, അല്ല അങ്ങ് അകലെയൊന്നും അല്ല, നമുക്ക് ചുറ്റും അവര് നിൽക്കും. അപ്പൊ ഈ വാങ്ങിപ്പോയ വിശുദ്ധന്മാര്, പരിശുദ്ധ അമ്മ, അപ്പോസ്തലന്മാര്, ഏവങ്കലിസ്തന്മാര്, മൗദ്യാനന്മാര്, സഹദന്മാര്, ഇവരെല്ലാം നമ്മുടെ ചുറ്റും നിപ്പുണ്ട്. അത് വേറൊരു നിലമാണ്. അതുകൊണ്ട് നമ്മൾ കാണുന്നില്ല എങ്കിലും അവർ നമ്മുടെ ചുറ്റും നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കാഴ്ചയാലെ അല്ല വിശ്വാസത്താലെ അത്രേ എന്ന് പറയുന്നത്. അപ്പൊ വിശ്വാസത്തിൽ കാണുന്ന ആ കാഴ്ച ഓർത്തഡോക്സ് പിതാക്കന്മാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ പ്രാർത്ഥനകളൊക്കെ അങ്ങനെ എഴുതി വെച്ചത്. അപ്പൊ അതുകൊണ്ട് ഗീവർഗീസ് സഹദ, പിന്നെ തോമാസ് ലീഹ, അവരെല്ലാം നമ്മോട് കൂടെ ഉണ്ട്.
പ്രാർത്ഥനയിൻ സമയമീതല്ലോ മോർഗി വരുഗീസ് അങ്ങനെ പാടുന്നേ. Yeah. പതിവിൻപടി നീ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം. ഈ കൂട്ടത്തിന്റെ നയിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കണമെന്നാ പറയുന്നത്. Okay. അപ്പൊ ഈ ഞങ്ങളുടെ കൂട്ടത്തെ നയിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി അത് ചേർത്തൊരു ചോദ്യം കൂടെ, ഒരു ചേർത്ത് ചോദ്യം ധൂപത്തെ കുറിച്ച് കൂടി പറഞ്ഞു. അപ്പോസ്തല സഭയിൽ ആളുകൾ മരിച്ചാലും ജീവിച്ചിരിക്കുന്നു എന്നാണല്ലോ വിശ്വസിക്കുന്നത്. പിന്നെ എന്തിനാണ് അവരെ ഓർക്കുമ്പോൾ ധൂപം വെക്കുന്നത്? അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. ബെന്നി ജോർജ്. ധൂപം വെക്കുന്നത്, ധൂപവും ദീപവും ലോകത്തിലെ പുരാതന മതങ്ങളിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ധൂപവും ദീപവും നമ്മുടെ പഴയ നിയമത്തിലും വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ സമാഗമന കൂടാരവും ഒക്കെ വായിക്കുമ്പോൾ അപ്പൊ ധൂപവും ദീപവും ഉപയോഗിക്കുന്നത് ആ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിലും നമുക്ക് വന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ ധൂപവും ദീപവും ഉള്ളത്. അത് രണ്ടും ഉണ്ട്. അത് രണ്ടും സ്പിരിച്വൽ വേൾഡിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്നതാണ് എന്നാണ് വിശ്വാസം. ആത്മലോകത്തിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടാണ് ധൂപപ്രാർത്ഥനയ്ക്ക് വളരെ 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 പ്രാധാന്യമുണ്ട്. ഇപ്പൊ ചില ആളുകൾ നെയിം സേക്ക് ആയിട്ട് ഒരു ചെറിയ ഒരു സാമ്പ്രാണിയെന്ന് പുക വരുന്ന പോലത്തെ പുകയാണ് പലരുടെ ധൂപക്കുറ്റിയിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് ആ കാര്യം എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സുറിയാനിക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ധൂപപ്രാർത്ഥനയുടെ സമയത്ത് ധൂപം നന്നായിട്ട് എന്ത് ചെയ്യണം, നിറയ്ക്കണം. കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ എന്റെ ചെറുപ്പത്തിലെ മണ്ടാട് പള്ളിയിലൊക്കെ ധൂപപ്രാർത്ഥനയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കാണത്തില്ല, അച്ഛന്മാരെയൊന്നും കാണത്തില്ല. അപ്പൊ അതുപോലെ ധൂപം നിറച്ചെങ്കിലേ അതിന് പ്രയോജനമുള്ളൂ. മനസ്സിലായോ? ഈ ബൈബിളിൽ നിന്ന് വാക്യം വേണമെങ്കിൽ നമുക്കൊരു വാക്യം, യെശയ്യാ പ്രവചനം 6-ാം അധ്യായം. ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പൊ ആലയം പുക കൊണ്ട് നിറയണം. അതാണ് അതിന്റെ കണക്ക്. ആലയം പുക കൊണ്ട് നിറയണം. അപ്പം അത് എല്ലാ സുറിയാനിക്കാരും, എന്നെ ഏതെങ്കിലും സുറിയാനിക്കാർ, ഇപ്പൊ സുറിയാനിക്കാർക്കൊക്കെ എന്നോട് പിണക്കാന്ന് തോന്നുന്നു. അപ്പൊ സുറിയാനിക്കാര് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നിങ്ങൾ ഈ ഉപായത്തിൽ ആ സാധനം ഇട്ടാട്ടിട്ട് കാര്യമില്ല. നല്ലപോലെ പുക വരണം. ആലയം പുക കൊണ്ട് നിറഞ്ഞു. ശരിക്കും ധൂപക്കുറ്റിയിൽ ധൂപം നിറച്ചിട്ട് ആ ധൂപം വീശിക്കൊണ്ട് ഒരു പ്രാർത്ഥന അർപ്പിച്ചാൽ അത് 100% ആ പ്രാർത്ഥനയ്ക്ക് റിസൾട്ടാണ്. കാരണം എന്താ, ഈ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുകയാണ്. അപ്പൊ ആ ധൂപത്തോടൊപ്പം ഉയരുന്ന പ്രാർത്ഥന, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപമാണെന്ന് വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. അപ്പൊ പ്രാർത്ഥന ധൂപത്തോടൊപ്പം ആണെന്ന് വെളിപ്പാട് പുസ്തകത്തിലുണ്ട്, യെശയ്യാ പ്രവചനത്തിൽ മാത്രമല്ല. നമ്മൾ ഈ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ ധൂപക്കുറ്റിയൊക്കെ കാണാം. അപ്പൊ ഇതൊരു സ്വർഗീയമായതിന്റെ നിഴലാണല്ലോ ഭൂമി നടക്കുന്നത്. അപ്പൊ നമുക്ക് എവിടുന്ന് ഈ പ്രാർത്ഥനയുടെ മാതൃക കിട്ടിയിരിക്കുന്നത്? നമുക്ക് ബിബ്ലിക്കൽ പാറ്റേണും ബിബ്ലിക്കൽ മാതൃകയും നമ്മുടെ ഹോളി ട്രഡീഷനും എല്ലാം ആണെങ്കിൽ ഈ ധൂപപ്രാർത്ഥന ഇതൊക്കെയാണ് ശരി. അതിനകത്ത് എന്തെങ്കിലും ഫർദർ ക്ലാരിറ്റി വേണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫേസ്ബുക്കിലെ കമന്റ്സ് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് നോക്കിക്കോണം. ഓക്കെ, അപ്പം അത് വളരെ നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു മാസ്റ്റർ. പ്രത്യേകിച്ച് ആ ചർച്ചിന്റെ മിസ്റ്റിക് ഫാക്ടർ ആണ് അത് എടുത്തു കാണിക്കുന്നത്. നല്ലൊരു ആൻസർ ആയിരുന്നു അത്. അപ്പൊ അതോടുകൂടെ തന്നെ ഈ വാങ്ങിപ്പോയവരെ കുറിച്ചുള്ള ഒരു ചോദ്യം വന്നു കഴിയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത്, എൻ്റെ അടുത്ത് ഇത് യാക്കോബായ സഭയിലുള്ള ഒരു ഉണർവ് കൂട്ടായ്മയിൽ ഒരു സഹോദരൻ ചോദിച്ചൊരു കാര്യമാണ്. മധ്യസ്ഥ പ്രാർത്ഥന അല്ലെങ്കിൽ ഇന്റർസെഷൻ ഒക്കെ ഞങ്ങൾ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ഈ ചില വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പ്, അപ്പൊ ഈ ശവത്തേലൊക്കെ എന്തിനാ നമ്മൾ ചെന്ന് തൊട്ട് പ്രാർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ അതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? അതൊക്കെ ഓർത്തഡോക്സി ആണോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു ക്ലാരിറ്റി. വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ കാണാം. ഈ അപ്പോസ്തലന്മാരുടെ ദേഹത്തു നിന്നുള്ള ഉറുമാലുകളൊക്കെ ആളുകൾ എടുത്തുകൊണ്ടുപോയി ഈ രോഗികളുടെ മേഘത്തിടുകയും അവർ സുഖപ്പെടുകയൊക്കെ ചെയ്തതായിട്ട്. അപ്പൊ ആ പ്രാക്ടീസിനെ പറ്റി എന്നാ പറയുന്നേ? അത് അവർക്ക് ജീവൻ ഉണ്ടായിരുന്നല്ലോ. എങ്ങനെ? അവർക്ക് ജീവൻ ഉണ്ടായിരുന്നല്ലോ എന്നായിരിക്കും അടുത്ത ആൻസർ വരുന്നത്. ഇല്ല, അവർക്ക് ജീവൻ ഉണ്ടല്ലോ, ആ ഉറുമാലിന് ജീവൻ ഇല്ലല്ലോ. ഒബ്ജക്ട്സിന് ജീവനില്ല. അപ്പൊ അത് ഈ നമ്മളെ ഈ
നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കുമൊക്കെ നമ്മുടെ ആത്മാവുമായിട്ടൊരു ടച്ച് വരും. ഓക്കെ. അതുകൊണ്ടാണ് ഈ ലോകത്തിലെ അതിപ്രശസ്തമായ ബ്ലാക്ക് മാജിക് ആണ് വൂഡു എന്ന് പറയുന്നത്. ഓക്കെ. ഈ വൂഡു മന്ത്രവാദം ചെയ്യുന്നവര് ഒരാളെ അപായപ്പെടുത്താനും അയാൾക്കെതിരെ മന്ത്രവാദം ചെയ്യാൻ അവർ ആവശ്യപ്പെടുന്ന ഒന്നുകിൽ ആ ആളുടെ ഒരു രോമം അല്ലെങ്കിൽ അവർ ധരിച്ചിട്ടുള്ള ഒരു വസ്ത്രത്തിന്റെ കഷണം. ഓക്കെ. അപ്പൊ ഇത് അവരുടെ സ്പിരിറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന വസ്തുക്കളും നമ്മൾ നിത്യം ധരിക്കുന്ന വസ്ത്രവും നമ്മുടെ ആത്മാവിന്റെ അംശമുണ്ട്. ഓക്കെ. അതുകൊണ്ടാണ് പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിക്കരുതെന്ന് ബൈബിളിൽ പറയുന്നത്. ഓക്കെ. ഈ പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിക്കരുതെന്ന് പറഞ്ഞാൽ പാന്റ് ഷർട്ട് ഇടരുതെന്നല്ല അർത്ഥം. ഒത്തിരി പേര് അങ്ങനെ ധരിച്ചിട്ടുണ്ട്. പെൺപിള്ളേർ പാന്റ് ഷർട്ട്. പുരുഷന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഫാഷനെ സംബന്ധിച്ചല്ല ബൈബിൾ പറയുന്നത്. ഓക്കെ. പുരുഷൻ ധരിച്ച വസ്ത്രം സ്ത്രീ ധരിക്കരുത് എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ആത്മാവ് ആ വസ്ത്രത്തിലുണ്ട്, ആത്മാംശമുണ്ട്. ഓക്കെ. അതൊരിക്കലും ധരിക്കരുതെന്നാണ് ഈ പറയുന്നത്. അതിനകത്ത് മിസ്റ്റേക്ക് ഫാക്ടറാണ് ഉള്ളത്. അല്ലാതെ പുരുഷന്റെ വസ്ത്രം സ്ത്രീ ഇട്ടെന്ന് പറഞ്ഞാൽ പെൺപിള്ളേർ പാന്റ് ഷർട്ട് ഇടുന്നതിനൊക്കെ ആണുങ്ങൾ ചുരിദാർ ഇട്ടാലൊന്നും കുഴപ്പമില്ല. പലരും ചുരിദാറാണ്. തന്നെ ഒത്തിരി പാസ്റ്റർമാർ ചുരിദാർ ഇട്ട് അതിന് വേറൊരു പേര് ജുബയ്ക്ക് ഇപ്പൊ ഇറക്കം നീളം കൂടി ഇപ്പൊ ലോഹ വരെ എത്തി. കഴിഞ്ഞ ദിവസം നമ്മളൊരു ലൈവ് ഇന്നലെ ഒരു ആളെ ചങ്ങനാശ്ശേരിയിൽ എവിടെയാ കണ്ട് ഒരു പരസ്യത്തിന്റെ ഇടയിൽ പിടിച്ചു കത്തനാരാന്ന് പറഞ്ഞ്. അതാരായിരുന്നു? ആരാണോ ഒരാൾ ഇന്നലെ അത് ലോഹയ്ക്ക് അതായത് ജുബയ്ക്ക് നീളം കൂടി അങ്ങ് ഇറക്കം കൂടി മുട്ടിന് താഴെ എത്തി ഇറക്കം. അപ്പൊ ശരിക്കും ഒരു കത്തനാരാണെന്നാണ് തോന്നുള്ളൂ. പല ആൾക്കാരും കത്തോലിക്ക സഭയിലെ ഓർത്തഡോക്സ് സഭയിലെ വൈദികരെയാണ് ചീത്ത പറയുന്നത് സെക്കുലർ ചാനൽസിലെല്ലാം. പക്ഷെ ശബ്ദം കേട്ടാൽ അറിയാം നമ്മുടെ ബന്ധക്കോസുകാരാണെന്ന്. അതെ 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 അതെ. അത് അവര് നീളം കൂട്ടി കൊണ്ടുവരികയാണ്. അടുത്ത ഇനി എന്തെങ്കിലും ചോദ്യമുണ്ടോ? നമുക്ക് വേണമെങ്കിൽ ഇതിൽ ബാക്കി വായിക്കാം. ഇതിൽ ചില ബലഹീന വിശ്വാസങ്ങൾക്ക് ബാക്കി അറിയത്തില്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 12-ാം വാക്യം. അവന്റെ മെയ്മേൽ നിന്ന് ഉറുമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 19-12. പിന്നെ എലീഷായുടെ കല്ലറയിൽ ഒരു മൃതദേഹം വീഴുമ്പോൾ അവൻ ഉയർത്തെഴുന്നേൽക്കുന്ന അവന്റെ എലീഷായുടെ അസ്ഥിയിൽ തട്ടുമ്പോൾ ഒരു മൃതദേഹം ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം റെലിക്സ് വിശുദ്ധ തിരുശേഷിപ്പുകൾക്ക് പ്രാധാന്യമുണ്ട്. അത് ബിബ്ലിക്കലാണ്. അത് ഇല്ലാത്തവർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മരണത്തിന്റെ സമയത്തും ചീത്ത വിളിച്ചൊക്കെ മരിക്കുന്ന ആളുകളുടെ റെലിക്സ് കൊണ്ട് വിശേഷം ഉണ്ടെന്ന് തോന്നുന്നു. അടുത്ത ചോദ്യം നമുക്ക്. അതെ, നമ്മുടെ ഒരു പാസ്റ്റർ ജോയ് സാംസൺ പാസ്റ്ററിന്റെ സംശയമാണ് കേട്ടോ. അത് എത്രയും നാള് നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പൽ എല്ലാ ദിവസവും ഫോളോ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇതുവരെ ആൾക്ക് കിട്ടാത്തൊരു ചോദ്യമാണെന്ന് തോന്നുന്നു. ദൈവവചനമാണോ ആദ്യം ഉണ്ടായത് അതോ സഭയാണോ ആദ്യം ഉണ്ടായത്? ഇത് നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യാ. അപ്പൊ ഇത് ഒരേ കാലഘട്ടത്തിലുണ്ടായി. കാരണം ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. അപ്പൊ അതേസമയം എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് അനാദികാലം മുതൽ തന്നെ ദൈവത്തിൽ മറഞ്ഞു കിടന്നതാണ് ഈ സഭ. ഇറ്റ് വാസ് ഇൻ ക്രൈസ്റ്റ്. അപ്പൊ ചർച്ച് വാസ് ഇൻ ഗോഡ്. ദൈവത്തിൽ ഉണ്ടായിരുന്നു സഭ. വചനം ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നു. വ്യത്യാസമുള്ളൂ. അതെ അതെ, വചനം ദൈവത്തോട് കൂടെ. പക്ഷെ വചനം ദൈവമായിരുന്നു എന്നുകൂടെ പറയുന്നുണ്ട്. വചനം ദൈവമായിരുന്നു. ആ വചനം മാംസമായെന്നും പറയുന്നുണ്ട്. അത് നമ്മുടെ ഇടയിൽ പാർത്തെന്നും പറയുന്നുണ്ട്. അപ്പം അത് ദൈവപുത്രനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ഈ ബൈബിളിലെ വാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ല. എനിക്ക് തോന്നുന്ന പാസ്റ്റർ ആയതുകൊണ്ട് പുള്ളി ഉദ്ദേശിച്ചത് ദൈവവചനം ആണ് പ്രാധാന്യം വന്നു കഴിഞ്ഞാൽ ബൈബിളിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ചോദ്യമാണെന്നൊരു സംശയമുണ്ട്. അല്ലെ, ഇപ്പൊ ഞാൻ പറയാം. നീ കഴുതകളുടെ ലിംഗം പോലെ വലിപ്പമുള്ള ലിംഗവും കുതിരകളുടെ ബീജസ്ഖലനം പോലെ തീവ്രതയുമുള്ള കാമുകന്മാരെ ആഗ്രഹിച്ചു വഴിയിലൊക്കെ ഇരുന്നു.
ബൈബിളിലെ ഒരു വാക്യം. ബൈബിളിലെ ഇതാണോ ദൈവം? വാക്യമാണ്, ബൈബിളിലെ വാക്യമാണ്. ആൾക്കാർ അതെ, തെറ്റിദ്ധരിക്കല്ലേ? ഇതാണോ ഇത്? ബൈബിളിൽ നിങ്ങൾ പറയുന്നത് നിങ്ങൾ കൊണ്ടുവന്ന കറുത്ത പുസ്തകത്തിലുള്ള കാര്യമാണ്. ഇതാണോ ആദ്യം മുതൽ ഇരിക്കുന്ന കാര്യം? ആദ്യം മുതൽ ഇരിക്കുന്ന കാര്യമല്ലേ? അതെ, അപ്പൊ അതിൽ അർത്ഥമൊന്നുമില്ല. ബൈബിൾ തന്നെ മനുഷ്യൻ എഴുതിയതാണ്. മാനുഷിക ഭാഷയിൽ ദൈവത്തിന്റെ സന്ദേശങ്ങളെ രേഖപ്പെടുത്തി. അത് ആ മനുഷ്യൻ അതാത് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന സ്ഥലത്തെ പരിതസ്ഥിതി, ഉദാഹരണങ്ങൾ, അനാലജി. ഇപ്പൊ ഉദാഹരണത്തിന് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ആരുണ്ട് മകൻ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? അപ്പൊ ഇത് നല്ല നമ്മുടെ നാട്ടിൽ പ്രസംഗിക്കാൻ കൊള്ളാം. അമേരിക്ക പ്രസംഗിക്കാം. ചൈന ചെന്ന് പ്രസംഗിച്ച എന്താ? ചൈനയിലും മീനേക്കാളും ഡെലിക്കസി പാമ്പാ. അപ്പൊ മീൻ ചോദിച്ചാൽ മോന് എങ്ങനെ പാമ്പിനെ കൊടുക്കാനാണ് അവിടെയുള്ള അപ്പന്മാർ നോക്കുന്നത്. എന്റെ മോന് മീൻ വേണം, മോനെ ഞാൻ പാമ്പിനെ തന്നെ തരാം എന്ന്. കാരണം കോൺസെപ്റ്റ് വേറെയാണ്. അപ്പൊ അവിടെ പോയി ഇത് പ്രസംഗിച്ചാൽ ശരിയാവത്തില്ല. അപ്പം ഈ ബൈബിൾ എന്നൊക്കെ പറഞ്ഞ് സാർവത്രികമായിട്ടും ആഗോള ഭൂഗോളമായിട്ടും നിത്യം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ഏതാണ്ടൊക്കെയാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. അതൊന്നും അല്ല. ഇത് കാലദേശാനുസൃതമായിട്ട് പ്രാദേശികമായിട്ട് അന്നത്തെ ഒരു ഓഡിയൻസിനെ അഡ്രസ് ചെയ്ത് പറഞ്ഞ. അപ്പൊ അവിടെ ചർച്ചിന്റെ പ്രാധാന്യം വരുന്നു. സഭയ്ക്കാണ് പ്രാധാന്യം. സഭയാണ് സാർവത്രികം. അതെ അതെ, സഭയ്ക്കാണ് പ്രാധാന്യം. കാരണം സഭയാണല്ലോ, കൗൺസിലുകൾക്കാണ്, ചർച്ച് കൗൺസിൽ, ബിഷപ്പ് കൗൺസിലിനാണ് പ്രാധാന്യം. ഇപ്പൊ ഒന്നാമത്തെ ബിഷപ്പ് കൗൺസില് യെരുശലേമിൽ കൂടി അപ്പോസ്തല പ്രവൃത്തി 15 കൂടുമ്പം പരിച്ഛേദന വേണ്ടെന്ന് അവർ തീരുമാനിക്കുകയാണ്. അപ്പൊ അതുവരെ പഴയ നിയമത്തിലൊന്നും അങ്ങനെ കൽപ്പനയില്ലല്ലോ. റിട്ടേൺ സ്ക്രിപ്ചർ വെച്ചാണെങ്കിൽ പരിച്ഛേദന വേണം. അപ്പൊ ഏത് സ്ക്രിപ്ചറിന്റെ അടിസ്ഥാനത്തിലാണ് പരിച്ഛേദന അബോളിഷ് ചെയ്തെന്ന് ജോയ് സാംസണോട് തിരിച്ചൊരു മെസ്സേജ് ഇട്. ഇല്ലെങ്കിൽ ജോയ് സാംസൺ പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ കയറി പൊന്നാനിയിൽ എവിടെയെങ്കിലും പോകാനും പറ. കാരണം അതെ അതെ. അല്ല, ജോയ് സാംസൺ വേറൊരു കമന്റും കൂടി ഇട്ടിട്ടുണ്ട്, കുന്തിരിക്കാൻ പോവച്ച കൊതു പോയി കിട്ടും, അല്ലാതെ വേറെ ഒന്നും കിട്ടത്തില്ലെന്ന്. ഇപ്പൊ ഈ പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്ന കാര്യം, പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്ന മനസ്സിലാകത്തില്ലല്ലോ, ഇത് പൊന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ റോൾ ഓഫ് ജോസഫ്, ഫോസ്റ്റർ ഫാദർ ഓഫ് ജീസസ്? വൈ മദർ മേരി ഹാഡ് ടു മാരി ടു ഹിം? അതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം നല്ലൊരു എക്സ്പ്ലനേഷൻ അല്ലേ പറഞ്ഞേ? സാമുവൽ ജോയ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കുറെ ഇങ്ങനെ ക്ലീഷേ ആയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിനും ഈ ചോദ്യങ്ങൾക്കെല്ലാം നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ യൂട്യൂബിൽ നമുക്ക് ഈ പറഞ്ഞ സംശയങ്ങളുടെ പേരിൽ തന്നെ ഇതുണ്ട്. നമ്മുടെ ദർബാറിലുള്ള വിനു ജോസഫാണ് കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞത്. കാരണം അദ്ദേഹം പറഞ്ഞു, വിനു ജോസഫ് പറഞ്ഞു ആ മറുപടി ഇതാണ്: അവിവാഹിതയായ പെൺകുട്ടി ഗർഭിണിയായാൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലും. ഒരു കവർ ചെയ്യാൻ ഒരാളുണ്ടായേ പറ്റത്തുള്ളൂ കമ്മ്യൂണിറ്റിയില്. കന്യകയാണ് ഗർഭിണിയാകുന്നെങ്കിലും അവളെ കവർ ചെയ്യാൻ ഒരാൾ വേണം. അതാണ് ആ കമ്മ്യൂണിറ്റിയുടെ നിയമം. അതുകൊണ്ട് വിവാഹം ചെയ്തേ പറ്റൂ. ഇപ്പൊ നമുക്കൊരു കമന്റ് വന്നിട്ടുണ്ട്. യുക്തിവാദികള് അങ്ങനെയൊക്കെയുള്ള ആളുകൾ പരിഹസിക്കുന്നുണ്ട്. ദൈവം ഇത്രയും വലിയ ദൈവമായിട്ട് പാവപ്പെട്ട ഒരുത്തന്റെ ഭാര്യയെ കണ്ടുള്ളൂ തട്ടിയെടുക്കാൻ എന്നുള്ള ഒരു രീതി പറയും. ഒരു മകനെ ജനിപ്പിക്കാൻ വേണ്ടി ഒരു പാവത്തിന്റെ ഭാര്യ തട്ടി. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. ദൈവം തന്റെ മകനെ ജനിപ്പിക്കാൻ തെരഞ്ഞെടുത്ത ആ കന്യകയെ ആ പുരുഷന്റെ കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു. ദൈവം സ്വപ്നത്തിലൂടെ നിർദ്ദേശം കൊടുത്ത് ആ ദൈവഭക്തനായ ആ പുരുഷൻ ആ കന്യകയെ, ദൈവത്തിന്റെ പുത്രനെ പ്രസവിക്കുന്ന കന്യകയെ വിശുദ്ധ യോസഫ് ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തത്. അല്ലാതെ യോസഫിന്റെ ഭാര്യ ദൈവം തട്ടിയെടുത്തു എന്നുള്ള ഒരു വേർഷൻ തെറ്റാണ്. ദൈവം ഏൽപ്പിച്ചതാണ്, ആണ് സംഭവിച്ചത്. ഇവിടെ ഒരാള് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, താൻ വീണ്ടെടുക്കപ്പെട്ടു എന്ന് എന്താണ് തെളിവെന്ന് ചോദിച്ചിട്ടുണ്ട്. ആര് വീണ്ടെടുക്കപ്പെട്ടു? അല്ല, നമ്മളൊക്കെ വീണ്ടെടുക്കപ്പെട്ടു എന്ന് ബൈബിളിനകത്തല്ല തെളിവുള്ളൂ. അപ്പം അതല്ലാണ്ട് വേറെ എന്ത് തെളിവാ ഉള്ളതെന്ന്? അപ്പൊ ബൈബിള് വേണ്ടേന്നാ ചോദിക്കുന്നത് എന്ന് തോന്നുന്നു. ഒരു പുസ്തകത്തില് എന്തെങ്കിലും എഴുതി വെച്ചാൽ അത് എന്താ ആധികാരികതയുള്ളത്? ഇപ്പൊ ഞാന് പറയാം, ഈ ലോകത്ത് ഈ അപ്പോസ്തോലിക സഭകൾ ഇല്ലെന്ന് വെക്കുക, ഒന്ന് സങ്കല്പിക്കുക. കത്തോലിക്ക സഭയോ ഓർത്തഡോക്സ് സഭയോ ഒന്നും ഈ ഭൂമിയിൽ ഇല്ല. ഈ പുസ്തകമുണ്ട്. ഇവരിൽ എത്ര പേര് യേശുവിൽ വിശ്വസിക്കും?
Yeah. ഇവരെന്തുകൊണ്ടാണ് യേശുവിൽ വിശ്വസിക്കുന്നത്? ഇവർക്ക് എന്തുകൊണ്ടാണ് പ്രസംഗിക്കാൻ പറ്റുന്നത്? ഇവർക്ക് എന്തുകൊണ്ടാണ് അപ്പൊ ഇവർക്ക് ഹിസ്റ്ററിയിലേക്ക് നോക്കി ഒരു ഹിസ്റ്റോറിക് ചർച്ചിനെ കാണുന്നത് കൊണ്ടാണ് ഇവർ യേശുവിൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിളിന് വാലിഡിറ്റി, ആധികാരികതയും ഒക്കെ തോന്നുന്നത്. ഈ ചർച്ചയില്ലെന്ന് വെക്കുക, ഇവര് പറയുന്ന ഈ പിശാച് പിടിച്ച സഭ ഈ ഭൂമിയിൽ ഇല്ലെന്ന് വെക്കുക, കത്തോലിക്ക സഭയില്ല, അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ പറ്റിയോ ഇതൊന്നും ഇല്ല, ഒന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരിടത്ത് ഈ പുസ്തകം മാത്രം കിട്ടിയാൽ അത് ബാലമംഗളം പോലെ ഇരിക്കും. അങ്കിലക്കാട്ടിലെ ഡിങ്കൻ വരുന്നു, ഡിങ്കൻ പറക്കുന്നു, നമ്മുടെ യുക്തിവാദികൾക്കുണ്ടല്ലോ, അതുമായിട്ട് എന്ത് വ്യത്യാസമാണ്? യേശു ക്രിസ്തു വെള്ളം വീഞ്ഞാക്കി, നല്ല കഥ. അത്രേ ഉള്ളൂ. അപ്പൊ അതങ്ങനെ അല്ലാതെ ആക്കുന്നത് പരിശുദ്ധ സഭയും അതിലെ സഹതന്മാരുമാണ്. ലക്ഷക്കണക്കിന് വരുന്ന സഹതന്മാരും ഹിസ്റ്റോറിക്കൽ ചർച്ചും ആ ചർച്ചിൽ ഉടനീളമായിട്ട് നിൽക്കുന്ന വിശുദ്ധന്മാരും. അപ്പൊ ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന അതിലെ ഹീറോസ് ആണ്, അല്ലാതെ വേറെ ആരല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ക്രിസ്ത്യാനിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത് ഹീറോസ് ഓഫ് ഫെയ്ത്ത് ആണ്. ഹീറോസ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടുന്ന് പത്രോസ് ലീഹ, പൗലോസ് ലീഹ, യോഹന്നാസ് ലീഹ, സ്ലീഹന്മാരും, തുടർന്ന് അപ്പോസ്തോലിക പിതാക്കന്മാരും, തുടർന്ന് സഭാപിതാക്കന്മാരും, തുടർന്ന് ഏവങ്കേലിസ്തന്മാരും, മൗദ്യാനന്മാരും, സഹതന്മാരും, വിശുദ്ധന്മാരും, വിശുദ്ധ മദ്ദികളും, മരുഭൂ പിതാക്കന്മാരും, മരുഭൂ മാതാക്കളും, പ്രാർത്ഥനാ മല്ലന്മാരും, ഈഹിദോയക്കാര്, അങ്ങനെ നമുക്കുള്ള ആ വലിയൊരു സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റും. അതാണ് ആധികാരികത. അല്ലാതെ ഒരു പുസ്തകം കൊണ്ട് വന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നു? ശിബിച്ചാൻ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കൂടി ആലോചിക്കുന്നത്. നമ്മള് ഏറ്റവും കൂടുതൽ പെന്തക്കോസ്തുകാരെ കാണുന്നത് സുറിയാനി സഭക്കാരുള്ളിടത്തോ അല്ലെങ്കിൽ കത്തോലിക്ക സഭക്കാരുള്ളിടത്തുമാണ്. പിന്നെ ഹിന്ദുക്കളുടെ ഇടയ്ക്കും കളി നടക്കും. ഏതെങ്കിലും മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലത്ത് ഈ പെന്തക്കോസ്റ്റ് തഴച്ചു വളർന്നതായിട്ട് പാസ്റ്റർക്ക് അറിയാവോ? എനിക്കറിയത്തില്ല. അവർ ആ സ്ഥലത്തൊന്നും പോകത്തില്ല. പക്ഷെ സുറിയാനിക്കാരെ ആരെങ്കിലും കിട്ടിയാൽ തക്കം നോക്കി അവര് വീട് കയറി. ഭയങ്കര ആത്മഭാരമാണ് അവർക്ക് സുറിയാനിക്കാരെ പ്രതി. കേരളത്തില് മുസ്ലിം ഇല്ലേ? അല്ല, ഉണ്ട്. പക്ഷെ എന്നാലും അവർ ആ ഏരിയകളിൽ പോകത്തില്ല. മലബാറിലെ പെന്തക്കോസ്ത് സുവിശേഷീകരണത്തെ കുറിച്ചൊക്കെ എന്നായിരിക്കും ചിലപ്പോ ചോദിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം ഒരു ലാലു എന്ന് പറയുന്ന ഒരു ബ്രദറാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, അദ്ദേഹം ഒരു കത്തോലിക്കനാണ്. ഗ്ലോറിയസ് ഗോസ്പലിൽ ഇവിടെ ഓർത്തഡോക്സ് സഭയുടെ ഉപദേശങ്ങളൊക്കെ പറയുന്നു. എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിൽ വേർപിരിയാനുണ്ടായ സാഹചര്യം? നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ചോദിച്ചിരിക്കുകയാണ്. ക്രിസ്ത്യാനിറ്റി ഇന്ന് നമ്മൾ ക്രിസ്ത്യാനിറ്റി കാണുന്നത് എന്താ അതിന് പറയുന്നത്, 3 വിഭാഗങ്ങളായിട്ട് നമുക്ക് കാണാം. ഒന്ന് കാത്തലിക്, 2 ഓർത്തഡോക്സ്. ഓർത്തഡോക്സിനകത്ത് തന്നെ ഒരു പിരിവുണ്ട്, ഓറിയന്റൽ ഓർത്തഡോക്സും ഈസ്റ്റേൺ ഓർത്തഡോക്സും. അപ്പൊ അതിനകത്ത് ഏറ്റവും ആദ്യമായിട്ട് പിരിയുന്നത് ഈസ്റ്റേൺ ഓറിയന്റൽ ഓർത്തഡോക്സ് ആണ്. കാരണം 3 സുന്നഹദോസുകളെ അവർ കൂടിയിട്ടുള്ളൂ. 4ാമത്തെ സുന്നഹദോസില് അഭിപ്രായ വ്യത്യാസം, കൽക്കിയോൻ സുന്നഹദോസിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അതുകൊണ്ട് നിക്കിയയിലും കുസ്തന്തീനോപ്പോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ 3 പൊതു സുന്നഹദോസ്. അതുകൊണ്ട് നമ്മൾ ഈ അമേരിക്കയിലും യൂറോപ്പിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ ഈ ഓർത്തഡോക്സ് പള്ളി ചെല്ലുമ്പോൾ, ഈസ്റ്റേൺ ഓർത്തഡോക്സിന് പള്ളി ചെന്ന് അവർ ഡാവിൽ ചോദിക്കും, നിങ്ങൾ എത്ര സുന്നഹദോസ് അംഗീകരിക്കുന്നതെന്ന്. അപ്പൊ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അവർ പറയും ഗെറ്റ് ഔട്ട് പറയും. കാരണം 7 സുന്നഹദോസ് അംഗീകരിക്കുന്നവർ അവരവിടെ നിർത്തത്തുള്ളൂ. 7 സുന്നഹദോസുകളാണ് അവർ അംഗീകരിക്കുന്നത്. 7ാം സുന്നഹദോസ് കഴിഞ്ഞപ്പോൾ കാത്തലിക് ചർച്ചും ഈസ്റ്റേൺ ഓർത്തഡോക്സുമായിട്ട് വിഭജിക്കപ്പെട്ട. അതിനെയാണ് ഈസ്റ്റ് വെസ്റ്റ് സ്കിസം അല്ലെങ്കിൽ ഗ്രേറ്റ് സ്കിസം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഈസ്റ്റും വെസ്റ്റുമായിട്ട് മാറി. അത് ഈ ഫിലിയോക്കെ ക്ലോസ് എന്ന് പറയും. ഈ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പരിശുദ്ധ റൂഹ പുറപ്പെടുന്നു എന്ന് കത്തോലിക്ക സഭ കൊണ്ടുവരികയും, അത് ഓർത്തഡോക്സി അല്ല, നമ്മുടെ നിക്കിയ സുന്നഹദോസിലെ വിശ്വാസ പ്രമാണം അല്ല. അപ്പം ഓർത്തഡോക്സിക്കലായിട്ട് വിശ്വസിച്ചു വന്നതിന് വിപരീതമായ ഒരു ആശയമാണ് കത്തോലിക്ക സഭ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാണ് ഈസ്റ്റും വെസ്റ്റുമായിട്ട് പിരിയുന്നത്. പിന്നീട് കത്തോലിക്ക സഭയിൽ നിന്നാണ് ആംഗ്ലിക്കൻ സഭ രൂപപ്പെടുന്നത്.
പിന്നെ അത് കഴിഞ്ഞ് ഈ കത്തോലിക്ക സഭയിൽ നിന്നാണ് ഈ നൂറുകണക്കിന് വിഭാഗങ്ങൾ മുഴുവൻ പുറപ്പെട്ടിട്ടുള്ളത്. അതായത് ഈ ഹെററ്റിക്കുകള്, കൾട്ടുകള്, ഇതല്ല. ഈസ്റ്റേൺ ഓർത്തഡോക്സിൽ നിന്നോ ഓറിയന്റൽ ഓർത്തഡോക്സിൽ നിന്നോ ഒരു കൾട്ടും രൂപപ്പെട്ടിട്ടില്ല, ഒരു റിബല്യസ് മൂവ്മെന്റും അവിടെ ഉണ്ടായിട്ടില്ല, ഒരു പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റും അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ ഓറിയന്റൽ ഓർത്തഡോക്സിന്റെ ഒരു വിഭാഗം മലങ്കര കിടക്കുമ്പോൾ മലങ്കരയിൽ കത്തോലിക്ക സഭയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് അതുവഴി കയറി വന്ന് ഈ കൊറോണ വൈറസ് വരുന്ന പറഞ്ഞല്ലേ, അങ്ങനെയാണ് ഈ ഓർത്തഡോക്സ് സഭ ഇത് ബാധിച്ചത്. അതുകൊണ്ട് ഇന്നും നമ്മൾ ഓറിയന്റൽ ഓർത്തഡോക്സിനെയോ ഈസ്റ്റേൺ ഓർത്തഡോക്സിനെയോ നോക്കിക്കഴിഞ്ഞാൽ അവരൊന്നും ദൈവമാതാവിനെ ഡിഫെൻഡ് ചെയ്തുള്ള പുസ്തകങ്ങളോ മധ്യസ്ഥ പ്രാർത്ഥന ഡിഫെൻഡ് ചെയ്തുള്ള പുസ്തകം, അവരുടെ റൈറ്റിങ്സ് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് ഇതൊരു ഭീഷണിയല്ല. അവരുടെ ഇടയിൽ പെന്തക്കോസ് പ്രവർത്തനം ഇല്ല, പ്രൊട്ടസ്റ്റന്റ് പ്രവർത്തനം ഇല്ല. അതുകൊണ്ട് അവരിത് ഒട്ടും ബോധേഡല്ല. അവർക്ക് ശാരീരികമായ പീഡനങ്ങളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അവർക്കില്ല. കാരണം അവരുടെ എവിടെയൊന്നും ആരും ഇത്ര കാര്യം പ്രസംഗിച്ചുകൊണ്ട് ചെല്ലുന്നില്ല. ഇത് മലങ്കര മാത്രമുള്ളൊരു പ്രശ്നമാണ്. ഒരു ചോദ്യം, ഓർത്തഡോക്സിന് ഇത്രയും സത്യവും അനുഗ്രഹവും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പലരും പെന്തക്കോസ്തുകാരുടെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് പോകുന്നത്? ഗൾഫിൽ പെന്തക്കോസ്തും നാട്ടിൽ ഓർത്തഡോക്സുകാരുമായി നിൽക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? UAE യിൽ നിന്നൊരു ജേക്കബ് ചോദിച്ചിരിക്കുകയാണ്. ജേക്കബ് പറഞ്ഞു വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ്. അത് മനുഷ്യന്റെ ആവശ്യങ്ങൾ, ഈ ഭൗതികമായ ആവശ്യങ്ങൾ, താൽക്കാലികമായ ആവശ്യങ്ങളൊക്കെ വരുമ്പം പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടർ എന്നുള്ള രീതിയിലാണ് പെന്തക്കോസ്തിൽ പോകുന്നത്. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ശ്രദ്ധാപൂർവം പ്രാർത്ഥിക്കുക ദൈവസന്നിധി. ഇപ്പം ഒരച്ഛൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അച്ഛൻ പ്രാർത്ഥിക്കുകയോ തലയെ കൈവെക്കോ അല്ലെ സ്ലീബ വെക്കോ അങ്ങനെയൊക്കെ ചെയ്ത് അവിടെ കൊണ്ട് തീർന്നു. പക്ഷെ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാനും കരയാനും മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനും അങ്ങനത്തെ ഒരു സംഭവം, അത് സത്യത്തിൽ അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ അതിന് മതപരിവർത്തനം അവർ ആ കൂടെ നടത്തും. അതായതിന്റെ പ്രശ്നം. അത് നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല കാര്യമാണ്. പക്ഷെ പ്രാർത്ഥിച്ചിരുന്നിരുന്നിരുന്ന് ആ അറിവില്ലായ്മ കൊണ്ട് അങ്ങോട്ട് ചാടി പോയിട്ടുണ്ട് ഒരുപാട് പേര്. ആ പ്രാർത്ഥിച്ച് അവർ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അപ്പം അതൊരു തെറ്റായ രീതിയാണ്. അപ്പൊ ആ കാര്യത്തിൽ ഞാൻ മുസ്ലിങ്ങളെ, ഇപ്പോഴത്തെ മുസ്ലിങ്ങളല്ല പഴയ മുസ്ലിങ്ങൾ, ഇപ്പം മുസ്ലിങ്ങളും മതപരിവർത്തനം ഉണ്ട്. പണ്ട് മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ മൊല്ലാക്കാരുടെ അടുത്ത് നമ്മൾ ഓദിക്കാനൊക്കെ പോകും. അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മൊല്ലാക്കായൊക്കെ പോയി അവര് ഓതുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്നിട്ട് അവരൊരിക്കലും മുസ്ലിം ആവാൻ പറയത്തില്ല. അതുപോലെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുണ്ട്, ഈ കബഡി നിരത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ പ്രശ്നം വെക്കുന്നവര്, ചെറിയ ചെറിയ മന്ത്രവാദങ്ങൾ ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരുടെ അടുത്ത് ഈ നമ്മുടെ ആളുകൾ പോയിട്ടുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അവരാരും നമ്മുടെ പിതാക്കന്മാരുടെ ഹിന്ദുക്കളാകാൻ പറഞ്ഞിട്ടില്ല. അതെ, മതപരിവർത്തനം ചെയ്തിട്ടില്ല. അവരൊന്നും ചെയ്തിട്ടില്ല. കാര്യം നേടി കാശ് കൊടുത്ത് പോകുന്നു. അപ്പൊ പെന്തക്കോസ്തുകാർ അതിൽ നിന്ന് വിഭിന്നമായിട്ട് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ സാധിക്കുമ്പോൾ, അല്ലെങ്കിൽ സാധിക്കുന്നതിന് മുമ്പ് തന്നെ അവരെന്ത് ചെയ്യാണ്, മതപരിവർത്തനത്തിന് വിധേയപ്പെടുത്തുകയാണ്. അപ്പൊ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും തെറ്റൊന്നും അല്ല. ഇപ്പം പ്രാർത്ഥിക്കുകയോ, ഈ പുള്ളവും കുടവും കൊണ്ടോ ഒക്കെ പണ്ട് വരുമായിരുന്നു, ഈ കുടം കൊണ്ട് ഊതി. അപ്പൊ നമ്മുടെ വീട്ടിൽ പാമ്പൊന്നും വരത്തില്ലെന്നുള്ള ഒരു സർപ്പപൂജയൊക്കെ നടത്തുക. പഴയ കാലത്തൊക്കെ പേടിയല്ലേ പാമ്പ് ഒക്കെ വരുന്നപ്പം. അത് മനുഷ്യന് പണ്ട് തൊട്ടുള്ള അവനവന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഉള്ള ഒരു കാര്യമുണ്ടല്ലോ, അതുകൊണ്ടാ പോകും. ഓക്കെ, പിന്നെ എനിക്കൊരു ചെറിയ ചോദ്യമുണ്ട്. അമേരിക്കയിൽ നിന്ന് ഷാജി എന്ന് പറയുന്ന ഒരു കത്തോലിക്ക സഹോദരൻ ചോദിച്ചൊരു ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ച ചോദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അദ്ദേഹം പറയുന്നത്, ഞാനൊരു കത്തോലിക്ക വിശ്വാസിയാണ്. പലപ്പോഴും പെന്തക്കോസ്റ്റ് വിശ്വാസികൾ നിങ്ങളുടെ സഭയിൽ അന്യ ആരാധന എന്ന് പറഞ്ഞാൽ അന്യ ആരാധന പോലെ അങ്ങനത്തെ കാര്യങ്ങൾ, പല ജാതികളിൽ നിന്നുള്ള ആരാധന ശൈലികൾ കടമെടുക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ആരോപണം എന്റെ നേരെ വരുമ്പോൾ എനിക്ക് എന്തും പറയാൻ എനിക്ക് വാക്കുകൾ ഇല്ലാണ്ട് ആയി പോവുകയാണ്. ഞാൻ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഹോദരന് കത്തോലിക്ക സഭയുടെ ആരാധനയുടെ കാര്യത്തിൽ ഉറപ്പില്ല. അതാണ്. ഓക്കെ, അതിനെക്കുറിച്ച് ഒന്ന് പാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളാം. അദ്ദേഹത്തിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. വേദനയോടെ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. അതെ, നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോ
കാരണം അദ്ദേഹത്തിന്റെ അച്ഛന്മാരോട് ഒക്കെ ചോദിച്ച് ഉറപ്പ് വരുത്തണം ഈ കാര്യങ്ങളെ പറ്റി. നമ്മളിരുന്ന് തോർപ്പിക്കാൻ. നമ്മുടെ ജോൺ ലോറൻസ് ബ്രദർ പുള്ളി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വെസ്റ്റേൺ യൂണിവേഴ്സലിസവും ഈസ്റ്റേൺ യൂണിവേഴ്സലിസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വെസ്റ്റേൺ യൂണിവേഴ്സലിസം ഈസ്റ്റേൺ ഒരിക്കലും യൂണിവേഴ്സലിസം പറയുന്നില്ല. ഈസ്റ്റേൺ എന്ന് പറയുമ്പം ദ ഗോഡ്സ് ലവ് ആണ്. അപ്പൊ ഗോഡ്സ് ലവ് എൻകംപാസസ് എവരിതിങ് ആൻഡ് എവരി വൺ. ദൈവത്തിന്റെ സ്നേഹം എല്ലാവരെയും വലയം ചെയ്യുന്നു, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ അവൻ വഹിക്കുന്നു. അപ്പം ഈ റിലേഷൻഷിപ്പ് ബേസ്ഡ് ആണ് ഈസ്റ്റേൺ തിയോളജി. വെസ്റ്റേൺ തിയോളജി എന്ന് പറയുമ്പം അത് ജുഡീഷ്യലാണ്, നിയമാധിഷ്ഠിതമാണ്. അപ്പം വെസ്റ്റേൺ യൂണിവേഴ്സലിസം എന്ന് പറയുമ്പം കോടതി വാദിക്കുന്നു, കോടതിയിൽ വന്നിട്ട് നല്ലൊരു വക്കീൽ പ്രത്യക്ഷപ്പെട്ടിട്ട് മുഴുവൻ പ്രതികളെ ഇറക്കിക്കൊണ്ട് പോകുന്നു. ആ വക്കീലാണ് യേശു. അപ്പൊ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ കണ്ടിട്ടില്ലേ, സിനിമയിലൊക്കെ പ്രതികളായിട്ട് കുറെ പേര് നിൽക്കുന്നു, മിടുക്കനായ വക്കീൽ വരുന്നു, ഇവമാരെ ഇറക്കിക്കൊണ്ട് പോകുന്നു. അപ്പൊ അവരടുത്ത് തന്നെ ചെയ്യുന്നത്, അവരെല്ലാം കൂടെ ജീപ്പേ ബാറിലോട്ട് പോകുന്നു അല്ലെ, പിന്നെ അവരുടെ തോന്നുന്നു നടത്തുന്നു. അതാണ് വെസ്റ്റേൺ യൂണിവേഴ്സലിസം. ഈസ്റ്റേൺ യൂണിവേഴ്സലിസം എന്ന് പറഞ്ഞാൽ ഒരു ഫാദർ, ഒരു പിതാവ് വന്നിട്ട് അപകടത്തിൽപ്പെട്ടിരിക്കുന്ന മക്കളെ എന്ത് ചെയ്യാണ്, വീട്ടിലോട്ട് കൊണ്ടുപോവാ. ഈ റിലേഷൻഷിപ്പാണ്. ഇതാണ് അതിന്റെ വ്യത്യാസം. ഇത് വ്യത്യാസമുള്ളൂ. റിലേഷൻഷിപ്പ് എന്ന് വന്നു കഴിയുമ്പോൾ മറ്റേ കോൺസെപ്റ്റ് മാറി. മറ്റേത് ഇവരെ സ്വതന്ത്രമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ വേണം. അതുകൊണ്ടാണ് ഈ എന്ത് തോന്നിയാസം ചെയ്യാന്നൊക്കെ ആളുകൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിലേഷൻഷിപ്പിനെ പറ്റി മനസ്സിലാകുന്നില്ല. ഒരു 99 ആടുള്ളതിനെ ഒരു ആടിനെ അന്വേഷിച്ച് പോവല്ലേ, ഇടയനും ആടും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഇനി നമ്മള് വളരെ പ്രധാനപ്പെട്ട കുറെ ചോദ്യങ്ങളിലേക്കാണ്. സഭാ വിഷയങ്ങളാണ് ഇനി തിയോളജിക്കൽ അല്ല, കുറച്ച് ഇനി നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പലിനെതിരെയുള്ള കുറെ ആരോപണങ്ങളാണ്. അതിൽ ഒരുപാട് മെസ്സേജുകളുണ്ട്. ഒരുപാട് മെസ്സേജുകളിൽ നിന്നും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മെസ്സേജ് പറയുന്നത് നല്ലത്. അതിനകത്ത് ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്നത്, അതായത് യാക്കോബ സമുദായത്തിൽ നിന്നുള്ള ആൾക്കാർ ചോദിച്ചിരിക്കുന്നത്, സുറിയാനി സഭ വിശ്വാസം പറഞ്ഞിട്ട് ഈ ഓർത്തഡോക്സിലെ തിരുമേനിമാരെ എന്തിന് ഗ്ലോറിയസ് ഗോസ്പലിൽ കൊണ്ടുവന്നിരുത്തുന്നു? അതുപോലെ തിരിച്ച് ഓർത്തഡോക്സുകാര് പത്രോസിന്റെ സിംഹാസനത്തെ കുറിച്ചും അന്ത്യോക്യയിലെ പാത്രിയാർക്കീസിന്റെ കുറിച്ചുള്ള കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മൊത്തത്തിലൊരു പ്രശ്നമാണ്. അതായത് കുറെ ആൾക്കാർ പറയുന്നത്, യാക്കോബായക്കാര് പറയുന്നു ഗ്ലോറിയസ് ഗോസ്പൽ ഓർത്തഡോക്സ് ഇന്ത്യൻ ഓർത്തഡോക്സുകാരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യൻ ഓർത്തഡോക്സുകാർ പറയുന്നു ഗ്ലോറിയസ് ഗോസ്പൽ യാക്കോബക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതിനകത്ത് ഇപ്പൊ ആരെയാണ് ഗ്ലോറിയസ് ഗോസ്പൽ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നത്? ഇതിനകത്ത് ഒരു വിശാലമായ ഉത്തരം ആവശ്യമാണ്. കാരണം ഒന്നാമത് നമ്മൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇത് മിക്സ് ചെയ്ത് പോകരുത്. പഴയൊരു സിനിമയുണ്ടല്ലോ, മോഹൻലാല് കോഴി കറി വെക്കുമ്പോ എന്തോ ഒരു എക്സസൈസിന്റെ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെ നമ്മൾ പല കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നമ്മൾ ഓർത്തഡോക്സി എന്താണെന്ന് പറയുന്നു, ഓർത്തഡോക്സി പറയുന്നു, ഒപ്പം തന്നെ ഗ്ലോറിയസ് ഗോസ്പൽ പറയുന്നു. ഇതെല്ലാം വ്യത്യസ്തം. ഒന്നാമത് ഈ പെന്തക്കോസ്തിനെ പറ്റി ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചു. പെന്തക്കോസ്റ്റ് സഭകൾക്ക് ഒരു പ്രസക്തി ഇല്ലേ, പ്രാധാന്യം ഇല്ലേ? പെന്തക്കോസ്തുകാരെ നിശ്ചയമായിട്ടും എനിക്ക് വളരെ ഇഷ്ടമാണ്. അവർക്ക് വളരെ പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. നമ്മുടെ ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും എല്ലാം കൂടെ ചേർന്ന് 10-12 ലക്ഷം ആളുകളാണ് ഉള്ളത്. അപ്പൊ ലോകത്ത് അവര് മാത്രം മതിയോ ക്രിസ്ത്യാനികളായിട്ട്? ഞാനിത് പറയുന്നത് ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ശുദ്ധമായ അപ്പോസ്തോലിക പാരമ്പര്യം, കൈവപ്പ് ഒക്കെ ഉള്ള ഒരു സഭയാണ് ഓർത്തഡോക്സ് സഭ. അപ്പൊ അതിനകത്തെ വിശ്വാസികളെ ഈ പെന്തക്കോസ്തുകാര് വിളിച്ചുകൊണ്ട് പോകുമ്പം ക്രമേണ ഈ കമ്മ്യൂണിറ്റി ഇല്ലാതാകുകയാണ്. അപ്പൊ ഇത്രയും പ്രാധാന്യമുള്ള, ഈ മൂറോനും ഒക്കെ കൈവശമുള്ള ഇത്രയും പ്രാധാന്യമുള്ള ഈ കമ്മ്യൂണിറ്റി നിലനിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കമ്മ്യൂണിറ്റിയുടെ പ്രാധാന്യം പറയുന്നത്. അപ്പൊ ആ കമ്മ്യൂണിറ്റി അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. അപ്പൊ അതിനകത്തുള്ള ആളുകൾ അതറിയാതെ എന്ത് ചെയ്യാണ്, അത് വിട്ടുപോവാണ്. അപ്പൊ അത് നിലനിൽക്കാൻ വേണ്ടിയാ പറയുന്നത്. പിന്നെ യാക്കോബായ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാല് ഈ ഓർത്തഡോക്സുകാരെല്ലാവരും യാക്കോബായക്കാരാണ്. കാരണം വിശ്വാസം കൊണ്ട്
ഓർത്തഡോക്സിലെ പിന്നെ വിശുദ്ധ കുർബാനയ്ക്ക് ഇടയിൽ വായിക്കുന്ന തുബ്തേനില് യാക്കൂബ് ഉർദാന എന്ന് ഓർക്കുന്നുണ്ട്. ഓക്കെ. യാക്കൂബ് ഉർദാനെ ഓർക്കാതെ അവരൊരു കുർബാനയെ അർപ്പിക്കുന്നില്ല. അപ്പൊ യാക്കൂബ് ഉർദാനയാണ് ഈ യാക്കോബായ സഭ ഈ ഇന്നത്തെ രീതിയിൽ പിടിച്ചു നിർത്തുന്ന വിശുദ്ധൻ. അപ്പം അതുകൊണ്ട് യാക്കോബായ സഭയുടെ ആ വിശ്വാസം, എന്തിനാണ് യാക്കൂബ് ഉർദാനെ അത്രയും കഷ്ടപ്പെട്ടത്? മിയ ഫൈസിറ്റിസം എന്നുള്ള ഡോക്ടറിൻ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. മിയ ഫൈസിറ്റിസം എന്ന ആ ഡോക്ടർ, ഒന്നിൽ നിന്നുള്ള രണ്ട്, ആ ക്രിസ്തുവിന്റെ ദൈവത്വം, ആ വിശ്വാസമാണ് ഓർത്തഡോക്സ് സഭ ഹോൾഡ് ചെയ്യുന്നത്. എല്ലാ അർത്ഥത്തിലും ആ പ്രാർത്ഥനകളും ആ ക്രമങ്ങളിനകത്തും എല്ലാം അവരുടെ തിയോളജി, ഡോക്ട്രിൻ, ഫെയ്ത്ത്, റിച്വൽസ് എല്ലാം ആ ഒരു തിയോളജിയാണ്. എന്ന് പറഞ്ഞാൽ ഇൻ ആൻഡ് ഔട്ട് യാക്കോബായക്കാരാണ് ഓർത്തഡോക്സുകാർ. അപ്പൊ ഓരോ ഓർത്തഡോക്സുകാരനും യാക്കോബായക്കാരനാണ്. അതുപോലെ ഓരോ യാക്കോബായക്കാരനും ഓർത്തഡോക്സുകാരനുമാണ്. ഓർത്തഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ വിശ്വാസം, അത്ര ഓർത്തോഡോക്സ. ഡോക്സ എന്ന് പറഞ്ഞാൽ പ്രൈസ് ആണ്, സ്തുതി, അല്ലെ ഗ്ലോറി, അല്ലെ അഭിപ്രായം, അങ്ങനെയൊക്കെ പല ഇതാണ്. എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസം, അത്ര ഉള്ള അർത്ഥം, സത്യവിശ്വാസം. ഓർത്തോ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ അർത്ഥം. അപ്പൊ ഈ ഓർത്തോപീഡിക് എന്നൊക്കെ പറഞ്ഞാൽ എല്ല് നേരെയാക്കുന്ന വിഭാഗം. അതുകൊണ്ട് ഓർത്തോപീഡിക്. ഓർത്തോഡോണ്ടിക്സ് എന്ന് പറയുന്നത് പല്ല് നേരെയാക്കുന്നതിന് ഓർത്തോഡോണ്ടിക്സ്. അപ്പൊ ഓർത്തോ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് എന്നുള്ളതാണ്. അപ്പൊ സത്യവിശ്വാസത്തെ ആണ് മുറുകെ പിടിക്കുന്നതെന്ന് യാക്കോബായക്കാർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർ ഓർത്തഡോക്സുകാരാ. മിയ ഫൈസിറ്റിസം ആണ് തങ്ങളുടെ ക്രിസ്റ്റോളജിക്കൽ സ്റ്റാൻഡ് എന്ന് ഓർത്തഡോക്സുകാർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർ യാക്കോബായക്കാരാ. അപ്പൊ ഓരോ ഓർത്തഡോക്സുകാരനും യാക്കോബായക്കാരനുമാണ്, ഓരോ യാക്കോബായക്കാരനും ഓർത്തഡോക്സുകാരുമാണ്. ഇത് പരസ്പര പൂരകമാണ്, പരസ്പര വൈരുദ്ധ്യമൊന്നുമല്ല. അതുകൊണ്ട് ഓർത്തഡോക്സ് യാക്കോബായ എന്നുള്ള ഇതില്ല. നമ്മള് രണ്ടു കൂട്ടരെ സ്നേഹിക്കുന്നത്, കാരണം രണ്ടു കൂട്ടരും സത്യവിശ്വാസത്തിൽ നിൽക്കുന്നു. അതോടുകൂടെ ചേർത്തൊരു വലിയൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ ഇടയ്ക്ക് നമ്മൾ ചെയ്ത ഒരു ലൈവിന് ഒരുപാട് പ്രതിഷേധങ്ങൾ കമന്റ് ബോക്സിൽ കണ്ടു. അപ്പോ ഒരു വ്യക്തി ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ്, ഓർത്തഡോക്സുകാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു, യാക്കോബായക്കാരെ സപ്പോർട്ട് ചെയ്തു, ആരെ വേണേ സപ്പോർട്ട് ചെയ്തു, പക്ഷെ ഈ നമ്മുടെ ബിലീവേഴ്സ് ചർച്ചിനെ എന്തിനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? ബിലീവേഴ്സ് ചർച്ചിന് ഒരു ബിഷപ്പ് ആവാൻ വേണ്ടി പ്ലാൻ ഉണ്ടോ ഷിബു പീഡിയക്കൽ എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റീസെന്റ്ലി നമ്മൾ അങ്ങനെ ഒരു ലൈവ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് പേര് ഇദ്ദേഹവും ഓർത്തഡോക്സും തമ്മിൽ എന്താണ് ബന്ധം, ഇദ്ദേഹം സാമ്പത്തിക ക്രമക്കേടുള്ള ആളല്ലേ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് പെന്തക്കോസുകാരും ഓർത്തഡോക്സുകാരും രണ്ടുപേരും, അല്ലെങ്കിൽ ഓർത്തഡോക്സിൽ നിന്ന് പോയ പെന്തക്കോസുകാർക്കും പ്രതിഷേധമുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് ബിലീവേഴ്സ് ചർച്ചിനെ ഗ്ലോറിയസ് ഗോസ്പൽ സപ്പോർട്ട് ചെയ്യുന്നത്? ബിലീവേഴ്സ് ചർച്ച്, ഒന്നാമത്തെ കാര്യം, ബിലീവേഴ്സ് ചർച്ച് വേറൊരു സഭയാണ്. നമ്മൾ അത് ആദ്യം മനസ്സിലാക്കുക. രണ്ട്, ഞാൻ ആ ഇന്റർവ്യൂവിന് വന്നതിന്റെ കാര്യം, ആ പുസ്തകം, ഞാൻ ഇന്റർവ്യൂ കാണിച്ച പുസ്തകം എനിക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടി. ഞാനത് വായിച്ചപ്പം അത് വളരെ നല്ലൊരു ബുക്കായിരുന്നു. ആ ബുക്കിനെ കുറിച്ച് സംസാരിക്കാൻ ബുക്ക് എഴുതിയ ആളുമായിട്ടൊരു ഇന്റർവ്യൂ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ആ ബുക്ക് നിങ്ങൾക്കൊക്കെ കിട്ടും കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ PDF ഫ്രീ ആയിട്ട് ബിന്നി അയച്ചു തരും. ബിന്നി എല്ലാവർക്കും PDF അയച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് ബുക്ക്. അപ്പം ആ ബുക്കിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. രണ്ട്, മൂന്നാമത് ഞാൻ പറഞ്ഞത് മുമ്പേ പറഞ്ഞ വിഷയം തന്നെയാണ്. ബിലീവേഴ്സ് ചർച്ചിനെ സംബന്ധിച്ച് അവർക്ക് ലോകത്ത് 300-ലധികം ഭാഷ സംസാരിക്കുന്നവരുടെ പ്രവർത്തനമുണ്ട്. നമ്മളെ സംബന്ധിച്ച് മലങ്കര ഓർത്തഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം, ഇംഗ്ലീഷ്, പിന്നെ കുറച്ച് സുറിയാനി, ഇത്രയാണ് നമ്മൾ കൈകാര്യം ചെയ്യും. പിന്നെ നമ്മുടെ യൂലിയോസ് തിരുമേനിയുടെ ഭദ്രാസനത്തിൽ കുറച്ച് ഹിന്ദിയും സംസ്കൃതവും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം സംസ്കൃതത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ക്ലിപ്പൊക്കെ ഞാൻ കേട്ടു. പിന്നെ നമ്മുടെ ഏലിയാസ് തിരുമേനിയുടെ ബ്രഹ്മാവർ ഭദ്രാസനത്തിൽ കൊങ്ങിണി ഭാഷയിൽ കുർബാനയുണ്ട്. അപ്പൊ അത്രയും കൊണ്ടൊക്കെ ആ ഒരു പരിമിതിയുണ്ട്. ഈ ബിലീവേഴ്സ് ചർച്ച് എന്ന് പറഞ്ഞാൽ അവരൊരു പ്രൊട്ടസ്റ്റന്റ് വിഭാഗമായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം അവര് കേരളത്തിൽ ഒരു പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റി ആയിട്ട് അവർ നിൽക്കുന്നതാണോ, അവരൊരു മാരിയുടെ എപ്പിസ്കോപ്പസിയുമായി ഈസ്റ്റേൺ ഫെയ്ത്തും കൊണ്ട് നിൽക്കുന്നതാണോ നല്ലത്? വിച്ച് വൺ ഈസ് ബെറ്റർ, വിച്ച് വൺ ഈസ് ഗുഡ്, വിച്ച് വൺ ഈസ് അക്സെപ്റ്റബിൾ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം അവരൊരു കമ്മ്യൂണിറ്റിയാണ്.
ഇന്ന് തന്നെ ഓർത്തഡോക്സ് സഭയിലോട്ട് ധാരാളം ആളുകൾ തിരിച്ചു പോകുന്നുണ്ട്. പല ആളുകൾക്ക് തിരിച്ച് കയറാൻ പല തടസ്സമുണ്ട്. എല്ലാ തരം കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഓർത്തഡോക്സിൽ നിന്ന് തന്നെ മാറിയവർക്ക് പലർക്കും തന്നെ പല വൈതരണികളും ഉണ്ട്. അപ്പം മിശ്ര വിവാഹം കഴിച്ചവരും 2 തലമുറ കഴിഞ്ഞവരും മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ളവരും ഒക്കെ ആയിട്ടുള്ള പെന്തക്കോസ്തൽ പീപ്പിൾ, അവർക്ക് ഈസ്റ്റേൺ ഫെയ്ത്ത് കേൾക്കുമ്പോൾ ഈസ്റ്റേൺ ഫെയ്ത്തിലേക്ക് മാറാനുള്ള ഒരു നല്ല പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ ബിലീവേഴ്സ് ചർച്ചിനെ കാണുന്നത്. കാരണം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. അപ്പൊ ഞാൻ ഈ ഓർത്തഡോക്സിയുടെ പ്രാധാന്യം പറയുന്നത് അതിന്റെ ഈ 2000 years അപ്പോസ്തോലിക് സക്സഷനും ഹോളി ട്രഡീഷനുമാണ്. അത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. അപ്പൊ അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗം ആളുകൾക്കും ദൈവത്തെ ആരാധിക്കാനും, പ്രത്യേകിച്ച് നമ്മുടെ ഈ ശ്രേഷ്ഠമായ ഈസ്റ്റേൺ തിയോളജി, അപ്പൊ ഈസ്റ്റേൺ തിയോളജിയെ ഹോൾഡ് ചെയ്യുന്ന ഒരു ചർച്ചായിട്ട് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ഉണ്ടെങ്കിൽ അത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അങ്ങനെയുള്ള ആളുകൾക്ക്. കാരണം ഇപ്പുറത്ത് ബാക്കി വിഭാഗങ്ങളെല്ലാം വെസ്റ്റേൺ തിയോളജി അല്ലേ ഹോൾഡ് ചെയ്യുന്നു. ഇനി പെന്തക്കോസ്റ്റിലുള്ള ആളുകൾക്ക് തന്നെ, എന്നെ ഒത്തിരി പെന്തക്കോസ്റ്റിലെ ഇപ്പോഴും സ്റ്റിൽ എന്നെ ഇഷ്ടപ്പെടുന്നതും വർത്തമാനം പറയുന്ന ഒത്തിരി ആളുകളുണ്ട്. ഈ പാസ്റ്ററേഴ്സ് ചെറുപ്പക്കാരൊക്കെ വിളിക്കും. ഇന്നലെ ഒരു 3-4 പേര് വിളിച്ചായിരുന്നു. അപ്പൊ തിരുവല്ലായിരുന്നു. അപ്പൊ അവിടെ അവിടെ കുറെ പാസ്റ്റർമാര് ഉപവസിച്ച് പ്രാർത്ഥിക്കാന്നോ ഞാൻ മരിക്കാൻ വേണ്ടി. ഞാൻ അറിഞ്ഞിരുന്നത്. അപ്പൊ അവര് ഭയങ്കരമായ ഉപവാസ പ്രാർത്ഥന. അപ്പൊ അവര് പറയുന്നത് ഇനി ഈ പുള്ളി മരിച്ചാലേ ഒരു മൂവ് ഉണ്ടാവുള്ളൂ. അപ്പൊ അവർ ഈ മൂവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഓർത്തഡോക്സുകാരെയൊക്കെ സ്നാനപ്പെടുത്താന്നുള്ളതായിരിക്കും. അതായിരിക്കും മൂവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി ഞാൻ മരിച്ചെങ്കിൽ മൂവ്. അപ്പൊ എന്നോട് പറഞ്ഞു ഇന്നപോലെയാണ് അച്ചായൻ മരിക്കാൻ വേണ്ടി ഭയങ്കര പ്രാർത്ഥന. അപ്പം ആ പ്രാർത്ഥന പങ്കെടുത്ത ഒരുത്തരും ഈ വിളിച്ച കൂടെ. ഞാൻ പറഞ്ഞടാ അതിൽ നല്ലത് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പ്രാർത്ഥിച്ച് അവിടെ മരിച്ച ഒരാളെ ഉയർപ്പിക്ക്. അപ്പൊ ഭയങ്കര മൂവ് ഉണ്ടാവും. എന്തൊരു ഭയങ്കര മൂവ് ആയിരിക്കും. കാരണം നിങ്ങളൊരു ആളെ മരിച്ചിട്ട് ഒരാളെ അങ്ങ് ഉയർപ്പിക്കും. ഇങ്ങനത്തെ ധാരണയാണ്. അപ്പൊ അതുകൊണ്ട് ഈസ്റ്റേൺ ഫെയ്ത്തിലേക്ക് പെന്തക്കോസ്തുകാർക്ക് മാറാം. ഈസ്റ്റേൺ പെന്തക്കോസ്റ്റൽ ചർച്ച് നല്ലൊരു ആശയമാണ്. ചർച്ച് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈസ്റ്റേൺ ഫെയ്ത്ത് വിശ്വസിക്കുന്ന, ഈസ്റ്റേൺ ഡോക്ടറും വിശ്വസിക്കുന്ന പെന്തക്കോസ്റ്റൽ സഭകൾ ഉണ്ടാകട്ടെ. കാരണം ഈ ഭൂമിയിലുള്ള മുഴുവൻ പേരെയും കൂടെ ഉൾക്കൊള്ളാനും ഹോൾഡ് ചെയ്യാനും ഒന്നും മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് സാധിക്കത്തില്ല. അതിന് തൽക്കാലം അവർക്ക് പ്ലാനും ഇല്ല. ഞാൻ പറഞ്ഞത് പ്യുവർ ഒരു ട്രഡീഷൻ, നമ്മുടെ മലങ്കര സഭയുടെ പാരമ്പര്യം, പൈതൃകം, കൈവപ്പ്, പിന്തുടർച്ച ഇത് അതിശ്രേഷ്ഠമാണ്, യുണീക്കാണ്. കാരണം ലോകത്തിൽ തന്നെ അപൂർവമായ ഒരു വിഭാഗമാണ്. 2000 years അൺബ്രോക്കൺ സക്സഷനും ഹോളി ട്രഡീഷൻസും റെലിക്സും മൂറോനും എല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു സഭ നിലനിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ അങ്ങനെയുള്ള ലൈവുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അല്ലാതെ മറ്റുള്ള സഭകളെല്ലാം ഇല്ലാതാക്കണം എന്നുള്ള ഒരു ഉദ്ദേശം എനിക്കില്ല. ഒരു ഉദ്ദേശമില്ല പെന്തക്കോസ്ത് സഭ ഇല്ലാതാക്കാന്നോ. പക്ഷെ ഈ ആൾദൈവ സഭകളുണ്ട്, വ്യക്തികൾ നടത്തുന്ന സഭ. വ്യക്തികൾ നടത്തുന്ന സഭ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ സ്വർഗീയ വിരുന്ന്. സ്വർഗീയ വിരുന്നില് ഈ കഴിഞ്ഞ ആഴ്ച എന്നെ ഒരു ഫാമിലി വിളിച്ചു. അവരുടെ മകൻ നല്ല ഒന്നാന്തരമായിട്ട് ശുശ്രൂഷിക്കുന്ന ആളാണ്. പക്ഷെ സ്വർഗീയ വിരുന്നിൽ ഉയരാൻ പറ്റുന്നില്ല. ഞാനവരോട് നിങ്ങൾ സ്വർഗീയ വിരുന്ന് പോകും. അന്നേരത്തേനും പുള്ളിക്കാരത്ത് ഈ ഒരിക്കലും ഞങ്ങൾ തങ്ക ബ്രദറിനെ വിട്ടു പോകത്തില്ല. വേണ്ട അവിടെ ഇരുന്നു. അവർക്ക് ഞാൻ അതിന് കുറ്റം പറയുന്നില്ല. അവർ അറ്റാച്ച്ഡ് ആണ്, അഡിക്റ്റഡ് ആണ്. പക്ഷേ നമ്മൾ ഓർക്കണം, ഈ PG വറീസ് വളരെ മാതൃകാപരമായിട്ടൊരു കാര്യം ചെയ്തു. അത് എൻ്റെ ഒരു ചിന്തയില് 2003-ലോ 2002-ലോ മറ്റോ തോന്നുന്നു. അദ്ദേഹം എനിക്കൊരു ഇമെയിൽ അയച്ചു. അദ്ദേഹം ഞാനുമായിട്ട് വളരെ വ്യക്തിപരമായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു. ഇപ്പോഴും ഐ ലൈക്ക് ഹിം. കാരണം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം നൃത്തം ചെയ്ത വിഷയം വന്നപ്പോൾ ഞാൻ ലൈവ് വന്ന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ കുടുംബവാഴ്ചയ്ക്കെതിരാണ്, മക്കൾ മഹാത്മ്യത്തിനെതിരാണ്. ഞാൻ അതുകൊണ്ട് ജോയി പുന്നൂസിനെ ഞാൻ എൻ്റെ അനന്തരാവകാശിയായിട്ട് വാഴിക്കുകയാണ്. ഒരു കിരീടവും ചെങ്കോലും ഒക്കെ ഫിസിക്കലി തന്നെ ഒരു വടിയൊക്കെ കൊടുത്ത് പുള്ളിയെ വാഴിച്ചു. ഞാൻ ചോദിച്ചത് നേരാണോ? സത്യമായിട്ടാണെങ്കിൽ വളരെ വിപ്ലവകരമായ കാര്യമാണ്. കാരണം ഒരു കൾട്ട് ഗ്രൂപ്പും ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത കാര്യമാണ്. സ്വന്തം മക്കളെ അല്ലാതെ ആരെയും അനന്തരാവകാശിയായിട്ട് വാഴിക്കത്തില്ല. സത്യമായിട്ടും ഞാൻ അങ്ങനെ ചെയ്യുന്നതാണെന്ന് അപ്പൊ എനിക്ക് വിശ്വാസമില്ല. ഒരു 4-5 കൊല്ലം കഴിഞ്ഞാൽ വിശ്വസിക്കാന്നില്ല. കൃത്യം 3 കൊല്ലം തികയുന്നതിന് മുമ്പ് ആ ജോയ് പാസ്റ്ററുടെ കയ്യിൽ നിന്ന്
കൊടുത്ത വടിയും ചെങ്കോലും അധികാരവും എല്ലാം തിരിച്ച് പി ജി ഓറിസ് മേടിച്ചു. പി ജി ഓറിസ് അങ്കിൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ സ്നേഹത്തിലും ബഹുമാനത്തിലും ആദരവിലും പറയുകയാണ്, അങ്ങയുടെ കുടുംബവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരാളെ ഇതിന്റെ പ്രസിഡന്റ് ആക്കണം, മാതൃക കാണിക്കണം, എന്നിട്ട് മക്കളെ എല്ലാം അതിൽ നിന്ന് മാറ്റണം. സാധിക്കുമോ? കാരണം വിട്ടുപിരിയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ഭൗതിക സമ്പത്തുകളെ. അപ്പൊ സ്വർഗീയ വിരുന്നിൽ കഴിവില്ലാത്ത കഴിവുള്ള പിള്ളേരില്ലാഞ്ഞിട്ടാണോ? തങ്കുവിന്റെ മകൻ മാത്രമാണ് രംഗത്ത് വരുന്നത്. പക്ഷെ അത് ചിന്തിച്ച് വിവേചിക്കാനുള്ള കഴിവ് ഈ പാവം ജനങ്ങൾക്കില്ല. അവരാ അമ്പ്രാനും ഓശാന പാടിയാലോ കൊച്ചമ്പ്രാനും ഓശാന പാടിക്കൊണ്ട് അടിമകളായിട്ട് നിൽക്കുകയാണ്. അപ്പം എത്രയോ സുതാര്യമായിട്ടും നീതിയുക്തമായിട്ടും ഭരണകാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സഭയാണ് ഓർത്തഡോക്സ് സഭ. ആ ഓർത്തഡോക്സ് സഭയിൽ നിന്നാണ് പോയിരിക്കുന്നത്. അവിടെ വിശ്വാസികൾക്ക് അഭിപ്രായമുണ്ട്, വിശ്വാസികൾക്ക് അധികാരമുണ്ട്, വിശ്വാസികൾക്ക് കാര്യങ്ങൾ പറയാം, ഒരാളുടെയും പിന്തുടർച്ചയൊന്നുമല്ല. അപ്പൊ അങ്ങനെ നമുക്ക് പൈതൃകമായിട്ടും പാരമ്പര്യമായിട്ടുള്ള നല്ലൊരു സഭയുള്ളപ്പോൾ അത് വിട്ട് ഇത്തരത്തിലുള്ള കുടുംബ ട്രസ്റ്റുകളിലേക്കും കുടുംബ വാഴ്ചകളിലേക്കൊക്കെ വീണു പോകുന്നവരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ മറ്റു ഒരു സഭയ്ക്കും ഞാൻ എതിരല്ല. ലോകത്തുള്ള എല്ലാ വൈവിധ്യങ്ങളാണ്. എല്ലാ സഭയും നിലനിൽക്കട്ടെ, പെന്തക്കോസ്ത് സഭകൾ നിലനിൽക്കട്ടെ, പെന്തക്കോസ്ത് സഭകൾ ശക്തി പ്രാപിക്കട്ടെ. ഐ ലവ് പെന്തക്കോസ്റ്റൽസ്. പക്ഷെ അവരുടെ ഡോക്ട്രിനും തിയോളജിയും മാറിയാൽ നല്ലത്. കാരണം ഇപ്പം വെസ്റ്റേൺ അടിസ്ഥാനമില്ലാത്ത ഒരു ഡോക്ട്രിനാണ് അവർക്ക് ഉള്ളത്. അതിൽ നിന്ന് അവർ ഈസ്റ്റേണിലേക്ക് മാറിയാൽ വളരെ നല്ലതാണ്. അപ്പൊ ഈസ്റ്റേൺ ഫെയ്ത്തിലും ഈസ്റ്റേൺ തിയോളജിയിലും അവർക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷെ ഞാൻ ഈ പറയുന്നത് രണ്ടും രണ്ട് കാര്യമാണ്. ഒന്ന്, ഓർത്തഡോക്സ് സഭയിലുള്ള ആളുകളോട് വന്നിട്ട് നിങ്ങളുടെ വിശ്വാസം തെറ്റാണ്, ഇന്ന കുഴപ്പങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനത്തെ ഗ്രൂപ്പുകളിലേക്ക് ചാടിച്ചുകൊണ്ട് പോകും. അതിന്റെ ആവശ്യമില്ല, അവർക്ക് ഓർത്തഡോക്സ് നിന്നാൽ മതി. അതുകൊണ്ട് ഓർത്തഡോക്സ് സഭയുടെ ഫെയ്ത്ത്, ഓർത്തഡോക്സ് സഭയുടെ ഡോക്ട്രിൻസ്, അവരുടെ തിയോളജി, റിച്വൽസ്, ഇതൊക്കെ അപ്പോസ്തലിക്കാണ്, ബിബ്ലിക്കലാണ്, അത് ലോജിക്കലാണ് എന്നൊക്കെ പ്രൂവ് ചെയ്യാനാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ ഈ ലൈവ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ അവരെ സ്ട്രെങ്തൻ ചെയ്യുക, അവർക്ക് ഒരു തരത്തിലും അവർക്ക് ഗിൽറ്റ് കോൺഷ്യസ് കൊടുക്കുന്നത്. ആ ഗ്രൂപ്പിൽ ഞാനും പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ഏതെല്ലാം ഏരിയയിലാണ് ഈ കുറ്റബോധം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഗിൽറ്റ് കോൺഷ്യസ് ഒക്കെ മാറിപ്പോകാനും ആ ചർച്ചിൽ ഉറച്ചു നിൽക്കാനും ആ ഒരു ട്രഡീഷൻ, ആ ഒരു മലങ്കരയിൽ നിലനിൽക്കണമെന്ന് ഞാൻ എത്ര നാളെ നിൽക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല, നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്നാലാകുന്ന ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ എന്ന നിലയ്ക്കാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തത്. അല്ലാതെ ലോകത്തുള്ള ബാക്കി സഭകളെല്ലാം കൂടെ പിരിച്ചുവിട്ട് ആകെ ഈ 12 ലക്ഷം മലങ്കര ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ, അങ്ങനെയില്ല, ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ഞാൻ എല്ലാ സഭകളെയും ഇഷ്ടപ്പെടുന്നു. അതുപോലെ ബിലീവേഴ്സ് ചർച്ചിനെ ഇഷ്ടപ്പെടുന്നു. ബിലീവേഴ്സ് ചർച്ചിനെ സംബന്ധിച്ച് അവർക്ക് 300ഓളം ഭാഷകളിൽ പ്രവർത്തനമുണ്ട്. ഏകദേശം 20,000-ഓളം കൂടിവരവ്, 20,000-ഓളം പള്ളികളുണ്ട് അവർക്ക് ലോകമെമ്പാടും. 12,000 പള്ളികളും 8,000-ഓളം പ്രെയർ ഹൗസുകളും. അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അവർ ചെയ്യട്ടെ. അപ്പൊ അത്രയും സ്ഥലത്തേക്ക് നമ്മുടെ ഈസ്റ്റേൺ ഡോക്ടറിന് എത്തുക എന്ന് പറഞ്ഞാൽ, ഈസ്റ്റേൺ തിയോളജി എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അത് ഞാൻ അതാ കാണുന്നത്. പ്രത്യേകിച്ച് അവരുടെ മെട്രോപൊളിറ്റനെ സംബന്ധിച്ച് എനിക്ക് സൂക്ഷ്മമായിട്ട് അറിയാവുന്ന കാര്യം പറഞ്ഞാൽ, ഇവിടുത്തെ GFA, അമേരിക്കൻ ഗോസ്പൽ ഫോർ ഏഷ്യ ആയിരുന്നു. അവരുടെ ആനുവൽ ഒരു വർഷം $400 മില്യൺ ആയിരുന്നു അവരുടെ ഇൻകം. $400 മില്യൺ. അദ്ദേഹം ഓർത്തഡോക്സ് ഫെയ്ത്ത്, ഈസ്റ്റേൺ ഫെയ്ത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ അത് നേരെ 150 മില്യൺ ആയിട്ട് കുറഞ്ഞു. അതായത് 250 മില്യൺ ഓരോ വർഷവും നഷ്ടം സഹിച്ചാണ് അദ്ദേഹം ഈ ഓർത്തഡോക്സി വിശ്വസിക്കുന്നത്. ഇത് ഒട്ടും എക്സാഗ്രേഷൻ അല്ല. ഇത് ഒരുപാട് ഒരു സംശയം കൂടി ചോദിച്ചിരുന്നു. ബിലീവേഴ്സ് ചർച്ചിന്റെ ട്രാൻസ്പാരൻസി എന്നും പറഞ്ഞ് ചോദിച്ചിരുന്നു. ആ ട്രാൻസ്പാരൻസിയുടെ കാര്യമാണ് ഈ പറഞ്ഞത്, ഇത്രയും രൂപയുടെ കുറവ് വന്നിരിക്കുന്നു എന്നുള്ളത്. അവർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ക്ലോസ് അസോസിയേറ്റ്സ് ഒക്കെ ആദ്യം വളരെ എതിർത്തു എന്നുള്ളത്. കാരണം ഇത്രമാത്രം സാമ്പത്തികമായി നഷ്ടം വന്നു. 400 മില്യൺ ഓരോ വർഷവും കിട്ടുന്നിടത്ത് 250 മില്യൺ ആയിട്ട് 150 മില്യൺ ആയിട്ട് കുറഞ്ഞു. 250 മില്യൺ ആണ് അവർക്ക് ഇയർലി ലോസ്. അത് ഇന്ത്യൻ രൂപയായി കണക്ക് കൂട്ടുമ്പോൾ എത്ര കോടി വരുമെന്ന് ഗുണിച്ചു നോക്കുക. 70 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ അത്രയും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. പിന്നെ അദ്ദേഹം കുപ്പായം ഇട്ടു. ആ കുപ്പായം ഇട്ടത് കൊണ്ട് ഒരു പരിഹാസ വിഷയമായി എന്നുള്ളതല്ലാതെ കേരളത്തിൽ വർദ്ധിച്ച സ്വീകാര്യത ഒന്നും കിട്ടിയിട്ടില്ല.
മലയാളികളുടെ ഭയങ്കര കുപ്പായിട്ട് തിരുമേനി വന്നു, അങ്ങനെ ആരും സ്വീകരിക്കുന്നില്ല. എല്ലാവരും പരിഹസിക്കല്ലേ. അപ്പൊ ക്രിസ്തുവിനെ പ്രതി അല്ലെ ആ ഒരു ഫെയ്ത്തിനെ പ്രതി ഒരു നിന്ന സഹിക്കുകയാണ്. അപ്പൊ ഞാൻ ആ ഒരു രീതിയിലാണ് ആ ചർച്ചിനെ കാണുന്നത്. അതൊരു ആ ചർച്ചിനെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യേണ്ടവരാണ് മലങ്കര നസ്രാണികൾ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള അതിമഹത്തായ വിശ്വാസം, പ്രത്യേകിച്ച് നമ്മുടെ കപ്പൂദൂക്യൻ ഫാദേഴ്സ്, ബെസേലിയസ്, ഗ്രിഗോറിയോസ് പിതാക്കന്മാരുടെ ഒക്കെ ഡോക്ടറിനാണ് ഈ ബിലീവേഴ്സ് ചർച്ച് ഫോളോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഈസ്റ്റേൺ തിയോളജി. പിന്നെ മറ്റൊരു കാര്യം, അവരെത്ര വളർന്നാലും ഓർത്തഡോക്സ് ഒരാളെ പിടിക്കുന്നുമില്ല, വലിച്ചോണ്ട് പോകുന്നുമില്ല. അവിടെ തന്നെ അത്ര ഏരിയയിൽ സമാധാനം വന്നില്ലേ. മറ്റേ പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ അവർ ഏത് നിമിഷവും ആളെ അടിച്ചു മാറ്റാൻ വേണ്ടി നിൽക്കുന്നവർ. അതുകൊണ്ട് ബിലീവേഴ്സ് ചർച്ചിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. തന്നെയല്ല, ഒരു ശൈശവ ദശയിലായതുകൊണ്ട് ഒരു ശിശുവിനെ പോലെ കരുതേണ്ടവരുമാണ്. കാരണം അവര് പല കാര്യങ്ങളും പഠിച്ചു വരും. ഇപ്പൊ ഒരു പെന്തക്കോസ്റ്റിൽ നിന്നും വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ബിലീവേഴ്സിലുള്ള ആളുകളെല്ലാം അങ്ങനത്തെ ഒരു പെന്തക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. അപ്പൊ ഈ പെന്തക്കോസ്റ്റിലെ 3-4 തലമുറ സുറിയാനി സഭയുടെ ഒരു ഉപദേശങ്ങളും ഒന്നും തന്നെ അറിയാതെ ഈ ഉപദേശം ഇഷ്ടപ്പെടുന്ന പല ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ മെമ്പർഷിപ്പ് കിട്ടാത്ത ആളുകൾക്കും എല്ലാം ഈ ഒരു സഭയുടെ കൂടെ ഗ്രോ ചെയ്യാന്നുള്ളതാണ് എന്റെ കൂടെ ഒരു അഭിപ്രായം. കാരണം അവരും ഓരോ ഉപദേശങ്ങള് ഇംപ്ലിമെന്റ് ചെയ്ത്, കാരണം അവരും മൾട്ടി എത്നിക്കാണ്. ഒരു പ്രത്യേക സുറിയാനി വിഭാഗം മാത്രമല്ല ഉള്ളത് അതിനകത്ത് വിവിധ ഭാഷകള്, ഗോത്രങ്ങളും നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത അത്രയും ഗോത്രങ്ങൾ നേപ്പാളിലും ബർമയിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അവർക്ക്, അതുപോലെ നോർത്ത് അമേരിക്കയിലെല്ലാം ഇവർക്ക് പ്രവർത്തനങ്ങളും കാര്യങ്ങളും. അപ്പൊ അത്രയും എല്ലാ ഭൂഖണ്ഡങ്ങളിലും പ്രവർത്തനങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന ഒരു സഭ ഇത്രയും ശൈശവ ദശയിൽ അവർ ആ ഡോക്ടറിൻ വിശ്വാസം അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി പെന്തക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി അവിടെ കംഫർട്ടബിൾ ആയിരിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം അവരുടെ കുർബാനകളൊക്കെ നമ്മൾ കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും വളരെ സിമ്പിൾ ആണ്. പല ആൾക്കാർക്ക് അവരവരുടെ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ എവിടെ ആർക്ക് സഭ ബിലീവേഴ്സ് ഉണ്ടെങ്കിലും ഏത് സ്ഥലത്ത് റീച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു സഭയും കൂടെയാണ് ബിലീവേഴ്സ് ക്രിസ്ത്യൻ സഭ. അതായത് നിങ്ങൾ വെരി ഹെവി ലിറ്റർജി ഒന്നും അല്ല, വളരെ സിമ്പിൾ ലിറ്റർജി. അവർ നോർത്തിലോട്ടൊക്കെ കൊടുക്കുന്ന ലിറ്റർജി ഒക്കെ ഞാൻ കണ്ടു, വളരെ സിമ്പിൾ ആയിട്ട്. അതെ, എല്ലാ ഗോത്രങ്ങളും ലിറ്ററസി റേറ്റ് വളരെ താഴ്ന്നു കിടക്കുന്ന ആൾക്കാരുടെ ഇടയിൽ അവർക്ക് പോലും ഈ ഓർത്തഡോക്സ് വിശ്വാസം വളരെ ലൈറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു സഭയും കൂടിയാണത്. ഒന്നും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത്, ഈ ഇന്ത്യയിലും പല സ്ഥലത്തുമുള്ള ഒരുപാട് ഗോത്ര വിഭാഗങ്ങളെ കൊണ്ട് സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥനയും ട്രൈസാഗിയോൺ പ്രയറും ഒക്കെ ചൊല്ലിക്കുക, നമ്മുടെ കൗമാ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കാൻ തക്കവണ്ണം അവര് പ്രയോജനപ്പെട്ടു. അപ്പൊ നമ്മൾ ആ രീതിയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നല്ല കാര്യം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, അതൊരിക്കലും ഓർത്തഡോക്സ് സഭയ്ക്ക് പകരമോ എതിരോ ഒന്നും അല്ലത്. അതിനകത്ത് ചില വ്യക്തികൾ, ഇപ്പൊ പെന്തക്കോസ്റ്റിലുള്ള കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, പക്ഷെ ഈ ഗ്ലോറിയസ് ഗോസ്പൽ ഒരു സഭയാണോ? ഷിബു പീഡിയക്കൽ ഈ പറയുന്ന പോലെ ഇവരുടെ മെത്രാപ്പോലീത്ത ആവാൻ പോവുകയാണോ? എന്നാണ് ഷിബു പീഡിയക്കൽ കുപ്പായം ഇടാൻ പോകുന്നത്? എന്നാണ് ഷിബു പീഡിയക്കൽ ബിഷപ്പ് ആകാൻ പോകുന്നത്? എന്നാണ് ആ സൗഭാഗ്യ ദിവസം? എന്നാണ്? ഞാൻ ജീവിതത്തിൽ 3 പ്രാവശ്യം കുപ്പായം ഇട്ടിട്ടുണ്ട്. ഓക്കെ, 3 പ്രാവശ്യം സർജറി ഉണ്ടായിട്ടുണ്ട്. 3 സർജറിക്ക് ഈ ആശുപത്രി അത് ഇട്ടിട്ടുണ്ട്, അല്ലാതെ ഞാൻ കുപ്പായം ഇട്ടിട്ടില്ല. അപ്പൊ ഇനി ഇടാൻ പ്ലാൻ ഉണ്ടോ? തൽക്കാലം ഇല്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? പിന്നെ വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? അല്ല, ചോദ്യങ്ങൾ ഇനിയുണ്ട് ഒരുപാട്. ഡു ബിലീവേഴ്സ് ചർച്ച് ഹാവ് അപ്പോസ്തോലിക് സക്സഷൻ? അജിത്ത് ജോസഫ്. പിന്നെ ഇതിനകത്ത് പല ആൾക്കാരും കുറിച്ച് പറയാം. ബിലീവേഴ്സ് ചർച്ചിന്റെ അപ്പോസ്തോലിക് സക്സഷൻ, നമ്മൾ ഒന്നാമത്തെ വിഷയം അതേക്കുറിച്ച് നമ്മൾ ബോധറാവേണ്ട ഒരു കാര്യമില്ലെന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്, അപ്പോസ്തോലിക് സക്സഷനെ കുറിച്ച് ഇപ്പം ഈ നെവർ ഗിവ് അപ്പ് എന്നുള്ള ഈ പുതിയ പുസ്തകത്തിനകത്ത് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പുസ്തകം ഫ്രീ ആയിട്ട് കിട്ടും. ഇപ്പൊ ആരാണ്ട് പറഞ്ഞ് ഞാൻ പുസ്തകം വിൽക്കാൻ വേണ്ടി ലൈവ് ചെയ്ത്, ആ പുസ്തകം ഫ്രീ ആണ്, നിങ്ങൾക്ക് ഫ്രീ കിട്ടും. അത് മേടിച്ച് നോക്കുക. ഇനി അല്ലെങ്കിൽ മെട്രോപൊളിറ്റനുമായിട്ട് ഞാൻ ചെയ്ത ആദ്യത്തെ ഒരു ലൈവ് വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതിനകത്ത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അവർക്ക് അപ്പോസ്തോലിക് സക്സഷൻ കിട്ടുന്നത്. അപ്പം അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ ഈ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ സഭകളെയും അക്സെപ്റ്റ് ചെയ്യുന്നു.
ഈവൻ പെന്റക്കോസ്റ്റൽ ചർച്ചസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ എതിർപ്പെന്ന് പറഞ്ഞാൽ ഇത്രയും ശുദ്ധമായ പാരമ്പര്യവും കൈവപ്പും നല്ല ഉപദേശവും വിശ്വാസവും ഉള്ള ഓർത്തഡോക്സ് വിഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അത് മെച്ചമാണെന്ന് ഓർത്ത് ചാടിപ്പോയി അങ്ങനെയുള്ളവരെ തിരുത്താൻ വേണ്ടിയുള്ള ലൈവുകളാണ് ചെയ്തത്. അല്ലാതെ ആരോടും ഇവിടെ വിരോധമില്ല, എനിക്ക് വ്യക്തിപരമായിട്ടില്ല അങ്ങനെ ഒരു വിരോധമില്ല, ഒരു സഭയോടും വിരോധമില്ല. ഈ ബിലീവേഴ്സുമായിട്ട് ഒരു ചോദ്യം ദീപു റാന്നി ചോദിച്ചിരിക്കുകയാണ്. അവിടെ ജോലി വേണമെങ്കിൽ ബിലീവേഴ്സിൽ ചേരണം, അത്രയേ ഉള്ളൂ. അതിൽ ചേരാത്തത് കൊണ്ട് ജോലി പോയവരുടെ കാര്യം കഴിഞ്ഞ ദിവസം കേട്ടായിരുന്നു. അത് വളരെ തെറ്റായ ആരോപണമാണ് ദീപു റാന്നി. ബിലീവേഴ്സ് ചർച്ചില് ഓർത്തഡോക്സിലെയും കത്തോലിക്ക സഭയിലെയും മർത്തോമ സഭയിലെയും അല്ലെങ്കിൽ ഹിന്ദുക്കളും ഒരുപാട് ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇവരുടെ അതായത് ബിലീവേഴ്സിന്റെ ഹെഡ് ക്വാർട്ടറിൽ പോലും ബിലീവേഴ്സ് ചർച്ചിൽ അല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ മറ്റ് സഭകളിൽ അംഗങ്ങളായിരിക്കുന്ന പല ആൾക്കാരും വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബിലീവേഴ്സിന്റെ ഹോസ്പിറ്റലിലും സ്കൂളുകളിലും എല്ലാം നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ബിലീവേഴ്സിന്റെ സ്റ്റാഫ് മാത്രമല്ല എല്ലാ ഇതിൽ നിന്നുള്ള സ്റ്റാഫുകളും ഉണ്ട്. ഒരു തെറ്റായ ഒരു അക്വിസിഷൻ ആണ് ഞാനും ചിന്തിക്കുന്നത്. ഏകദേശം തിരുവല്ലായില് 2000-ഓളം ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ബിലീവേഴ്സ് ചർച്ച്. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. തിരുവല്ലയെ സംബന്ധിച്ച് തിരുവല്ലയിൽ 2000 പേർക്ക് ജോലി എന്ന് പറഞ്ഞാൽ അത് എല്ലാം ബിലീവേഴ്സുകാരാണോ? എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും കാണും. എനിക്കതേ കുറിച്ച് നേരിട്ട് അറിയത്തില്ല കേട്ടോ, ബിന്നി പറഞ്ഞാണ്. അല്ലല്ല, അത് അങ്ങനെ തന്നെയാണ്. ഒരുപാട് പേരുണ്ട് ബിലീവേഴ്സിൽ വർക്ക് ചെയ്യുന്ന, മർത്തോമ സഭയിലെയും അതുപോലെ ഓർത്തഡോക്സ് സഭയിൽ വർക്ക് ചെയ്യുന്ന, ഒരു യാക്കോബ സഭയിൽ വർക്ക് ചെയ്ത് യാക്കോബ സഭയിലുള്ളവരും കത്തോലിക്ക സഭയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ ഒരു ഐ ആം ബിനോയ് ഫ്രം തൃശൂർ ഒരു ചോദ്യമാണ്. ഷാബോർ അഫ്രോത്ത് പിതാക്കന്മാർ കേരളത്തിൽ വന്നതും മലയാള കലണ്ടറിന്റെ രൂപീകരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? രണ്ടും AD 825 കൊല്ലത്ത് വെച്ച് സംഭവിച്ചതല്ലേ? അതെ, ഈ ഒരു പ്രത്യേക സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഒരു പാരമ്പര്യം ഉണ്ട്. അത് യഹൂദ പാരമ്പര്യമാണ്. കാരണം ജനം ഇസ്രായേലും ഇസ്രായേൽ നിന്ന് പുറപ്പെടുമ്പോൾ ദൈവം പറയുന്നുണ്ടല്ലോ, ലെറ്റ് us start a calendar. കലണ്ടർ തുടങ്ങും. അപ്പൊ അവർ ഈ പുതിയ സ്ഥലത്ത് വന്നതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആ കലണ്ടർ അവർ സ്റ്റാർട്ട് ചെയ്തതാണെന്നാണ് പറയുന്നത്. മറ്റൊരാള് സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ അതിന് പ്രത്യേകിച്ച് എന്തിന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നും. പിന്നെ ഇപ്പൊ പലരും വ്യാഖ്യാന ഫാക്ടറിയിൽ പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കലണ്ടർ സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ളത് ഒരു 90% നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. കൊല്ലവർഷം എന്ന് പറയുന്നത്. പിന്നീട് അത് ഹിന്ദുക്കളുടെ കലണ്ടറായിട്ടൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ വസ്തുത അത് തന്നെയാണ്. അദ്ദേഹം ചോദിച്ചത് കറക്റ്റ് ചോദ്യം. ഓക്കെ, അടുത്തത് അങ്കമാലിയിൽ നിന്ന് ഒരു എൽദോ കിരിക്കാടൻ. സ്നാനത്തെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. യോഹന്നാൻ സ്നാപകൻ സ്നാനത്തെ കുറിച്ച് പ്രസംഗിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ കാലയളവിൽ യഹൂദ പാരമ്പര്യത്തിൽ നിലനിരുന്ന സ്നാനങ്ങളെ പറ്റി ഒന്ന് വിവരിക്കാമോ? യഹൂദ പാരമ്പര്യത്തിൽ പലതരം സ്നാനങ്ങൾ ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് നമ്മളിപ്പോ എന്തോ വിവരിക്കാനാണ്? കാരണം വിവിധ തരം സ്നാനങ്ങൾ, ഗുണീകരണ നിയമങ്ങൾ, ക്ഷാളനങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം അവരുടെ റാബിനിക് റിലീജിയനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അടുത്തൊരു വലിയൊരു എസ്സേ പോലെ ഒരു പരാതിയാണ്, ഭയങ്കര വലിയൊരു പരാതിയാണ്. എഴുതിയിരിക്കുന്നത് എബി ഫിലിപ്പാണ്. ചോദ്യം ഇതാണ്, ഭയങ്കര വലിയ ചോദ്യമാണ്. എനിക്ക് ഇന്നത്തെ ലൈവിൽ ഉന്നയിക്കാൻ ചില സംശയങ്ങൾ കൂടിയുണ്ട്. പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിലേക്ക് പോയ ഒരു ഫാമിലി, എക്സാമ്പിൾ ഫാദർ, മദർ, 2 ചിൽഡ്രൻ, മക്കൾക്ക് 8ഉം 10ഉം വയസ്സാണെന്ന് കരുതുക. മാതാപിതാക്കളുടെ വിവാഹം പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൽ നടന്നു. അവർക്ക് സുറിയാനി സഭയിലേക്ക് തിരിച്ചു വരാൻ മാതാപിതാക്കളുടെ വിവാഹം, കുട്ടികളുടെ മാമോദിസ ഇവ വീണ്ടും നടത്തേണ്ടി വരുമോ? ഒരു ഇത് വലിയ ചോദ്യം ആയതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്ത് ചോദിക്കാം. ഓക്കെ. അപ്പം നിശ്ചയമായിട്ട് നടത്തേണ്ടി വരും. കാരണം സുറിയാനി സഭയിലെ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു കൂദാശയാണ്. അപ്പൊ ആ കൂദാശയാണ് നൽകുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ പ്രൊട്ടസ്റ്റന്റിൽ അതൊരു കോൺട്രാക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഹിന്ദുക്കളിൽ നിന്നോ പിന്നെ മറ്റു വിഭാഗങ്ങളിൽ നിന്നോ ഒരാൾ പെന്തക്കോസ്റ്റിൽ ചെന്നാൽ ആ വിവാഹം അവര് വേറെ നടത്താറില്ല. പക്ഷേ സുറിയാനി സഭയിലേക്ക് വന്നാൽ ആ വിവാഹം ആശീർവദിക്കും, അത് കൂദാശയാണ്. അതുപോലെ മാമോദിസയും കൊടുക്കും വേറെ.
ഒരു തലമുറ കൂടി കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ കൂടി ഉൾപ്പെട്ടാൽ 6 പേരായി. അപ്പോൾ വല്യപ്പന്റെയും വല്യമ്മയുടെയും മാമോദിസ മുതൽ നടത്തേണ്ടി വരുമോ? നടത്തേണ്ടി വരും. മാമോദിസ എടുക്കാത്തവരെല്ലാം മാമോദിസ കൊടുക്കും. വേറൊരു കാര്യം കൂടി പറയട്ടെ. സുറിയാനി സഭയുടെ കണക്കുകളും കാര്യങ്ങളും സുതാര്യമാണ് എന്ന് ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങളോട് ചേർത്ത്. അത് ശരിയാണ്. പക്ഷേ മണർകാട് പള്ളിയിലോ കോതമംഗലം പള്ളിയിലോ കാര്യമായ സാമ്പത്തിക ബാധ്യതകൾ ജനങ്ങൾക്ക് വരുന്നില്ലെങ്കിലും 10ഉം 20ഉം ഇടവകക്കാർ മാത്രമുള്ള പള്ളികളിൽ വലിയ സാമ്പത്തിക ബാധ്യതകൾ ജനങ്ങൾക്ക് വരുന്നുണ്ട്. മാസവരി കുറഞ്ഞത് 500 രൂപ വെച്ച് വന്നാൽ 12 മാസം അത് തന്നെ 6000 രൂപയായി. കുടിശ്ശിക അടയ്ക്കാത്തത് കൊണ്ട് പല ആത്മീയ കാര്യങ്ങളും തടസ്സപ്പെടുന്നുമുണ്ട്. എക്സാമ്പിൾ, ഒരു കുട്ടിയുടെ മാമോദിസ കുടിശ്ശിക അടയ്ക്കാതെ നടത്തി കൊടുക്കില്ല. സുറിയാനി സഭയിൽ പെട്ട ഒരു കുട്ടിയുടെ പിതാവിന് കുടിശ്ശിക അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വരികയോ അല്ലെങ്കിൽ അയാൾക്ക് താല്പര്യമില്ലാതെ വരികയോ ചെയ്താൽ ആ കുട്ടിയുടെ ആത്മീയ കാര്യങ്ങൾ തടയുന്നത് ശരിയാണോ? അല്ലെങ്കിൽ അപേക്ഷയുമായി പള്ളി കമ്മിറ്റിയുടെ മുമ്പിൽ കാത്തു നിൽക്കണം. കമ്മിറ്റി കൂടിയാലും തീരുമാനം അനുകൂലമാവും എന്നുറപ്പില്ല. നാണക്കേട് വേറെയും. പണമില്ല എന്ന് വിളിച്ചു പറയാൻ പലർക്കും അഭിമാനക്കുറവുണ്ട്. എനിക്ക് 4 മക്കളുണ്ട്. ഓരോരുത്തരെയും മാമോദിസ മുക്കിയപ്പോൾ ഞാൻ അടച്ച കുടിശ്ശിക 10,000 രൂപയിൽ കൂടുതലാണ്. ജ്ഞാനായ സമുദായത്തിൽ നിന്നും മാറി വിവാഹം കഴിച്ച ഞാൻ തൊട്ടടുത്ത യാക്കോബായ പള്ളിയിൽ ചേർന്നു. 13 വീട്ടുകാരാണ് അവിടെ ഉള്ളത്. ചേരുമ്പോൾ ഡൊണേഷൻ 5000 വാങ്ങി. ഇതുകൊണ്ട് എന്റെ 4ാമത്തെ കുട്ടിയെ മാമോദിസ മുക്കാൻ എനിക്ക് 2 വർഷം കാത്ത് ഇരിക്കേണ്ടി വന്നു. കുടിശ്ശികയായി അടയ്ക്കേണ്ടി വന്നത് 16,500 രൂപ. തൊടുപുഴയിൽ ജോലി ചെയ്യുന്ന ഞാൻ നാട്ടിലില്ല. തൊടുപുഴയിൽ JSC കോൺഗ്രിഗേഷനിൽ പോകുന്നു, അവിടെയും സഹകരിക്കുന്നു. പണമില്ലാത്തത് കൊണ്ട് മാമോദിസ നടത്തി തരാമോ എന്ന് ചോദിച്ച് തിരുമേനിയെ വിളിച്ചു പള്ളിക്കാരുമായി സംസാരിക്കൂ എന്നാണ് മറുപടി. കണ്ണൂരിലെയും എന്റെ ഇടവക പള്ളിയിലെയും തൊടുപുഴയിലെ കോൺഗ്രിഗേഷനിലെയും മെത്രോപൊലിത്ത ഒരാൾ തന്നെയാണെന്ന് ഓർക്കണം. അവസാനം നാണക്കേട് കൊണ്ട് 16,500 രൂപയുണ്ടാക്കി അടച്ചിട്ടാണ് ഞാൻ കുട്ടിയുടെ മാമോദിസ നടത്തിയത്. ഇതൊക്കെ ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളാണ്. 2 വർഷം കൂതാശകളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്ന എന്റെ കുട്ടിക്ക് സഭയ്ക്ക് ഒരു കടപ്പാടുമില്ലേ? അത് വലിയ പരാതിയാണ്. എബി ഫിലിപ്പിന്റെ കാര്യത്തിൽ നമുക്ക് ദുഃഖമുണ്ട്. ഞാനിപ്പോ എബി ഫിലിപ്പിന്റെ മാമോദിസ നടന്നിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് മാമോദിസ നടത്താനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാമായിരുന്നു എന്നുള്ളതായി നമുക്കിപ്പോ അതിനകത്ത് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ അദ്ദേഹം മാമോദിസ നടത്തിയ സ്ഥിതിക്ക് നമുക്ക്. പക്ഷെ മാസവരി ഇപ്പൊ പെന്തക്കോസിലെ പിരിവനുസരിച്ച് ഇവിടുത്തെ 500 രൂപ പിരിവ് എന്ന് പറഞ്ഞാൽ 20 ഇടവക്കാരുള്ളടത്ത് 500 രൂപ വളരെ കുറവാണെന്നേ ഞാൻ പറയുള്ളൂ. തൊടുപുഴയൊക്കെ എന്ന് പറഞ്ഞാൽ കത്തോലിക്കരുടെ കേന്ദ്രമാണ്. അപ്പൊ അവിടെ ഈ സുറിയാനിക്കാരൊക്കെ കുറവാണ്. അപ്പൊ അവര് വളരെ ഫ്യൂ ഫാമിലീസ്, 13 ഫാമിലി ഉണ്ടെങ്കിൽ ആ പള്ളിയുടെ ചെലവും അച്ഛന്റെ ചെലവും ഒക്കെ നടക്കണ്ടേ. അപ്പം അവരൊരു മാസവരിയൊക്കെ കാണും അവിടെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്പം പ്രയാസമുണ്ട് ആത്മീയ കാര്യങ്ങൾക്ക്. എന്ന് പറഞ്ഞ് അവനവന്റെ ഇടവപ്പള്ളി അവനവൻ നടത്തുന്നു എന്നുള്ളതാണ്. അത് കുടുംബമായിട്ട് ബന്ധപ്പെട്ട് കണക്കാക്കുമ്പം അതൊരു അധിക ബാധ്യതയായിട്ട് തോന്നത്തില്ല. നമ്മുടെ വീട്ടിലെ കാര്യം നടത്തുന്ന പോലെ തന്നെ പള്ളിയിലെ കാര്യം. ഓക്കെ, അടുത്ത ഒരു ചോദ്യം. തങ്കു, ടിനു എന്നിവരുടെ 2020 പ്രവചനം തെറ്റി എന്ന് പറയുന്ന ഗ്ലോറിയസുകാർ സുഗതനെ കുറിച്ച് എന്ത് പറയുന്നു? സുഗതന്റെ കെട്ട് പൊട്ടുമോ? ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പ്രവചനത്തെ കുറിച്ച് എന്ത് പറയുന്നു? സുഗതന്റെ ഉദ്ദേശിച്ചതായിരിക്കും അവിടെ സജിത് ബ്രദറിന്റെ ഉദ്ദേശിച്ചതായിരിക്കും തോന്നുന്നത്. സജിത്തിന്റെ പ്രവചനം എനിക്ക് ഒരാൾ അയച്ചു തന്നായിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ചൈനയും ഇന്ത്യയുമായിട്ട് 2020 അവസാനിക്കുന്നതിന് മുമ്പ് എന്തോ ഒരു സമാധാനം ഉണ്ടാകുമെന്നാണ്. ഇപ്പൊ 2020 അവസാനിച്ചിട്ടില്ല, 2020 അവസാനിക്കുന്നതിന് മുമ്പെന്നാണ് ടിനു പ്രവചിച്ചപ്പോ പറഞ്ഞത്. 2020 ഓരോ ദിവസവും അനുഗ്രഹമായിരിക്കും. 2020 ഓരോ ദിവസവും ഈച്ച് ആൻഡ് എവരി സിംഗിൾ ഡേ എന്നാണ് പറഞ്ഞത്. 2020 പകുതി കഴിഞ്ഞു. അതുകൊണ്ട് ടിനുവിന്റെ പ്രവചനം തെറ്റി. സജിത്തിന്റെ പ്രവചനം തെറ്റണമെങ്കിൽ ഇനിയുണ്ട് 5 മാസം. 2020 അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ചൈനയും ഇന്ത്യയുമായിട്ടൊരു സമാധാനം ഉണ്ടാകുമെന്നാണ് സജിത്ത് പ്രവചിച്ചത്. പിന്നെ രണ്ടാമത് സജിത്ത് അതൊരു പെന്തക്കോസ്റ്റൽ ഇൻഫ്ലുവൻസിലുള്ള പ്രവചനമാണ്. പെന്തക്കോസ്റ്റിൽ നിന്ന് മാറിയല്ലേ ഉള്ളൂ. ഈ പ്രവചനമൊക്കെ നന്നാവും. ഇല്ല, പിന്നെ സ്റ്റക്കായി പോയി തോന്നുന്നു.
ഹലോ. കേൾക്കാമോ? കേക്കാം. ഒരു ചെറിയൊരു എറർ വന്നു. ഓക്കെ. അടുത്ത ചോദ്യം, പെന്തക്കോസുകാരോട് എന്താണ് ഇത്ര വിരോധം? എല്ലാ ഗ്ലോറിയസുകാരും എപ്പോ സംസാരിച്ചാലും പെന്തക്കോസുകാരോട് ഒരുപാട് വിരോധമായി സംസാരിക്കുന്നു. ഇല്ല, പെന്തക്കോസ്തുകാരോട് അങ്ങനെ വിരോധമില്ല. സത്യത്തിൽ പെന്തക്കോസ്തുകാരുടെ സ്നേഹമാണ്. എനിക്ക് പെന്തക്കോസ്തുകാരോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പെന്തക്കോസ്തു പോലെ ഒരു നല്ല കമ്മ്യൂണിറ്റി, അതിന്റെ നന്മകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമുക്ക് ഫെയ്ത്ത്, ഡോക്ട്രിൻ, തിയോളജി ഇതൊക്കെ ഇത്രയും സജീവമായിട്ട് ചർച്ചയാക്കാൻ പറ്റുന്നതും അത് ലിസൺ ചെയ്യുന്നതും അതിന് പ്രാധാന്യം കൊടുക്കുന്നതും ഒക്കെ അവരല്ലേ. അപ്പൊ അവരുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വന്നത്. അപ്പൊ അതൊക്കെ ഒരു നല്ല ഇതാണ്, നന്മയാണ്. പിന്നെ പെന്തക്കോസ്തുകാർ പിന്നെ അതുപോലെ ആളുകളെ അവരുടെ ആളുകളെ ആണെങ്കിലും അവരുടെ ശുശ്രൂഷകന്മാരാണെങ്കിലും സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇതുണ്ട്. ഒക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട് അവർക്ക്. പിന്നെ അവരുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാത്രമേ രക്ഷിക്കപ്പെട്ടവരുള്ളൂ എന്ന് ആ എക്സ്ക്ലൂസീവ്സമാണ്, അവരുടെ ആ കടുംപിടുത്തമാണ്. എന്നിട്ട് മറ്റു വിഭാഗങ്ങളെ അവരാണ് വെറുപ്പോടെ നോക്കുന്നത്. ഒരു കത്തോലിക്കരെയോ യാക്കോബായക്കാരെയോ ഓർത്തഡോക്സുകാരെയോ മാർത്തോമാക്കാരെയോ ഒന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവരെ എതിർക്കുന്നത്. അവർ ആ മനോഭാവം മാറ്റിയാൽ അവരെ അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ പെന്തക്കോസ്തുകാരുടെ ഇവിടെ എനിക്ക് വ്യക്തിപരമായിട്ടൊരു പിണക്കമില്ല. പക്ഷെ പെന്തക്കോസ്തുകാര് മാർത്തോമാക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർ രക്ഷിക്കപ്പെട്ടതല്ലെന്നല്ലേ പറയുന്നത്. അപ്പൊ അവരെ ഒരു ക്രിസ്തീയ സഭയായിട്ട് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആരുടെ മനസ്സിലാ പ്രശ്നം? പെന്തക്കോസ്തുകാരുടെ മനസ്സിലാണോ മാർത്തോമാക്കാരുടെ മനസ്സിലാണോ? ഓർത്തഡോക്സിലെ ഈവൻ അച്ഛന്മാരും തിരുമേനിമാരും പോലും പെന്തക്കോസ്തുകാരുടെ എത്ര ഔദാര്യപരമാണ്, നയമാണ് കഴിഞ്ഞ നാളുകളിൽ എടുത്തിട്ടുള്ളത്. പെന്തക്കോസ്തുകാരുടെ പാട്ട് പാടുമ്പം പാടരുതെന്ന് ഇതുവരെ ഒരു തിരുമേനിയും വിലക്കിയിട്ടില്ല. യാക്കോബായിലെ ഒരു പാട്ട് ഒരു കുഴപ്പമില്ലാത്ത ഒരു പാട്ടാണെങ്കിലും പെന്തക്കോസ്തുകാരുടെ ഒരു മീറ്റിംഗിൽ പോയി പാടിയാലോ? ഇപ്പൊ പെന്തക്കോസ്തുകാർ ആ ട്യൂണിലൊക്കെ പാട്ടുണ്ടാക്കി പാടുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് പെന്തക്കോസ്തുകാര് നിങ്ങളുടെ നയം മാറ്റണം. പെന്തക്കോസ്തുകാർ എന്ത് ചെയ്യണം? കാലോചിതമായി നിങ്ങൾ മാറിയേ മതിയാവൂ. കാലം മാറി. അതുകൊണ്ട് നിങ്ങൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ തീരുമാനം എടുക്കണം, നമുക്കും ഒരു ക്രിസ്തീയ സഭയാകണം. നിങ്ങൾ ക്രിസ്തീയ സഭയല്ലെന്ന് പാസ്റ്റർ KCON പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ പിടിച്ച് മുക്കുന്നോണ്ടാണ് നിങ്ങൾ ക്രിസ്തീയ സഭയല്ലാത്തത്. കാരണം ലോകത്ത് പ്രധാനപ്പെട്ട ക്രിസ്തീയ സഭകളുണ്ട്. നിങ്ങൾക്ക് ക്രിസ്തീയ സഭയാണെങ്കിൽ ആദ്യം നിങ്ങൾ ആ സഭകളെ അംഗീകരിക്കണം, അതിനെ ആദരിക്കണം, അതിനെ മാനിക്കണം, അതിലെ അംഗങ്ങളെ. എന്നിട്ട് നിങ്ങളും ഒരു ക്രിസ്തീയ സഭയായിട്ട് നിലനിൽക്കണം. അപ്പോൾ സഭകൾ തമ്മിലുള്ള ഡയലോഗുകളും നിങ്ങളെ നിശ്ചയമായിട്ട് ഉൾക്കൊള്ളും അവരും. അങ്ങനെ ഒരു ഐക്യവും സമാധാനവും ഒക്കെ ഉണ്ടായിട്ട്, അല്ലാതെ ഉണർവാണെന്ന് പറഞ്ഞ് മറ്റു സഭയിൽ നിന്നുള്ള ആളുകളെ പിടിക്കുന്നേ. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം, അവരെ ഓർത്തഡോക്സ് സഭ ഒരു ക്രിസ്തീയ സഭയായിട്ട് നിങ്ങൾ അംഗീകരിച്ചിട്ട് നിങ്ങൾ അക്നോളജ് ചെയ്യുക. കത്തോലിക്ക സഭയെ നിങ്ങൾ അംഗീകരിക്കുക. അപ്പൊ നിങ്ങളെ അവരും അംഗീകരിക്കും. പ്രശ്നം തീർന്നു. നിങ്ങൾക്കും ഒരു സ്പേസ് ഉണ്ട് സൊസൈറ്റിയിൽ. പക്ഷെ ഇപ്പൊ നിങ്ങൾ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന തന്നെ, എന്നിട്ട് വീണ്ടും നിങ്ങളെ അംഗീകരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പാടില്ല. കാരണം എനിക്ക് സുബോധം വന്നപ്പോൾ ഞാൻ അതിനെ എതിർക്കാൻ തുടങ്ങി. കാരണം ക്രിസ്ത്യാനിറ്റിക്കകത്ത് ഈ വലിയ ക്ലാഷ് ഉണ്ടാക്കുന്നത് പെന്തക്കോസ്റ്റ് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് കിട്ടിയത് മോട്ടിച്ചു പോയ ആളുകൾ മതി, നമ്മൾ ആടുമോഷണം നിർത്തുക, നമ്മൾ അവരെ അംഗീകരിക്കുക. അപ്പൊ അങ്ങനെ ഡീസന്റ് ആകാൻ നോക്കുക. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഈ മർത്തോമ സഭയെ പറ്റി ചോദിച്ചപ്പോൾ സുറിയാനി ഉപദേശം മർത്തോമ സഭ ഫോളോ ചെയ്യുന്നുണ്ടോ? മർത്തോമ സഭയെ ഗ്ലോറിയസ് ഗോസ്പൽ ഒരു അപ്പോസ്തോലിക സഭയായി അംഗീകരിക്കുന്നുണ്ടോ? മാർത്തോമ സഭയെ നമ്മൾ അപ്പോസ്തോലിക സഭയായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അപ്പോസ്തോലിക സഭയല്ലേ മാർത്തോമ സഭ. അപ്പോസ്തോലിക് സക്സഷനും മൂറോനും മാമോയിസയും ഒക്കെ ഉള്ള ഒരു സഭ തന്നെയാണ്. പിന്നെ മാർത്തോമ സഭയിലെ അവർക്ക് ഇതില്ല, മധ്യസ്ഥ പ്രാർത്ഥന ഇല്ല, പിന്നെ കവറുങ്കൽ ധൂപ പ്രാർത്ഥന ഇല്ല. ആ രണ്ട് കാര്യങ്ങൾ അതാണ് ഹോളി ട്രഡീഷനാണ്. മാർത്തോമയിലെ ആർജവത്വമുള്ള ഒരു തലമുറ അതിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ കുപ്പായം മോഷ്ടിച്ച ബിലീവേഴ്സിലെ APയുമായി
ബിലീവേഴ്സിലെ മെത്രോപൊലിത്തയുമായി ചർച്ചയ്ക്ക് വന്നിരുന്നത് ശരിയായില്ല. കുപ്പായ മോഷണമാണ് ഉദ്ദേശിച്ചത്. ചോദ്യം കേട്ടായിരുന്നോ? ഇന്ത്യൻ ഓർത്തഡോക്സ് സഭക്കാരുടെ കുപ്പായം മോഷ്ടിച്ചുകൊണ്ട് ബിലീവേഴ്സിലെ ആളുകൾ കുപ്പായം മോഷ്ടിച്ചു എന്നാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ കുപ്പായം മോഷ്ടിച്ചു എന്നുള്ളൊരു പരാതിയാണ്. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവരുടെ കുപ്പായം തികച്ചും വ്യത്യസ്തമാണ്. എനിക്ക് തോന്നുന്നത് കുറെ കൂടെ ഈസ്റ്റേൺ ഓർത്തഡോക്സിന്റെ ഒരു സ്റ്റൈലൊക്കെയാന്ന് തോന്നുന്നു അവരുടെ കുപ്പായം തൊപ്പിയും. ഇന്ത്യൻ ഓർത്തഡോക്സിന്റെ തൊപ്പിയും കുപ്പായം ഒന്നും അല്ല, അവരുടെ വ്യത്യസ്തമാണ്. ഓക്കെ, അടുത്തൊരു വളരെ ഒരു ചോദ്യമാണ്, ഒരു കാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. സുറിയാനി സഭയിലെ ഇപ്പോഴുണ്ടായിരിക്കുന്ന കലഹങ്ങളും രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളിൽ പ്രായോഗികമായി ഗ്ലോറിയസ് ഗോസ്പലിന് എന്ത് പരിഹാരമാണ് പറയാനുള്ളത്? അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനുള്ള ഗ്ലോറിയസ് ഗോസ്പലിന് പറയുന്ന പരിഹാരം എന്താണ്? പ്രായോഗിക പരിഹാരം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രായോഗിക പരിഹാരം എന്ന് പറഞ്ഞാൽ മലങ്കരയിൽ ഒരു സഭയുള്ളത് അംഗീകരിക്കുക. മലങ്കര സഭ യുണൈറ്റ് ആയിട്ട് നിൽക്കുക. അതൊരു ഫാമിലിയാണ്. അതൊരു ഫാമിലി ആയിട്ട് ഒന്നായി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹ ബന്ധവും എല്ലാം ധാരാളം ഉണ്ട്. ഇത് ഒന്നായി തീരാനുള്ള യാതൊരു തടസ്സവും ഞാൻ കാണുന്നില്ല. അപ്പൊ ഈ ക്ലാഷ് അവസാനിപ്പിക്കുക. പിന്നെ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ വിഷയത്തിലാണ് ഈ തർക്കങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയ്ക്ക് ഈ 1934 ഭരണഘടന നൽകുന്ന അവകാശ അധികാര അംഗീകാരങ്ങൾ കൊടുത്താൽ തന്നെ ഈ പ്രശ്നങ്ങൾ തീരും. ഇവിടെ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. 1934 ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ പരിശുദ്ധ കാതോലിക്ക ബാവായ്ക്ക് അവകാശ അധികാര അംഗീകാരങ്ങളെ പറ്റിയൊക്കെ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. അത് അത്രയും ആവശ്യമേ ഉള്ളൂ. അതിൽ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായും പൂർണ്ണ സംതൃപ്തനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ അദ്ദേഹം ഇവിടെ കൂടുതൽ അവകാശം വേണമെന്നോ അധികാരം വേണമെന്നോ എന്ന് പറഞ്ഞ് ഒരു തരത്തിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പക്ഷത്തു നിന്നാണ് അതിനുള്ളൊരു മുൻകൈ ഉണ്ടാകേണ്ടത്. എല്ലാവരെയും ഒന്നാമത് അവരാണല്ലോ കേസ് ജയിച്ചിരിക്കുന്ന ആളുകളാണ് മുൻകൈ എടുക്കേണ്ടത്. അവര് മുൻകൈ എടുത്ത് ഈ സമൂഹത്തില് ഒരു അവമതിപ്പ് ഉണ്ടാകാതെയും അതുപോലെ തന്നെ ഈ തമ്മിത്തല്ലി കൂട്ടം കുത്തിയ കൊല വാടത്തേ. അതുകൊണ്ട് ഇവരെ യോജിക്കുക. കാരണം ഈ കാലഘട്ടത്തിൽ വലിയ ചലഞ്ചുകളാണ്. ഫ്യൂച്ചറിനെ ഓർക്കുക. പുറകിലുള്ളത് ഓർത്താൽ ഈ എന്തെല്ലാം കാര്യങ്ങൾ ഓർത്ത് അന്ന് അങ്ങനെ നടന്നു, ഇന്നിങ്ങനെ നടന്നു, 58 അങ്ങനെ നടന്നു, 64 അങ്ങനെ നടന്നു, ഇതൊക്കെ തന്നെ പൗലോസ് ശ്ലീഹ പറഞ്ഞതാണ് ഫോർമുല. പിന്നിലുള്ളത് മറന്ന് മുന്നിലുള്ള ആ ലാക്കിലേക്ക് പരമവിളിയുടെ ലാക്കിലേക്ക് ലക്ഷ്യം വെച്ച് ഓടുക. മുമ്പിൽ പറഞ്ഞാൽ നമ്മുടെ തലമുറകളാണ്. ഇനി വരാനുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ വലിയ വെല്ലുവിളികളുടെ കാലഘട്ടമാണ്. യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ സംഭവിച്ചത് അൺചർച്ച്ഡ് ആയി പോയി. ജനമൊക്കെ പള്ളി വിട്ടു ഒക്കെ പോയി. എല്ലാ കാലത്തും പള്ളിയും പുരോഹിതന്മാരുമായിട്ട് ഈ ജനം നിൽക്കുമെന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. അപ്പൊ ഈ കമ്മ്യൂണിറ്റിയെ അഴിക്കുവാൻ, ഈ കമ്മ്യൂണിറ്റി ഇല്ലാതായി കഴിയുമ്പം ആ കമ്മ്യൂണിറ്റിയുടേതായ കോടിക്കണക്കിന് വസ്തുക്കൾ തങ്ങൾക്ക് സ്വന്തമാക്കാം അല്ലെങ്കിൽ തങ്ങളുടെ മക്കൾക്ക് സ്വന്തമാക്കാം എന്ന് കരുതി കൗശലത്തോടെ നിൽക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം ഉണ്ട് അതിനകത്ത്. അവരാണ് ഈ ഐക്യത്തിന് തുരങ്കം വെക്കുന്നത്. അല്ലാതെ അടിസ്ഥാനപരമായിട്ട് മലങ്കരയിൽ ഒരു പ്രശ്നവും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഈ മലങ്കരയിലെ പ്രശ്നം വളരെ കൂലങ്കൂഷമായിട്ട് തലങ്ങും വിലങ്ങും തിരിച്ചും മറിച്ചും തലകുത്തിന്നും ഒക്കെ വായിച്ചു നോക്കിയിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഒരു പ്രശ്നവും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവർക്കെല്ലാം വൈകാരികമായിട്ടാണ് അവിടെ ഔഗേംബാവ വന്നപ്പോ കാപ്പി വടിക്ക് അടിച്ചു. ഇങ്ങനത്തെയൊക്കെ കാപ്പി വടിക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഔഗേംബാവ കാതോലിക്ക ബാബ ആയി പുറവപ്പള്ളി തന്നെ പിന്നെ ചെന്നു പുറവങ്കാരെ സ്വീകരിച്ചു. പുറവങ്കാരെ ആയിരുന്നു ഔഗേംബാവയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇടവക എന്ന് പറഞ്ഞു. ഔഗേംബാവയുടെ കൂടെ നടന്ന ഒരു അച്ഛൻ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഔഗേംബാവയെ അസിസ്റ്റ് ചെയ്ത് ഔഗേംബാവയുടെ കൂടെ പുറത്ത് പോയിട്ടുള്ള ഒരു അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല. പാസ്റ്റിൽ, അതായത് പൗലോസ് ശ്ലീഹ പറഞ്ഞ പോലെ തന്നെ നീ യഹോവയായ ദൈവം പറയുന്നത് പൂർവിക കാര്യങ്ങൾ നീ അനുസ്മരിക്കുകയോ അവ നിന്റെ മനസ്സിലേക്ക് വരികയോ ഇല്ല. ഞാൻ ജെറുസലേമിനെ ഒരു ആനന്ദമായും അവളുടെ ജനത്തെ ഒരു ആഹ്ലാദമായും പുനഃസൃഷ്ടിക്കുന്ന ദിവസം വരുന്നു.
അപ്പൊ ജനത്തിന്റെ ഇടയിൽ യൂണിറ്റിയും ആ ജോയും ആ യൂണിറ്റിയുടെ ആഹ്ലാദവും ഉണ്ടാകണമെങ്കിൽ ഒരു കാര്യം, പൂർവിക കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരികയോ അത് ഓർത്തുകൊണ്ടിരിക്കുകയോ ചെയ്യരുത്. പിന്നെ ഇനി പാത്രീർക്കീസ് ബാവ ഇവിടെ അധികാരത്തിൽ കൈകടത്തു ഒരിക്കലും ഇല്ല. കാരണം ഒരു വ്യക്തമായ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാകുമ്പം നിർവചിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളല്ലാതെ ഒന്നും ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. പഴയ കാലത്ത് കമ്മ്യൂണിക്കേഷൻ, ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെയുള്ള കാലഘട്ടത്തിൽ അങ്ങനെ പലതും നടന്നെങ്കിൽ ഇനി അങ്ങനെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാതെ പഴയ കാര്യം പറഞ്ഞ് ഭിന്നതകൾ ഉണ്ടാക്കാതെ പുതിയ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി ഇപ്പൊ തന്നെ അമേരിക്കയിലെ ഓർത്തഡോക്സ് പള്ളികളിൽ എത്ര ചെറുപ്പക്കാര് ഓർത്തഡോക്സ് പള്ളിയിൽ നിൽക്കും? ഒരു ഓൾഡർ ജനറേഷൻ ഉണ്ട്. ആ ജനറേഷൻ കഴിഞ്ഞാൽ ഈ ന്യൂ ജനറേഷൻ എവിടെ നിൽക്കും? ന്യൂ ജനറേഷനിൽ പലരും ഈ ന്യൂ ജനറേഷൻ ചർച്ചുകളിൽ പോകുന്നവരുണ്ട്, പലരും അൺചർച്ചിലാണ്, ഒരു ചർച്ചിലും പോകാത്തവരുണ്ട്. അവരെല്ലാം വിശ്വാസത്തിൽ നിന്നെല്ലാം കൊഴിഞ്ഞു പോകും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ജനറേഷനും വിശ്വാസത്തിൽ നിൽക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിച്ച് അവർ യുണൈറ്റ് ആയിട്ട് വരും തലമുറയ്ക്ക് വേണ്ടി ഒരൊറ്റ കാര്യം എനിക്കുള്ളൂ, വരും തലമുറയ്ക്ക് വേണ്ടി ഈ ഓർത്തഡോക്സിയെ നിലനിർത്താൻ, വരും തലമുറയെ അൺചർച്ചഡായി പോകാതെ പിടിച്ചു നിർത്താൻ അതിനുവേണ്ടിയുള്ള കൂട്ടായ പരിശ്രമമാണ് വേണ്ടത്. അതുകൊണ്ട് രണ്ടു കൂട്ടരും യോജിക്കണം. ഇത് പിന്നെ ഇറ്റ്സ് എ ഹൈ ടൈം. അപ്പൊ അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. അവർ ഒന്നിച്ചേ മതിയാവൂ. ഒറ്റ സഭയെ മലങ്കരയിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് പിന്നെ മറ്റുള്ളവരെ അപമാനിക്കുക, ചവിട്ടി താഴ്ത്തുക, അതെല്ലാം വിട്ടിട്ട് സമാധാനപരമായ ഒരു ഐക്യത്തിലേക്ക് വരണം. അതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ നമുക്കൊന്നും പറയാനില്ല. ബാക്കിയെല്ലാം അവരുടെ അധികാരമുള്ളവരുടെ കയ്യിലായിരിക്കുന്നത്, അവരത് ചെയ്യട്ടെ. അതെ, പുനലൂരിൽ നിന്ന് ഒരു സതീഷാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനൊരു ഹിന്ദു കൺവേർട്ടഡ് പെന്തക്കോസ്താണ്. എനിക്ക് ഈ ഗ്ലോറിയസ് ഗോസ്പൽ വഴി സുറിയാനി ഉപദേശത്തെ കുറിച്ച് കൂടുതൽ അറിയാനിടയായി. എനിക്ക് സുറിയാനി സഭയിൽ അംഗത്വം കിട്ടുന്നു? സുറിയാനി സഭയിൽ അംഗത്വം കിട്ടും. അത് പുനലൂർ അവിടെ ഏതെങ്കിലും പള്ളിയിൽ ചോദിച്ചാൽ മതി. അത് പിന്നെ ഓർത്തഡോക്സ് സഭകള് അങ്ങനെ പിന്നെ ഹിന്ദു ഭാഗത്തു നിന്നുള്ള അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഓർത്തഡോക്സ് സഭയുടെ ആ ഒരു ഇൻ നേച്ചർ അത് കൂടുതൽ ഒരു ഇവാഞ്ചലിക്കൽ സ്വഭാവം ഇല്ലെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷെ അവിടെ ചോദിക്കുന്നവർക്ക് അഡ്മിഷനൊക്കെ കൊടുക്കും. നിർബന്ധമാണെങ്കിൽ അവിടെ ചേരാം. അല്ലെങ്കിൽ പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് മലങ്കര റീത്ത്. മലങ്കര റീത്ത് കുറെ കൂടെ ഈസി ആയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യും. ഇനി അല്ലെങ്കിൽ ബിലീവേഴ്സ് ചർച്ച് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം ചോദിച്ചിരിക്കുന്ന സതീഷ് ഒരു തരത്തിലും നിരാശപ്പെടേണ്ട. ഈ ചർച്ചകളെല്ലാം തന്നെ സതീഷിനെ അക്സെപ്റ്റ് ചെയ്യും. ഏത് ചർച്ച വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ളത് സതീഷിനെ പോലെയുള്ളവർക്ക് ഒരു അഡാപ്റ്റബിലിറ്റി ഇഷ്യൂ ഉണ്ടാകത്തില്ല. ബിലീവേഴ്സ് ചർച്ചിലാണ് ജോയിൻ ചെയ്യുന്നത്. ഇല്ല, ഒരുപാട് പേര് ഇങ്ങനെ ഈ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു സംശയത്തിൽ പല ആളുകളും ഇങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഗ്ലോറിയസ് ഗോസ്പലിലെ പല ആളുകളും ഗ്ലോറിയസ് ഗോസ്പലിലെ ബന്ധങ്ങൾ ഉപയോഗിച്ച് പല സ്ഥലങ്ങളിലും മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും മെമ്പർഷിപ്പുമായിട്ടുള്ള പരാതികളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ ഗ്ലോറിയസ് ഗോസ്പൽ നേരിട്ട് കൊടുക്കുന്നില്ല, റിക്രൂട്ട് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഒരു സഹായകരം എന്ന രീതിയിൽ ഗ്ലോറിയസ് ഗോസ്പലിൽ പല ആൾക്കാരെയും പല ചർച്ചകളിലേക്കും നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഗ്ലോറിയസ് ഗോസ്പലിലെ മെസ്സഞ്ചറിലോ വാട്സപ്പിലോ ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണം മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും സംശയങ്ങൾക്ക്. അതേപോലെ അടുത്തൊരു ചോദ്യം ഒരു പെന്തക്കോസുകാരന്റെ ചോദ്യമാണെന്ന് തോന്നുന്നു. സുറിയാനി സഭ പെന്തക്കോസുകാർ ഇന്ത്യയിൽ ചെയ്തത്രയും സുവിശേഷീകരണം ചെയ്തിട്ടുണ്ടോ? സുറിയാനി സഭ അങ്ങനത്തെ പ്രവർത്തനങ്ങൾ അധികം നടത്തിയിട്ടില്ല. അപ്പോൾ അത് ചെയ്യുന്നത് പെന്തക്കോസുകാരാണ് എന്നുള്ള ഒരു ക്ലെയിമാണ് പറഞ്ഞിരിക്കുന്നത്. പെന്തക്കോസുകാർ അത് ചെയ്യുന്നുണ്ടെങ്കിലും അത് അവര് ഒരു ഒത്തിരി നാശവും ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ ആ പെന്തക്കോസിലെ അദ്ദേഹം നിന്നിട്ട് മൂക്കി മാസ്ക് വെക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അമാതൃകകളായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ നിലനിന്നിരുന്ന വലിയ ഒരു സാമുദായിക സൗഹാർദ്ദം ഈ തകർക്കുന്നതിൽ പെന്തക്കോസിന്റെ എക്സ്ക്ലൂസീവിസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മതം ഏതാണെന്ന് നമ്മൾ അന്വേഷിക്കത്തേ ഇല്ല. ഒരുമിച്ച് അയൽപക്കംകാരെല്ലാം എത്രയോ സ്നേഹത്തിലാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ
വളരെ സ്നേഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണവും കയറ്റവർക്കവും ഇന്ന് അതൊന്നും ഇല്ല. ഇന്ന് ഹിന്ദുക്കളോട് മാത്രമേ ഉള്ളൂ. പിന്നെ നായന്മാർ അവരുടേതായി, പിന്നെ ഈഴവർ അവരുടെ ഇതിലായി. അപ്പൊ ഓരോരുത്തരും അവരവരുടെ സ്വന്തം വിഭാഗത്തിൽ മാത്രം സഹകരിക്കുന്ന വിധത്തിൽ സത്യത്തിൽ കാലം പുരോഗമിച്ചപ്പോൾ കുറെ കൂടെ ജനം പുരോഗമിക്കുമായിരുന്നു. ഇത് സത്യത്തിൽ വലിയൊരു അധപ്പതനം ഉണ്ടായത്. ഈ അധപ്പതനം ഉണ്ടായത് എക്സ്ക്ലൂസീവിസം കൊണ്ടാണ്. റിലീജിയസ് എക്സ്ക്ലൂസീവിസം. അത് ഈ മുജാഹിദീനുകളാണ് മുസ്ലിങ്ങളുടെ ഇടയില്. ഈ ജമാഅത്തെ എന്നൊക്കെ പറഞ്ഞ് അവർ വന്നു. നേരത്തെ മുസ്ലിങ്ങൾക്ക് ആ കുഴപ്പമില്ലായിരുന്നു, അവരെല്ലാവരോടും സഹകരിക്കുകയും പഴയ മുസ്ലിങ്ങൾ. പക്ഷെ അവർ വന്നിട്ട് ഈ മതപരിവർത്തനം അജണ്ടയോടുകൂടെ നമ്മൾ നമ്മുടേത് എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം മുസ്ലിങ്ങൾ വ്യാപകമായിട്ട് കൊണ്ടുവന്നു. പണ്ടങ്ങനെ എല്ലാവരും മുസ്ലിങ്ങളൊക്കെ വളരെ സ്നേഹമുള്ളവരും സഹകരിക്കുന്നവരും അതായിരുന്നു. അപ്പൊ ഈ എക്സ്ക്ലൂസീവിസം, റിലീജിയസ് എക്സ്ക്ലൂസീവിസം വളരെ വലിയ തോതിൽ സാമുദായിക സൗഹാർദ്ദത്തെ തകർത്തു. അതിന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഈ പെന്തക്കോസ്തുകാരാണ്. അതുപോലെ പെന്തക്കോസ്തിൽ സ്വാധീനത്തിൽ കുറച്ച് കൂട്ടായ്മകൾ മാർത്തോമായിലും ഒക്കെ ഉണ്ടായി. അവരുടെ ആശയ പ്രചരണങ്ങളും വളരെ വലിയ തോതിൽ സ്വാധീനിച്ചു. അങ്ങനെ ക്രിസ്ത്യാനികൾ തങ്ങളിലേക്ക് ഒതുങ്ങി, ഹിന്ദുക്കൾ അവരിലേക്ക് ഒതുങ്ങാൻ നിർബന്ധിതരായി. കാരണം ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഈ രീതി വന്നപ്പോൾ അവർക്കും ഒതുങ്ങേണ്ടി വന്നു. അങ്ങനെ കേരളം ഇന്ന് വളരെ ക്ലിയർ ആയിട്ട് 3 വിഭജിക്കപ്പെട്ടു. അങ്ങനെ അല്ലായിരുന്നു കേരളം. അപ്പൊ കേരളത്തിന് ഒരിക്കലും പുരോഗതി അല്ല ഉണ്ടായത്, വലിയ വലിയ അധപ്പതനം ഉണ്ടായത്. കാരണം ഈ കാലം പുരോഗമിച്ചു. ഞാനൊക്കെ ചിന്തിക്കുന്നത്, എന്റെയൊക്കെ ചെറുപ്പത്തിൽ മൊബൈൽ ഫോൺ പോയിട്ട് സാധാരണ ഫോൺ പോലും ഇല്ല. ഇന്ന് ഇത്രയും എല്ലാ തരത്തിലും വികസനവും പുരോഗതിയും വന്നിട്ട് മനുഷ്യർ തമ്മിലുള്ള റിലേഷൻഷിപ്പില് ഭയങ്കര നമ്മള് പിന്നോട്ട് പോയി. എന്ന് പുരാതന ഗോത്രവർഗ സംസ്കാരത്തിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഗോത്രക്കാരനെ കണ്ട മറ്റേ ഗോത്രക്കാരനെ അമ്പയി, അത്രേ ഉള്ളൂ, ചോദ്യം പറച്ചിലും. അപ്പൊ ആ ഒരു രീതിയിലോട്ട് കേരളം പോയി. അതിനിപ്പം എന്താ റെമഡി എന്ന് എനിക്കറിയത്തില്ല. ഈ റിലീജിയസ് എക്സ്ക്ലൂസീവിസമാണ്. അത് പെന്തക്കോസ്തുകാർ മറക്കരുത്. അത് പെന്തക്കോസ്തൽ ഉപദേശത്തിന്റെ ഒരു സത്യത്തിൽ പെന്തക്കോസ്റ്റൽ ഉപദേശം അല്ല, അത് ബ്രദറൻ ഉപദേശമാണ്. പെന്തക്കോസ്തുകാർ തങ്ങളുടെ ഉപദേശം അല്ലാത്ത ബ്രദറിന്റെ ഉപദേശം എടുത്തു എന്നുള്ളതാണ് പെന്തക്കോസ്തുകാർക്ക് പറ്റിയത്. ലോകത്തൊരിടത്തും ഈ പെന്തക്കോസ്തുകാർക്ക് ഈ ഉപദേശം ഇല്ല. അത് ഇനിയെങ്കിലും പെന്തക്കോസ്തുകാർ മനസ്സിലാക്കണം. അതായത് നിങ്ങൾ പിടിച്ചിരിക്കുന്ന വേർപാട് എന്ന് പറയുന്ന ഉപദേശം നിങ്ങളുടേതല്ല, അത് ബ്രദറൻകാരുടെ. ചില പള്ളിയിലൊക്കെ ചെന്നിട്ട് ആളുകൾ ചെരുപ്പ് മാറിയിട്ടുകൊണ്ട് പോകുന്ന പോലെ ബ്രദറൻകാരുടെ സാധനമാണ് നിങ്ങളുടെ ഇരിക്കുന്നത്. ലോകത്തൊരിടത്തും പെന്തക്കോസ്തുകാർ പിടിക്കാത്ത, പ്രചരിപ്പിക്കാത്ത ഒരു ഉപദേശമാണ് നിങ്ങൾ ഈ പറയുന്ന ഈ സെപ്പറേഷനും എക്സ്ക്ലൂസീവ്സും. ലോകത്ത് മറ്റിടത്തൊക്കെ പെന്തക്കോസ്തുകാർ അങ്ങനെയല്ല, നല്ല മനുഷ്യപ്പറ്റുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളും നല്ല പെന്തക്കോസ്തുകാരാകാൻ നോക്കുക. അതായത് ഈ ബ്രദറൻകാരുടെ നിന്ന് കിട്ടിയ ഈ 2 ശീലങ്ങൾ കളയാൻ നോക്കുക. അതാ കേരളത്തെ തകർത്തത്. മറ്റൊരാളൊരു കൺസേൺ ആണ് പറഞ്ഞിരിക്കുന്നത്. കുവൈറ്റിൽ നിന്നാണ് ഒരാള് പറഞ്ഞിരിക്കുന്നത്, എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അനേകർ പെന്തക്കോസ്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. ഗ്ലോറിയസ് ഗോസ്പലിന്റെ വീഡിയോസ് എല്ലാം കാണുമ്പോൾ അവർ പറയുന്നത് ഇതെല്ലാം സത്യമാണ്, പക്ഷെ ഞങ്ങൾക്ക് വരാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഇവർക്ക് വരാൻ കഴിയാത്തത്? ഇവരെ എങ്ങനെ നമുക്ക് സുറിയാനി സഭയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും? ഒരു വിഷമം, ഒരുപാട് കൺസേൺ ഉള്ള ഒരാളാണെന്ന് തോന്നുന്നു ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും. എന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ കൊണ്ടുവരണമെന്നു അല്ല, അവർക്ക് ഇതെല്ലാം സത്യമാണെന്ന് പറഞ്ഞാലും അവർക്ക് തിരിച്ചു വരാൻ ഒരു ഭയമോ കാര്യങ്ങളോ എന്തോ, ബന്ധുക്കൾക്ക് എന്തോ ഭയങ്കര ഭയം. എവിടെയോ അവർ സ്റ്റക്കായി നിൽക്കുന്നു. ഇതെല്ലാം സത്യമാണെന്ന് പറഞ്ഞിട്ടും അവരവിടെ തന്നെ നിൽക്കുന്നു. അതെന്തുകൊണ്ടാണ്? അതിനകത്ത് ഇപ്പം നമുക്ക് അത് മാനുഷ്യ ഭയം ഒരു കെണിയാകുന്നു എന്ന് ബൈബിളിൽ ഒരു വാക്യമുണ്ട്. അവർക്ക് പേടിയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അത് നമുക്കിപ്പോ പ്രത്യേകിച്ച് ഒന്നും പറയാൻ. അപ്പോൾ ഏകദേശം നമ്മുടെ ചോദ്യങ്ങളൊക്കെ ഒരേ സ്വഭാവത്തിലുള്ളതാണ്, വേറൊരു രീതിയിലുള്ള ഇതെല്ലാം. പിന്നെ ചില ആളുകൾ ചോദ്യവും ഉത്തരവും തന്നെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് ഉത്തരം പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല എന്ന് തോന്നുന്നു, ഡീറ്റെയിൽ ആയിട്ടൊക്കെ. പിന്നെ മറ്റു ചോദ്യങ്ങൾ എല്ലാം ഏകദേശം ഈ സ്വഭാവത്തിൽ തന്നെ ഉള്ള ചോദ്യങ്ങളാണ്. ഒരാൾ സെപ്പറേറ്റ് ആയിട്ട് ഗ്ലോറിയസ് ഗോസ്പൽ എല്ലാ ഭാഷകളിലേക്കും കൊണ്ടുവരണം ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ കളിയാക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്, ജസ്റ്റിന് എന്താ മീശയില്ലാത്ത?
ഒരാൾ കളിയാക്കിയ ആളോട് ജസ്ലിന് എന്താ മീശയില്ലാത്തത്? ജസ്ലിൻ അത് ജസ്ലിൻ നമുക്ക് അടുത്ത ലൈവിൽ നമുക്ക് ജസ്ലിനെ കൂടെ അത് പറയിപ്പിക്കാം. ജസ്ലിൻ ഇപ്പൊ പെട്ടെന്ന് ലൈവ് കട്ടായി പോയി. തോമസ് ലിയുടെ ചരിത്രം വളരെ നന്നായിരുന്നു. പാസ്റ്റർക്ക് ഒരു കോംപ്ലിമെന്റ് വന്നിട്ടുണ്ട്. ബർത്തലോമായി ഇന്ത്യയിൽ വന്നിരുന്നു ഉള്ളത് പുതിയൊരു അറിവായിരുന്നു, വളരെ നന്നായിരുന്നു. എനിക്കിവിടെ പല ആൾക്കാർക്കും അത് അറിയില്ലായിരുന്നു. പല ആൾക്കാരും നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബർത്തലോമായുടെ കാര്യം അറിയില്ലായിരുന്നു. അതെന്തുകൊണ്ടാണ് ഈ മലങ്കരയിൽ ബർത്തലോമായി ഫേമസ് ആകാതിരുന്നത്? ബർത്തലോമായി പറ്റി ആളുകൾക്ക് അറിയത്തില്ലായിരുന്നല്ലേ? പല ആൾക്കാർ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനൊരു ചരിത്രം അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ബർത്തലോമായി ഭാരതത്തിൽ വന്നതാണ്. നമ്മുടെ ഭാരതത്തിന്റെ ഒരു അപ്പോസ്തലനാണ് ബർത്തലോമായി. അപ്പൊ അദ്ദേഹത്തെ കൂടെ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഉൾപ്പെടുത്താൻ മലങ്കര സഭ അതിന് വേണ്ട നടപടി സ്വീകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ചെയ്യട്ടെ. പിന്നെ സ്ഥിരം ഏതാണ് യഥാർത്ഥ സഭ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് വന്നിരിക്കുന്നത്. ഏതാണ് യഥാർത്ഥ സഭ, കത്തോലിക്കയാണോ ഓർത്തഡോക്സ് ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ പലതവണ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പുതിയ പ്രേക്ഷകരാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് ഏകദേശം നമുക്ക് ചോദ്യങ്ങൾ നമുക്ക് ഒരുപാട് സമയമായി. ഇനിയിപ്പോ വൈൻഡപ്പ് ചെയ്യാൻ ഇനി മറ്റൊരു ദിവസം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ അനുസരിച്ചുള്ള അടുത്ത ദിവസങ്ങളിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ചോദ്യങ്ങൾ അയച്ചു തന്ന എല്ലാവർക്കും വളരെ നന്ദി. ഉത്തരം നൽകിയ പാസ്റ്റർക്കും നന്ദി അറിയുകയാണ്. നമ്മുടെ ഇനിയും ഗ്ലോറിയസ് ഗോസ്പലുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഇനിയും എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങൾക്കും നമ്മളുടെ ഗ്ലോറിയസ് ഗോസ്പലിൽ ഉത്തരമുണ്ട് എന്നുള്ള കോൺഫിഡൻസിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ ചോദിക്കാം. പഠന സംബന്ധമായ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഗോസ്പല് അല്ലെങ്കിൽ യഥാർത്ഥ സുവിശേഷം, സുറിയാനി സഭയുടെ അപ്പോസ്തലിക സഭകളുടെയൊക്കെ ഉപദേശം യഥാർത്ഥമായി പഠിക്കുവാനുള്ള എല്ലാം ഇത് നമ്മളിവിടെ സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. 1 രൂപയുടെ പിരിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ അത്തരത്തില് ആരെങ്കിലും ചിലപ്പോൾ പെന്തക്കോസ്തിലെ പാസ്റ്റർമാർക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, മറ്റൊരാളുടെ പ്രവർത്തനം കാണിച്ച് കാശ് മേടിക്കുന്ന പരിപാടി ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു തരത്തിലുള്ള പിരിവും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കൾട്ടല്ല. ഇവിടെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു സംഘടനാ രീതിയിലൊന്നും വന്നിട്ടില്ല. ഇതൊക്കെയാണ് ഗ്ലോറിയസ് ഗോസ്പലിനെ പറ്റിയുള്ള ചില ആൾക്കാർക്കുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഞാനിപ്പോ ഈ അഡ്രസ് ചെയ്തിരിക്കുന്നത്. ഒരു സംഘടനയായിട്ടൊന്നും ഇവിടെ രൂപീകരിക്കുകയോ ഒരു പിരിവോ കാര്യങ്ങളോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. എല്ലാം സൗജന്യമായിട്ടാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഗ്ലോറിയസ് ഗോസ്പലിനെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങൾക്കും എല്ലാ വിമർശനങ്ങൾക്കും എല്ലാവർക്കും നന്ദി. നിങ്ങൾ കൂടുതലായിട്ട് അപ്പോസ്തലിക സഭയുടെ വിശ്വാസങ്ങളെല്ലാം പഠിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അതിനകത്ത് ഒരുപാട് സന്തോഷകരമാണ്. പാസ്റ്റർക്ക് എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യാമോ? ഓരോ സഭയ്ക്കും ഓരോ മുഖമുദ്രയുണ്ട്. ഓരോ സഭയുടെ തനത് ഐഡന്റിറ്റി ഉണ്ട്. അപ്പൊ അതില് പെന്തക്കോസ്റ്റൽസ് ഇപ്പൊ പല വിഭാഗമുണ്ട് ക്രിസ്തീയ സഭകളിൽ. അപ്പം അതിനകത്ത് പെന്തക്കോസ്റ്റൽസിന്റെ ഒരു തനത് മുഖമുദ്ര എന്ന് പറഞ്ഞാല് ഈ പ്രാർത്ഥനയും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും എന്നുള്ളത്. അതാണ് പെന്തക്കോസ്റ്റൽ. എല്ലായിടത്തും തന്നെ പെന്തക്കോസ്ത് പടന്ന് പ്രാർത്ഥിച്ച് രോഗസൗഖ്യം വാങ്ങുക, അനുഗ്രഹങ്ങൾ. അപ്പൊ അതാണ് മുദ്ര. അപ്പൊ അത് വിട്ട് കളഞ്ഞു എന്നുള്ളത് പെന്തക്കോസ്തുകാരെ പറ്റി പറയാനുള്ളത്. അവര് പകരം ഈ ബ്രദറുകാരുടെ വടിയും കൊടാൻ ചെരുപ്പും കൂടെ എടുത്തു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ബ്രദറുകാരുടെ നിന്ന് എടുത്ത് ആ വെറുപ്പിന്റെ സുവിശേഷം, ആ എക്സ്ക്ലൂസീവിസം, അതുപോലെ തന്നെ റിലീജിയസ് എക്സ്ക്ലൂസീവിസം, അതുപോലെ സെപ്പറേഷൻ, ഇതെല്ലാം ബ്രദറൻകാരുടെ ആണെന്ന് മനസ്സിലാക്കി ഇനിയെങ്കിലും അതിലെ പുതിയ തലമുറ അതൊക്കെ താഴെ വെച്ചിട്ട് പിന്നെ നിങ്ങൾ ചൊളിവ് നടക്കാതെ നിങ്ങളുടെ മുൻ തലമുറകളെ പോലെ നന്നായി പ്രാർത്ഥിച്ചിട്ട് ദൈവാനുഗ്രഹങ്ങളെ പ്രാപിക്കുക. അത് കച്ചവടമാക്കരുത്. ഇപ്പൊ പ്രാർത്ഥിച്ച് ഒരു രോഗസൗഖ്യം കിട്ടിയാൽ ഉടനെ അത് സാക്ഷ്യം പറയിക്കുക, അല്ലെങ്കിൽ നോട്ടീസ് അടിക്കുക. ആ തരത്തിൽ വാണിജ്യവൽക്കരിക്കുന്നത് വിട്ടിട്ട് ദൈവസന്നിധി നേരോടെ ഈ പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വന്നാൽ അവർക്ക് ഇനിയും ആ ഒരു ശക്തിയുടെ ഒരു ചാലക ശക്തിയൊക്കെ ആയിട്ട് മാറാൻ പറ്റും. പക്ഷെ അതൊക്കെ എത്രത്തോളം സാധിക്കുമെന്ന് അറിയത്തില്ല. കാരണം ഇന്ന് ആ കോണ്ടാക്ട്സ് എല്ലാം പുതിയ തലമുറയൊക്കെ വേറെ രീതി ചിന്തിച്ചിട്ട് അവരും തിയോളജി ഒക്കെ ആയിട്ട് ഇറങ്ങാൻ നോക്കി. തിയോളജി, തർക്കങ്ങള്, അതൊക്കെയാണ്. അപ്പം പെന്തക്കോസ്റ്റൽസിന്റെ മുഖമുദ്ര നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതാണ് പ്രശ്നം. അതായത് ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്നും കൊണ്ട് രസം വരുത്തും. അത് ചവിട്ടാനേ കൊള്ളത്തുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ചവിട്ടുകളാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ കാരം റീഗെയിൻ ചെയ്താൽ ആരും നിങ്ങളെ ചവിട്ടത്തില്ല. അപ്പം അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ നമ്മുടെ ന്യൂയോർക്കിലെ ആ പാസ്റ്റർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു. അദ്ദേഹം 140 ദിവസം കഴിഞ്ഞപ്പം
സൗഖ്യമായി. അതൊരു നല്ല ലക്ഷണമാണ്. അതുപോലെ നിങ്ങൾ ഇനി ആ പ്രാർത്ഥനയിലും അങ്ങനെയുള്ള വിടുതലുകളിലേക്കും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാമെങ്കിൽ നിങ്ങളുടെ ജനറേഷൻസിനും ക്രിസ്ത്യൻ ചർച്ചിൽ തന്നെ നിൽക്കാൻ സാധിക്കും. അതുപോലെ മറ്റ് സഭകളോടുള്ള അസഹിഷ്ണുതയും വെറുപ്പും അവസാനിപ്പിക്കുക, അവരെ ഉൾക്കൊള്ളുക, എന്നിട്ടൊരു ഗ്രോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ മാർപ്പാപ്പ പോലും പെന്തക്കോസ്തുകാരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് യോജിക്കാൻ വേണ്ടി. പെന്തക്കോസ്തൽ ലീഡേഴ്സിനെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പം അപ്പോസ്തലിക സഭകളുടെ നേതൃത്വ സ്ഥലത്ത് നിന്നെല്ലാം നിങ്ങൾക്ക് അനുഭാവപരമായ നയങ്ങളെ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാ ക്രിസ്ത്യൻ ചർച്ചുകളും ഒന്നും നിങ്ങൾക്ക് നിങ്ങളെ അംഗീകരിക്കണം എന്നൊക്കെ പറയുമ്പം എങ്ങനെ അംഗീകരിക്കുന്നത്? മറ്റു സഭകളെ ദോഷം ചെയ്ത് ആ സഭകളിൽ നിന്ന് ആളുകളെ പിടിച്ചോണ്ട് പോകുന്നതിന് ഒരിക്കലും സഭയായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ നല്ലൊരു തീരുമാനമൊക്കെ എടുത്ത് ഈ കൊറോണയുടെ സമയം അതിനൊക്കെ ഇടയാകട്ടെ. അലകും പിടിയും മാറ്റുക എന്നൊക്കെ പണ്ട ആളുകൾ പറഞ്ഞല്ലോ. പക്ഷെ അത്തരത്തിലുള്ള ഗൗരവപൂർണമായ ചർച്ചകളൊന്നും പെന്തക്കോസ്തിൽ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെയല്ല, ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള ആർജവത്തുള്ള ഒരു നേതൃത്വം ഇന്ന് പെന്തക്കോസ്തിലില്ല. ഇന്ന് പെന്തക്കോസ്തിലെ മലയാളി പെന്തക്കോസ്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം നേതൃത്വ ദാരിദ്ര്യമാണ്. ഒരു ദർശനമുള്ള ഒരു നേതൃത്വം അവിടെ ഇല്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകട്ടെ. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അതിനെക്കുറിച്ചൊക്കെ കൂട്ടായിട്ട് ചിന്തിക്കുക. ചെറിയ ചെറിയ ഗ്രൂപ്പൊക്കെ അവരുടെ ആലോചനകളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ ചിന്തിച്ച് നിങ്ങളുടെ വേൾഡ് വ്യൂ ഒക്കെ ഒന്ന് ഉറപ്പിച്ച് മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങളോടുള്ള മനോഭാവം എന്തായിരിക്കണം, ഇനി അവിടെ നാളെ വലിക്കണമെന്നാണോ, അതിനെ കൂടെ നിങ്ങൾ ക്രിസ്ത്യൻ ഒരു വിഭാഗമായിട്ട് വ്യത്യസ്ത ജ്ഞാനാത്വത്തിലേക്ക് നിങ്ങളെ ഞാൻ ഉൾക്കൊള്ളുന്നില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങളൊട്ടും മറ്റുള്ളവരെ ഉൾക്കൊണ്ടില്ല. കഴിഞ്ഞ 110 വർഷം എന്താ ചെയ്തുകൊണ്ടിരുന്നത് ചിന്തിക്കും. അത്രയും നാള് അവരാരും അസഹിഷ്ണുത കാണിച്ചില്ല. ഈ പറഞ്ഞ അപ്പോസ്തോലിക സഭകളിൽ നിന്ന് ആരും അസഹിഷ്ണുത കാണിച്ചില്ല. ആദ്യമായിട്ട് അവരോട് ഒരു അസഹിഷ്ണുത കാണിച്ച് 4 പ്രസംഗം പറഞ്ഞ ഞാനാണ്. അപ്പൊ പെന്തക്കോസ്തുകാർക്ക് വിഷമമായി. അപ്പൊ നിങ്ങളോട് മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യണമെന്നല്ലേ യേശു പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വിമർശനമൊക്കെ നിർത്താം, പക്ഷെ നിങ്ങളതിനെ അവരുടെ വിമർശനം നിർത്തിയിട്ട് ആ വൈജാത്യങ്ങളെ അംഗീകരിക്കുക, അല്ലെ? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അപ്പൊ ആ ഒരു യൂണിറ്റിയിലേക്ക്, അതാണ് ഹോളി സ്പിരിറ്റ് കൊണ്ടുവരുന്ന യൂണിറ്റി എന്ന് വിശ്വസിച്ച് ആ ക്രിസ്ത്യാനിറ്റിയിൽ ആ യൂണിറ്റി വേണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടെ അങ്ങനെ ഒരു നേതൃത്വം കൊടുത്താൽ എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷനും വിശ്വാസത്തിൽ നിലനിൽക്കത്തുള്ളൂ. ആ വൈജാത്യങ്ങളെ അംഗീകരിക്കുക. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയാണ്, ആ വ്യത്യാസം. നമ്മൾ പെന്റക്കോസ്റ്റൽസ് ആണ്, അവർ മാർത്തോമൈറ്റ്സ് ആണ്, മറ്റേ ബിലീവേഴ്സ് ചർച്ചാണ്, മറ്റേ ഓർത്തഡോക്സ് ചർച്ചാണ്, മറ്റേത് കാതലിക്കാണ്. ഈ വൈജാത്യങ്ങളെല്ലാം അംഗീകരിച്ച് ഉൾക്കൊണ്ട് അപ്പൊ ഒരു കൊടയ്ക്ക് കീഴിൽ ഒരു പിതാവിന്റെ മക്കളായിട്ട് നിൽക്കാൻ പറ്റും. അപ്പൊ ആ ഒരു യൂണിറ്റിയിലേക്ക് അപ്പോസ്തോലിക സഭകളെല്ലാം വളരെ വേഗം ഡയലോഗുകളിലൂടെ ഒക്കെ നീങ്ങുന്നുണ്ട്. അപ്പൊ ആ യൂണിറ്റി നിങ്ങൾ ഉൾപ്പെടണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. എന്റെ മാത്രമല്ല, പരിശുദ്ധ മാർപ്പാപ്പാ തിരുമേനിയുടെ ആഗ്രഹം അതാണ്. അദ്ദേഹം എത്രയോ പ്രാവശ്യം ഐക്യത്തിന് വേണ്ടി വിളിച്ചു. അപ്പം ലോകം മുഴുവൻ എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും ആഗ്രഹിക്കുന്നതാണ്. ഞങ്ങൾ ആ ഐക്യത്തിന്റെ കുടക്കീഴിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വീണ്ടും എക്സ്ക്ലൂസീവിസം പറയുമ്പം നിങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ല ഞാനല്ല. ഗ്ലോറിയസ് ഗോസ്പൽ അല്ല, ഞാനുമല്ല. അത് പെന്തക്കോസ്തിൽ പെട്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും ശുശ്രൂഷകന്മാരും മനസ്സിലാക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. അതെ, ഇന്നത്തെ ഒരു കാര്യം ഇവിടെ, നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം വീണ്ടും വാട്സപ്പിലും മെസ്സഞ്ചറിലേക്കും ഇടുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പൽ ഫേസ്ബുക്ക് പേജിന്റെ ഫസ്റ്റ് പിൻഡ് പോസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. എല്ലാത്തിനും ലിങ്ക് കിടക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം 8 ഗ്രൂപ്പുകളോളം ഉണ്ട്. അതുപോലെ സൂമിൽ ആഡ് ചെയ്യണോ ആഗ്രഹമുള്ളവർക്കൊക്കെ വരാം. പിന്നെ അതുപോലെ ഗ്ലോറിയസ് അക്കാഡമിയുടെ 2ാം ബാച്ചിന്റെ ഏകദേശം ആളുകൾ തിരഞ്ഞിരിക്കുകയാണ്. എന്നാൽ തന്നെ ടൈം സോണ് വ്യത്യാസമുണ്ട്. പല വൻകരകളിലുള്ള ആളുകളുടെ ടൈം സോൺ വിഷയമുള്ളത് കൊണ്ട് 2-3 സീറ്റുകൾ കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ചില ആൾക്കാർക്ക്, കാരണം ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർക്കൊക്കെ നമ്മളിവിടെ 7 മണിക്ക് നടത്തുമ്പോൾ അവർക്ക് മിഡ് നൈറ്റ് കഴിഞ്ഞിരിക്കുന്ന സമയങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെ നിന്നുള്ള ആളുകൾക്കൊക്കെ വേറൊരു സമയത്ത് വെക്കാൻ വേണ്ടി 2-3 സീറ്റുകളോടെ ബാക്കിയുള്ളൂ. ഇനി ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ 2-3 പേർക്കും കൂടെയും ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് ഫുൾ ആയിരിക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഒഫീഷ്യലായിട്ട് ഇനി പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ശുഭദിനം, നല്ല ഒരു ദിവസവും നല്ലൊരു രാത്രിയും നേരുന്നു. ഗ്ലോറിയസ് ഗോസ്പൽ.